പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവപാദാന്തികത്തിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗത്തെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ಮತ್ತೊಮ್ಮೆ ದೇವರ ಪಾದಪೀಠದಲ್ಲಿ ಬರುವುದಕ್ಕೆ ದೇವರು ನಮಗೆ ಕೊಟ್ಟಿದ್ದ ಕೃಪೆಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನು ಸಲ್ಲಿಸ್ತೇನೆ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ಕೂಡಿ ಬಂದ ನಿಮ್ಗೆಲ್ಲರಿಗೂ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಹೆಸರಲ್ಲಿ ಪ್ರೀತಿಯ ವಂದನೆಗಳು ಸಲ್ಲಿಸ್ತೇನೆ. കർത്താവിൻ്റെ വചനത്തിലേക്കും കടന്നു വരാം. ಕರ್ತನ ವಾಕ್ಯಕ್ಕೆ ನಾವು ಬರೋಣ. 2 വർഷവും കൂടെ ഒരുമിച്ചായതുകൊണ്ട് നമുക്ക് അല്പസമയം ഉണ്ട്. 2 ವರ್ಷ ಒಟ್ಟಿಗೆ ಆಗಿರೋದ ಮೂಲಕ ನಮಗೆ ಮುಂದೆ ಸ್ವಲ್ಪ ಸಮಯಗಳುಂಟು. സാധാരണ കൊട്ടിക്കരയിൽ ആരാധനയുള്ള ദിവസങ്ങളിൽ നമ്മൾ വേഗത്തിലല്ല ഏകദേശം 2.25 മണിക്കൂർ 3 മണിക്കൂർ ആരാധന കഴിഞ്ഞാണ് പുറപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും വേഗത്തിൽ നമുക്കങ്ങ് തോന്നും. ಸಾಧಾರಣವಾಗಿ ಗುಟ್ಟಿಕರೆಯಲ್ಲಿ ವರ್ಷಪಿರದ ಮೂಲಕವಾಗಿ ಇಲ್ಲಿ 2.25 ಅವರ್ ಅಷ್ಟೇ ಇದ್ರೆ ಬೇಗನೆ ಮುಗಿದ 2.25 ಅವರ್ ಇರೋದ ಮೂಲಕವಾಗಿ ಆದ್ರಲ್ಲಿ ನಮಗೆ ಬೇಗ ಸಮಯ ಮುಗಿದ ತರ ಅನಿಸ್ಬಿಡುತ್ತೆ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആമേൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധനയ്ക്ക് നമ്മൾ ചില ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ആരാധനയുടെ ആ കൺട്രോള് ഏറ്റെടുക്കും, വചനധ്യാനത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കും. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. സ്തോത്രം. എന്നിട്ടും നമ്മൾ കൊട്ടിക്കരയിലെ ആരാധന ഓർത്തുകൊണ്ട് നമ്മൾ അങ്ങനെ പകുതി വഴിക്ക് കൊണ്ട് നിർത്തും. ಒಂದೇ ಸರಿ ವಾಕ್ಯ ಸಾರೋದು ಅಲ್ಲ ಅಂದರೆ ವರ್ಷಿಪ್ಪು ಅಲ್ಲ ದೇವರ ಆತ್ಮನ ನಡೆಸುವಾಗ ಅದು ಸಮಯಗಳು ಮುಂದೆ ಹೋಗುತ್ತೆ. ಅದರಲ್ಲಿ 11 ಗಂಟೆಗೆ ಕೊಟ್ಟಿಕರೆಯಲ್ಲಿ ವರ್ಷಿಪ್ ಇರೋದ ಮೂಲಕವಾಗಿ ನಾವು ಅದು ಬೇಗನೆ ಸ್ಟಾಪ್ ಮಾಡೋದಕ್ಕಾಗಿ ಪ್ರಯತ್ನ ಪಡಿಸ್ತಾ ಇರ್ತೀವಿ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಆಮೆನ್. ആമേൻ. ആരാധനകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ആമേൻ നടത്തപ്പെടണം. ಆರಾಧನೆಯು ದೇವರ ಆತ್ಮನ ನಿಯಂತ್ರಣದಲ್ಲಿ ಪೂರ್ಣವಾಗಿ ನಡೆಯಲ್ಪಡಬೇಕು. സഭ ദൈവത്തിൻ്റെതാണ്. സഭ ದೇವರದಾಗಿದೆ. ദൈവത്തിൻ്റെ വീടാണ്. ಅದು ದೇವರದ ಮನೆಯಾಗಿದೆ. ദൈവത്തിൻ്റെ ആലയമാണ്. ಅದು ದೇವರದ ಆಲಯವಾಗಿದೆ. മനുഷ്യർക്ക് ആർക്കും ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ಮನುಷ್ಯರಿಗೆ ಇಷ್ಟ ಬಂದಂಗೆ ಮಾಡೋದಕ್ಕೆ ಅದರಲ್ಲಿ ಸಾಧ್ಯವಲ್ಲ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ദൈവം നമ്മളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ದೇವರು ನಮ್ಮನ್ನೆಲ್ಲ ಬಲಪಡಿಸಲಿ. ആമേൻ. ഇന്ന് പകൽക്കാലം ಇವತ್ತಾಗಲತ್ತಿನ ವೇಳೆಯಲ್ಲಿ ദൈവം തന്ന ഒരു ദൈവിക ആലോചനയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. ದೇವರು ಕೊಟ್ಟಿದ್ದ ದೇವರ ಆಲೋಚನೆಗೆ ಬರೋಕೆ ಇಷ್ಟಪಡ್ತೀವಿ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം. ಬಹಳ ಪ್ರಾರ್ಥನೆಯಿಂದ ನಾವು ದೇವರ ವಾಕ್ಯವನ್ನು ಶ್ರದ್ಧೆಯಿಂದ ಇರಬೇಕು. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമെൻ. ഇന്ന് ദൈവവചനത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. ದೇವರ ವಾಕ್ಯದ ಕುರಿತಾಗಿದೆ ಕೆಲವು ವಿಷಯಗಳು ನಾವು ಚಿಂತೆ ಮಾಡಕ್ಕೆ ಹೋಗ್ತಾ ಇರೋದು. സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട് നിയമങ്ങൾ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 10 കൽപ്പനകൾ. ನಾವು ಸಾಧಾರಣವಾಗಿ ದೇವರ ಕಟ್ಟಳೆಗಳು ಎಷ್ಟು ಅಂತ ಕೇಳುವಾಗ 10 ಕಟ್ಟಳೆಗಳು ಅಂತ ಹೇಳ್ತೀವಿ. അല്ല. ആമേൻ. 650 ആമേൻ നിയമങ്ങളാണ് പഴയ നിയമത്തിലുള്ളത്. 650 ಕಟ್ಟಳೆಗಳು ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಇದೆ. പുതിയ നിയമത്തിൽ 1500. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ 1500. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. ಆ ತರವಾಗಿದೆ ದೇವರ ವಾಕ್ಯವನ್ನು ನಮಗೆ ಕೊಡಲ್ಪಟ್ಟಿದ್ದು. ഈ തിരുവചനത്തിന്റെ കൂടുതൽ ഭാഗങ്ങളും എബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ಈ ದೇವರ ವಾಕ್ಯದ ಹಲವಾರು ಜಾಗಗಳಲ್ಲಿ ಇಬ್ರಿಯ ಭಾಷೆಯಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದ್ದೇವೆ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹെബ്രായ ഭാഷയിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആമേൻ ഹോളി ലാംഗ്വേജ് ആണ്. ಇಬ್ರಿಯ ಭಾಷೆಯಲ್ಲಿ ಅದು ಬರೆಯಲ್ಪಟ್ಟಿದೆ ಅಂತ ಹೇಳಿದರೆ ಅದು ಹೋಲಿ ಲ್ಯಾಂಗ್ವೇಜ್ ಆಗಿದೆ. ഹോളി ലാംഗ്വേജ് ആണെന്ന് പറയാൻ കാരണം ಅದು ಪರಿಶುದ್ಧವಾದ ಲ್ಯಾಂಗ್ವೇಜ್ ಎಂಬುದಾಗಿ ಹೇಳೋದಕ್ಕೆ ಕಾರಣವೇನೆಂದರೆ ദൈവം തന്റെ ജനത്തോട് സംസാരിക്കാൻ ഉപയോഗിച്ച ഭാഷയായതുകൊണ്ടാണ്. ದೇವರು ತನ್ನ ಜನರೊಟ್ಟಿಗೆ ಮಾತಾಡೋದಕ್ಕಾಗಿ ಉಪಯೋಗ ಮಾಡಿದ ಲ್ಯಾಂಗ್ವೇಜ್ ಭಾಷೆಯಾಗಿದೆ ಅದು. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവം കാലാകാലങ്ങളിൽ ഏകദേശം 1500 വർഷങ്ങൾ കൊണ്ടാണ് ഈ ജനത്തിന് വേണ്ടി നിയമങ്ങൾ എഴുതി തന്നത്. ದೇವರು ಹೆಚ್ಚು ಕಮ್ಮಿ 1500 ವರ್ಷಗಳದಾಗಿದೆ ಜನರಿಗೆ ಬೇಕಾಗಿರುವ ಕಟ್ಟಳೆಗಳನ್ನು ಬರೆದು ಕೊಟ್ಟಿದ್ದು. മോശയുടെ ന്യായപ്രമാണം മുതൽ BC 1500 മുതൽ ಮೋಸೆಯ ನ್ಯಾಯ ಪ್ರಮಾಣದಿಂದ BC 500 BC 1500 മുതൽ BC 1500 ആമേൻ AD 95 ഏകദേശം 1500-1600 വർഷം കൊണ്ടാണ് ഈ പുസ്തകം നമുക്ക് ദൈവം നിയമമായിട്ട് തന്നത്.
AD 95ವರೆಗೆ ಹೆಚ್ಚು ಕಮ್ಮಿ 1500 ವರ್ಷ ತಗೊಂಡಾಗಿದೆ ಈ ಬುಕ್ಕನ್ನು, ಈ ബൈബിളിനെ നമുക്ക് ಬರೆದು ಕೊಟ್ಟಿದ್ದು. ദൈവം തിരഞ്ഞെടുത്ത 40 പേരാണ് ഈ നിയമം ഉണ്ടാക്കാൻ ആമേൻ ദൈവത്തോടൊപ്പം നിന്നത്. ಹಾಲೆಲೂಯ. ದೇವರು ಆರಿಸಿಕೊಂಡಿದ್ದ 40 ಜನರಾಗಿದೆ ಈ ಬೈಬിಳನ್ನು ಬರೆಯಲಿಕ್ಕಾಗಿ ದೇವರು ಆರಿಸಿಕೊಂಡಿದ್ದವರು. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. അങ്ങനെയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ಆ ಥರ ಇರದಾಗಿದೆ ದೇವರದು ವಾಕ್ಯ. സ്തോത്രം. ಆಮೆನ್. അപ്പോൾ തിരുവചനം ഒരു കാര്യം പറയുന്നുണ്ട്. ದೇವರದು ವಾಕ್ಯ ಒಂದು ವಿಷಯ ಹೇಳ್ತಾ ಇದೆ. എല്ലാ തിരുവെഴുത്തും ദൈവത്തിന്റെ നിശ്വാസ്യമാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ടതാണ്. ಹಾಲೆಲೂಯ. ಎಲ್ಲ ದೇವರ ವಾಕ್ಯಗಳು ಅದು ದೇವರ ವಿಶ್ವಾಸದಿಂದ ഉണ്ടാಗಿದ್ದಾಗಿದೆ, പവിത്രാത്മന പ്രേരണയിൽ ഉണ്ടാಗಿದ್ದಾಗಿದೆ. ഒരു മനുഷ്യനും അവനവന്റെ ഇഷ്ടത്തിന് ഒന്നും എഴുതാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. ಯಾವುದೇ ಒಂದು ಮನುಷ್ಯನಾಗಲಿ ಅವರವರದ ಇಷ್ಟಕ್ಕೆ ಬರೆಯೋದಕ್ಕೋಸ್ಕರವಾಗಿ ದೇವರು ಅನುಮತಿಯನ್ನು ಕೊಡಲಿಲ್ಲ. അവർ തമ്മിൽ കണ്ടിട്ടില്ലേലും ಅವರು ಪರಸ್ಪರವಾಗಿ ಕಾಣಲಿಲ್ಲ ಅಂದರೆ ಕೂಡ മനുഷ്യരാണ് എഴുതിയതെങ്കിലും ಅದು ಮನುಷ್ಯರಿಂದ ಬರೆಯಲ್ಪಟ್ಟಿದ್ರೆ ಕೂಡಿ സ്തോത്രം ആമേൻ കൽപ്പലകളിൽ എഴുതിയതുണ്ടായിരുന്നു. ಅದು ಕಲ್ಲಿನ ಹಲಗೆ ಪೀಸ್ ತರ ಮಾಡಿ ಅದರಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದ್ದಿತ್ತು. തോൽ ചുല്ലുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ಅದು ಸುರುಳಿಗಳಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದ್ದಿತ್ತು. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഇലകളിൽ എഴുതിയിട്ടുള്ളതുണ്ടായിരുന്നു. ಅದು ಎಲೆಯ ಮೇಲೆ ಬರೆಯಲ್ಪಟ್ಟಿದ್ದಿತ್ತು. ആമേൻ പേപ്പറിൽ എഴുതിയിട്ടുള്ളതുണ്ട്. ಪೇಪರ್ಗಳ ಮೇಲೆ പേപ്പർ ಬರೆಯಲ್ಪಟ್ಟಿದ್ದಿತ್ತು. അന്നില്ല. ಆ ಕಾಲದಲ್ಲಿ ಪೇಪರ್ ಇಲ್ಲ. സ്തോത്രം. അന്ന് ചുരുളികൾ എന്നാണ് അറിയപ്പെടുന്നത്. ಅವತ್ತು ಸುರುಳಿಗಳು ಎಂಬುದಾಗಿ ಹೇಳಲ್ಪಡ್ತಾ ಇದ್ರು. തോൽ ചുരുളുകളിൽ ಅದು ಮೃಗದ ಸ್ಕಿನ್ ಇಂದ ಉಂಡು ಮಾಡೋದು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ലോർഡ്. അന്നത്തെ കാലത്ത് ഒരു ബൈബിൾ മുഴുവൻ എഴുതി ഒരാളുടെ കൊടുത്തായിരുന്നെങ്കിൽ ಆ ಕಾಲದಲ್ಲಿ ಬೈಬಲ್ ಪೂರ್ತಿಯಾಗಿ ಬರೆದು ಒಬ್ಬರ ಕೈಯಲ್ಲಿ ಕೊಟ್ಟಿದ್ದಾರೆ. ചെറിയ ഒരു ആമേൻ എന്തുവാ കുതിരവണ്ടിയും കൂടെ വേണ്ടി വന്നനെ ബൈബിളുമായിട്ട് ചർച്ച വരണമെങ്കിൽ. കാരണം തോലുകളിലാണ് എഴുതിയത്. ഭയങ്കര വെയിറ്റ് ആണ്, അധികം എഴുതാൻ പറ്റിയല്ല. ಆ ಕಾಲ ಒಂದು ವ್ಯಕ್ತಿಗೆ ಈ ಬೈಬಲ್ ಪೂರ್ತಿಯಾಗಿ ಬರೆದು ಕೊಡಬೇಕಂದ್ರೆ ಆ ಕಾಲದಲ್ಲಿ ಪೇಪರ್ ಇಲ್ಲದಿರೋದ ಮೂಲಕ ಮೃಗಗಳದ ಚರ್ಮದಲ್ಲಿ ಬರೆದ ಮೂಲಕವಾಗಿ ಅದು ಜಾಸ್ತಿ ವೆಯ್ಟ್ ಇರುತ್ತೆ. ಒಂದು ಕುದುರೆ ಗಾಡಿನೇ ಬೇಕಾಗುತ್ತೆ ಒಬ್ರು ಒಂದು ബൈബിളನ್ನು ಹೊತ್ತುಕೊಂಡು ಬರಬೇಕಂದ್ರೆ. ഇപ്പോൾ വന്ന് ചെറിയ ചിപ്പിനകത്ത് ബൈബിൾ മുഴുവനായി. ಆಮೇಲೆ ಈ ಕಾಲದಲ್ಲಿ ಬಂದು ಚಿಕ್ಕದ ಚಿಪ್ ಒಳಗಡೆ ಸಂಪೂರ್ಣವಾದ ಬೈಬಳನ್ನು ಆಗಿತ್ತು. സ്തോത്രം. ಆಮೇಲೆ അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ಆಮೇಲೆ ಅದಕ್ಕಾಗಿ ಕೂಡ ದೇವರಿಗೆ ಸ್ತೋತ್ರ. അത് ദൈവത്തിന്റെ ഒരു പ്ലാനാണ്. ಅದು ದೇವರದೊಂದು ಪ್ಲಾನ್ ಆಗಿದೆ. പ്രൈസ് ലോർഡ്. ഈ പുസ്തകം കൊണ്ട് പോകാൻ മേലാത്തോടത്തൊക്കെ ഇത് ചിപ്പുകൾക്കകത്ത് ജനം കേൾക്കുന്നുണ്ട്. ಆಮೇಲೆ ಈ ಬೈಬಳನ್ನು ಹೊತ್ತುಕೊಂಡು ಹೋಗಕ್ಕೆ ಆಗಾದಿರದ ಜಾಗದಲ್ಲಿ ಈ ಚಿಪ್ಪನ್ನು ತಗೊಂಡೋಗಿ ದೇವರದು ವಾಕ್ಯ ಕೇಳೋದಕ್ಕೆ ಸಾಧ್ಯ. അതുകൊണ്ട് സുവിശേഷം എത്ര കൊട്ടി അടച്ചാലും, ಆದ್ದರಿಂದ ಸುವಾರ್ತೆಯನ್ನು ಎಷ್ಟೇ ಮಟ್ಟಿಗೆ ಅವರು ಕ್ಲೋಸ್ ಮಾಡಕ್ಕೆ ರೆಡಿ ನೋಡಿದ್ರೇಲು. പ്രൈസ് ലോർഡ്. ಆಮೇಲೆ ആമേൻ. എത്ര ആമേൻ വാതിൽ അടയപ്പെട്ടാലും, ಎಷ್ಟು ಮಟ್ಟಿಗೆ ಬಾಗಿಲನ್ನು ಮುಚ್ಚಲ್ಪಟ್ರೇಲು എല്ലാ രാജ്യത്തിലും ഇത് ചെന്നിരിക്കും. ಎಲ್ಲಾ ರಾಜ್ಯದಲ್ಲಿನೂ ಇದು ತಲುಪುತ್ತದೆ. എല്ലാ വീട്ടിലും ഇത് ചെന്നിരിക്കും. ಎಲ್ಲಾ ಮನೆಯಲ್ಲಿನೂ ಇದು ತಲುಪುತ್ತದೆ. എല്ലാ മനുഷ്യന്റെ കയ്യിലും ഇത് ചെന്നിരിക്കും. ಎಲ್ಲಾ ಮನುಷ್ಯರ ಕೈಯಲ್ಲಿ ಕೂಡ ಇದು ತಲುಪುತ್ತದೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ലോർഡ്. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേലും നമ്മൾ പറയുന്ന ദൈവത്തെ അറിയാം. അതുകൊണ്ടല്ലേ ആൾക്കാർ പുതിയൊരു വരാത്തത്. ನಾವು ಹೇಳಿಲ್ಲ ಅಂದ್ರೆ ಕೂಡ ಅದು ಮೂಲಕಲ್ವ ಹೊಸಬ್ರು ಬರಾದಿರುವುದು. പ്രൈസ് ലോർഡ്. ദൈവത്തിന് തന്റെ കാര്യം ചെയ്യാൻ അറിയാം. ದೇವರಿಗೆ ಆತನ ವಿಷಯಗಳನ್ನು ಮಾಡೋದಕ್ಕೆ ಗೊತ್ತುಂಟು. ഹല്ലേലൂയ. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ആമേൻ ഏകദേശം ഒരു മുഖപുരിയായിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. ಇದೆಲ್ಲ ಆಮುಖವಾಗಿ ಹೇಳಿದ್ದು ಮಾತ್ರ. യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. യേശു ഒಮ್ಮೆ ಶಿಷ್ಯರ ಹತ್ರ ಹೀಗೆ ಹೇಳಿದರು. ന്യായപ്രമാണത്തിന്റെ വള്ളിയോ പുള്ളിയോ ആമേൻ ആകാശവും ഭൂമിയും ആമേൻ മാറിപ്പോയാലും വള്ളിയോ പുള്ളിയോ മാറത്തില്ല എന്ന് യേശു പറഞ്ഞു. ಆಕಾಶ ಭೂಮಿ ನೀಗಿ ಹೋದ್ರೇലും ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಇರದ ಒಂದು ಸೊನ್ನೆ ಆಗಲಿ ಒಂದು ಪುಳ್ಳಿ ಆಗಲಿ ನೀಗಿ ಹೋಗುವುದಿಲ್ಲ ಎಂದು ದೇವರು ಹೇಳಿದರು. സ്തോത്രം. ಆಮೆನ್. അപ്പോൾ ആകാശവും ഭൂമിയും മാറിയാലും, ആകാശവും ഭൂമിയും മാറി ಹೋದ್ರೇലും ഈ വചനം മാറത്തില്ല എന്ന് പറഞ്ഞാൽ, ಈ ವಾಕ್ಯಕ್ಕೆ ಯಾವುದೇ ಬದಲಾವಣೆ ಉಂಟಾಗುವುದಿಲ್ಲ ಅಂತ ಹೇಳಿದರೆ,
അതിന്റെ കാര്യം കൂടിയുണ്ട്. ಅದಕ್ಕೆ ಕಾರ್ಯ ಒಂದು ವಿಷಯ ಕೂಡ ಉಂಟು. സങ്കീർത്തനങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ಕೀರ್ತನೆಗಳಲ್ಲಿ ಹೀಗೆ ಬರೆದಿದ್ದಾರೆ, ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ಆಮೇನ್, ಇದು ಸ್ವರ್ಗದಲ್ಲಿ ಎಂದೆಂದಿಕವಾಗಿ ಸ್ಥಿರವಾಗಿದ್ದು. 119 സങ്കീർത്തനം 89 വാക്യത്താണ് എഴുതിയിരിക്കുന്നത്. 119ನೇ ಕೀರ್ತನೆ 89ನೇ ವಾಕ್ಯದಲ್ಲಿ ಅದು ಬರೆಯಲ್ಪಟ್ಟಿದೆ. ദൈവമേ നിന്റെ വചനം, ದೇವರೇ ನಿನ್ನ ವಾಕ್ಯವು സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ಸ್ವರ್ಗದಲ್ಲಿ ಎಂದೆಂದಿಗೂ ಸ್ಥಿರವಾಗಿದೆ. ഇത് കറക്റ്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ಅಲ್ಲ, അപ്പം ആമേൻ. ഇത് എന്താണ് എഴുതിയിരിക്കുന്നത്? ಇದರಲ್ಲಿ ಏನಾಗಿದೆ ಬರೆಯಲ್ಪಟ್ಟಿದೆ? സ്വർഗത്തിൽ എന്നേക്കും. സ്വർഗത്തിലാണ് വചനത്തെ ദൈവം ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആകാശം മാറിയാലും ഭൂമി മാറിയാലും വചനത്തിൻ്റെ ഒരു വള്ളിയോ പുള്ളിയോ മാറത്തില്ല. ಆಮೇನ್. ಪರಲೋಕದಲ್ಲಿ ಆಗಿದೆ, ದೇವರಿದು ಸ್ಥಿರವಾಗಿ ಇಡಲ್ಪಟ್ಟಿದ್ದು. ಅದು ಮೂಲಕವಾಗಿ ಆಕಾಶವಾಗಿ ಭೂಮಿಯಾಗಲಿ ನೀಗಿ ಹೋದ್ರಲ್ಲಿ ಇದರಲ್ಲಿ ಒಂದು ಸೊನ್ನೆ ಆಗಲಿ ಒಂದು ಪುಳ್ಳಿ ಆಗಲಿ ನೀಗಿ ಹೋಗುವುದಿಲ್ಲ. യേശു ഇത് പറയുന്ന ഒത്തിരി കാര്യമുണ്ട്, അതിനകത്തോട്ട് ഞാൻ പോകുന്നില്ല. ഇത് യഹൂദന്മാരോടാണ് പറയുന്നത്. ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ ಹಲವಾರು ವಿಷಯಗಳುಂಟು, ಆದ್ರೆ ಶಿಷ್ಯರ ಹತ್ರ ಹೇಳಿದ ವಿಷಯವಾಗಿದೆ ನಿಮ್ಮ ಹತ್ರ ಹೇಳ್ತಾ ഞാൻ ಇರೋದು. ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാനല്ല നിവർത്തിപ്പാൻ വന്നു എന്നുള്ള ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് യേശു അത് പറഞ്ഞത്. ಆಮೇಲೆ ನಾನು ನ್ಯಾಯ ಪ್ರಮಾಣಗಳಾಗಿ ಪ್ರವಾದಿಗಳನ್ನೇ ಆಗಿ ನೀಗಿಸುವುದಕ್ಕಾಗಿ ಬಂದಿಲ್ಲ ಎಂದ ವಿಷಯ ಹೇಳುವಾಗ ಯೇಸು ಸ್ವಾಮಿಯ ವಿಷಯ ಹೇಳಿದರು. പ്രൈസ് ദി ലോർഡ്. ಆಮೇಲೆ ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. പ്രൈസ് ദി ലോർഡ്. ഈ ഹല്ലേലൂയ. പഴയ നിയമം എടുക്കാത്ത സഭയുണ്ട്. ಹಳೆ ಉಡಂಬಡಿಕೆ എടുക്കാത്ത സഭയുണ്ട്. ಹಳೆ ಉಡಂಬಡಿಕೆಯನ್ನು ಪ್ರಸಂಗ ಮಾಡಾದಿರದ ಸಭೆಗಳು ಉಂಟು. സ്തോത്രം. ಆಮೇಲೆ അത് ശരിയല്ല. ಅದು ಸರಿಯಲ್ಲ. ആമേൻ. പുതിയ നിയമം സ്ഥാപിച്ചു. ಹೊಸ ಒಡಂಬಡಿಕೆಯನ್ನು ಸ್ಥಾಪನೆ ಮಾಡಿದ್ದಾರೆ. പുതിയ നിയമത്തിന്റെ അടിസ്ഥാനമാണ് പഴയ നിയമം. ಹೊಸ ಒಡಂಬಡಿಕೆಯ ಅಡಿസ്ഥാನವಾಗಿದೆ ಹಳೆ ಒಡಂಬಡಿಕೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ. തിരുവചനത്തിൽ 1-ാമത്തെ വചനം നമ്മൾ പഠിച്ചത് ഇത് സ്വർഗത്തിൽ എന്നേക്കും എന്തായിരിക്കുന്നു? സ്ഥിരമായിരിക്കുന്നു. ಇದು ಪರಲೋಕದಲ್ಲಿ ಎಂದೆಂದಿಗೂ ಸ್ಥಿರವಾಗಿದೆ. ആമേൻ. ಆಮೆನ್. ഇവിടെ ഒത്തിരി പേര് ആമേൻ തിരുവചനം കൃത്യമായിട്ട് പഠിക്കുന്നവരുണ്ട്. ಇಲ್ಲಿ ತುಂಬಾ ಜನರು ದೇವರ ವಾಕ್ಯವು ಕೃತ್ಯವಾಗಿ ಕಲಿಯುವವರು ಉಂಟು. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಅವರನ್ನ ನೆನೆಸಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸ್ತೀನಿ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ. രണ്ടാമത് ഒരു വചനം ഇങ്ങനെ പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ಎರಡನೇದಾಗಿ ಪೇತ್ರನ ಪತ್ರಿಕೆಯಲ್ಲಿ ಒಂದು ವಿಷಯ ಹೀಗೆ ಬರೆದಿದ್ದಾರೆ. പുല്ല് ഉണങ്ങിപ്പോകും, ಹಾಲಲ್ಲಿ ಹುಲ್ಲು ಒಣಗಿ ಹೋಗುತ್ತದೆ, പൂ വാടിപ്പോകും, ಹೂವು ಬಾಡಿ ಹೋಗುತ್ತದೆ. ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ಆಮೇಲೆ ದೇವರ ವಾಕ್ಯವು ಎಂದೆಂದಿಗೂ ನಿಲ್ಲುತ್ತದೆ. 1:25 എഴുതിയിരിക്കുന്നത്. 1ನೇ ಅಧ್ಯಾಯ 25ನೇ ವಾಕ್ಯದಲ್ಲಿ ಬರೆದಿದೆ. 1:25. 1 ಪೇತ್ರ 1ನೇ ಅಧ್ಯಾಯ 25ನೇ ವಾಕ್ಯ. കേൾക്കുന്നുണ്ടോ? ಕೇಳ್ತಾ ಇದ್ದಾರಾ? പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. കേൾക്കുന്നുണ്ടായിരിക്കാം. ಕೇಳ್ತಾ ಇರಬೇಕು. കർത്താവ് ഇച്ചിരി കൂടെ ഒരു കാക്കും കൂടെ ഇടയ്ക്ക് കൂട്ടിച്ചേർത്തായിരുന്നു. ಹಾಲೆಲೂಯ. ಕರ್ತನು ಅದ್ರ ಜೊತೆಯಲ್ಲಿ ಇನ್ನೂ ಸ್ವಲ್ಪ ಸೇರಿಸಿ ಹೇಳಿದ್ದಾರೆ. കേൾക്കുന്നുണ്ട്, ಕೇಳ್ತಾ ಇದ್ದಾರೆ. ചെവി ഉള്ളവൻ കേൾക്കണം. ಆದ್ರೆ ಕಿವಿ ಇರುವನು ಕೇಳಬೇಕು. ചെവിയും കൂടെ കൂട്ടി കർത്താവ് പറഞ്ഞു. നമ്മൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. ಆಮೇಲೆ കേൾക്കുന്നുണ്ട്, പക്ഷെ ചെവി ഇല്ല. ಆಮೇಲೆ ಕೇಳ್ತಾ ಇದ್ದಾರೆ, ಆ ಕಿವಿ ಇಟ್ಟು ಕೇಳ್ತಾ ಇಲ್ಲ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. കേൾക്കുന്നവർ മാത്രമായിരിക്കാതെ ನಾವು ಕೇಳುವವರು ಮಾತ್ರವಾಗಿರದೆ ചെയ്യുന്നവരും കൂടി ആയിരിപ്പി. ಅದು ಮಾಡುವವರು ಕೂಡ ಆಗಿರಬೇಕು. ആമേൻ. ಆಮೆನ್. അപ്പോൾ അവിടെ 1:25 എന്താ എഴുതിയിരിക്കുന്നത്? ಅಲ್ಲಿ 1ನೇ ಅಧ್ಯಾಯ 25ನೇ ವಾಕ್ಯ ಏನ್ ಹೇಳಿದ್ದಾರೆ? ನರಜಾತಿ ಎಲ್ಲ ಹುಲ್ಲಿನ ಹಾಗಿದೆ, ಅದರ ಪ್ರಭಾವವೆಲ್ಲ ಹೂವಿನಂತಿದೆ. ಹುಲ್ಲು ಒಣಗಿ ಹೋಗುವುದು, ಹೂ ಉದರಿ ಹೋಗುವುದು, ಕರ್ತನ ಮಾತು ಸದಾಕಾಲವೂ ಇರುವುದು. ദൈവത്തിന്റെ വചനം എന്നുവരെ ഉണ്ടാവും? ದೇವರ ವಾಕ್ಯವು ಯಾವಾಗ ಬರ ಇರುತ್ತದೆ? സദാകാലവും ഉണ്ടാകും. ಆಮೇನ್. ಸದಾಕಾಲವೂ ಇರುತ್ತದೆ. ദൈവത്തിന്റെ വചനം, ದೇವರ ವಾಕ್ಯವು സദാകാലവും ഉണ്ടാകും. ಆಮೇನ್. ಅದು ಎಂದೆಂದಿಗೂ ಇರುವುದು. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 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 ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു. ನಾನು ಹೋದ ದಿನಗಳಲ್ಲೆಲ್ಲ ಒಂದು ವಾಕ್ಯ ಈ ತರ ಹೇಳಿದ್ರು. ബൈബിളിലെ ആദ്യത്തെ വേർഡ്, ബൈബിളിൽ ಇರುವ ಮೊದಲನೇ ಪದವು ആമേൻ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ಆಮೇಲೆ ಆದಿಯಲ್ಲಿ ದೇವರು ಆಕಾಶವು ಭೂಮಿಯನ್ನು ಉಂಟು ಮಾಡಿದರು. സ്തോത്രം. ಆಮೇನ್. ആ 3 ഹീബ്രു വേർഡാണത്.
ಅದು 3 ಹೀಬ್ರೂ കഴിഞ്ഞ ಪದಗಳಾಗಿದೆ. ആഴ്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, അത് ജസ്റ്റ് അത് മാത്രം പറയുകയാണ് പല പ്രാവശ്യമായിട്ട്. ಹೋದ ವಾರ ನಾನು ಅದು ಹೇಳಿದ್ರು, ಮತ್ತೆ ನಾನು ಪದೇ ಪದೇ ರಿಪೀಟ್ ಮಾಡ್ತೀನಿ. ಅದು ആമേൻ. ബർഷീദ്, ಬರ್ಷೀದ, ബാര, ಹಾರ, എലോഹീം. ಎಲೋಹಿಮ್. സ്തോത്രം. ಆಮೆನ್. ഇതാണ് 3 വാക്ക്. ಇದಾಗಿದೆ 3 ಪದಗಳು. ഈ 3 പദത്തിന്റെ അകത്തും ಈ 3 ಪದಗಳ ಒಳಗಡೆ ബർഷീദ്, ಬರ್ಷೀದ್, ആദിയിൽ, ಆದಿ, ബാര, ಬಾರ സൃഷ്ടിച്ചു. ಸೃಷ್ಟಿ ಮಾಡಿದ್ರು. ആമേൻ. ആമേൻ. എലോഹീം, ಎಲೋಹಿಮ್, ദൈവം, ದೇವರು. സ്തോത്രം. ಆಮೆನ್. ഈ 3 പദത്തിലും ಈ 3 ಪದದಲ್ಲಿಯೂ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട്. ತಂದೆ, ಕುಮಾರ, ಪವಿತ್ರಾತ್ಮನುಂಡು. സ്തോത്രം. ആമേൻ. അതെപ്പോഴും ആമേൻ. ഈ ഹീബ്രു ഭാഷയുടെ ആമേൻ എന്താ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് പഠിക്കുമ്പോൾ അത് നമ്മൾ വെള്ളിയാഴ്ചയൊക്കെ അത് ചിന്തിക്കാം. അതവിടെ നിൽക്കട്ടെ. ಆಮೇಲೆ ಅಲ್ಲಲ್ಲಿ ಹೀಬ್ರೂ ಭಾಷೆಯ ನ್ಯೂಮರಿಕಲ್ ವರ್ಡ್ಸ್ ಇದೆ. ಅದು ಫ್ರೈಡೆ ಎಲ್ಲ ನಾವು ಕಲಿತಾ ಇರ್ತೀವಿ. ಅದು ಆ ವಿಷಯ ಅಲ್ಲೇ ಇರಲಿ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ಆದರೆ ദൈവം ഒരു വാക്കിനാൽ എല്ലാം ഉളവാക്കി. ದೇವರೊಂದು ಮಾತಿನಿಂದ ಎಲ್ಲಾನು ಸೃಷ್ಟಿ ಮಾಡಿದರು. ശ്രദ്ധിക്കണം. ಶ್ರದ್ಧೆಯಿಂದ ദൈവത്തിന്റെ ഒരു വാക്ക് ದೇವರ ಒಂದು ಮಾತು എപ്പോൾ പുറപ്പെടുന്നോ ಅದು ಯಾವಾಗ ಹೊರಡುತ್ತದೋ അപ്പോൾ അത് സംഭവിച്ചിരിക്കും. ಆಮೇಲೆ ಆಗ ಅದು ಸಂಭವಿಸುತ್ತದೆ. നമ്മൾ എത്ര കൂവിയാലും നടക്കത്തില്ല. ನಾವು ಎಷ್ಟೇ ಕೂಗಾಡಿದ್ರಲ್ಲಿ ಮೇಲೆ ನಡೆಯುವುದಿಲ್ಲ. ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഇന്നത്തെ മുഴുവൻ സമയം വിടുതലെന്ന് പറഞ്ഞാലും ദൈവം പറയാത്തതാണെങ്കിൽ വിടുതൽ നടക്കത്തില്ല. ಆಮೇಲೆ ನಾನು ಈ ಸ್ಟೇಜ್ ಅಲ್ಲಿ ನಿಂತ್ಕೊಂಡು ಪೂರ್ತಿಯಾಗಿ ಬಿಡುಗಡೆ ಬಿಡುಗಡೆ ಅಂತ ಹೇಳಿದ್ರಲ್ಲೂ ದೇವರು ಹೇಳಿಲ್ಲ പക്ഷേ ಅಂದ್ರೆ ಅದು ഞാൻ ನಡೆಯುವುದಿಲ್ಲ. തിരുവചനം പറയുമ്പോൾ ಆದ್ರೆ ನಾನು ದೇವರ ವಾಕ್ಯವನ್ನು ಹೇಳುವಾಗ അത് തിരുവചനമാണെങ്കിൽ, ಅದು ದೇವರ ವಾಕ್ಯವಾಗಿದ್ರೆ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ನಿಮಗೆ ನಂಬಿಕೆ ಇದ್ರೆ ആ വചനം സംഭവിച്ചിരിക്കും. ಆಮೇಲೆ ಆ ವಾಕ್ಯವು ಹಾಗೆ ಸಂಭವಿಸುತ್ತದೆ. സ്തോത്രം. ಆಮೇಲೆ അതുകൊണ്ട് ಆದ್ದರಿಂದ കേൾക്കുന്നവർ മാത്രമായിരിക്കാതെ ನೀವು ಕೇಳುವವರು ಮಾತ್ರವಾಗಿರದೆ റിസീവ് ചെയ്യുന്നവരും കൂടെ ആയിരിപ്പേ. ಆಮೇಲೆ ಅದನ್ನು ಹೊಂದಿಕೊಳ್ಳುವವರಾಗಿ ಕೂಡ ಇರಬೇಕು. സ്വീകരിക്കുന്നവരും കൂടെ ആയിരിപ്പേ. ಆಮೇಲೆ ವಾಕ್ಯವನ್ನು ಸ್ವೀಕಾರ್ಯ ಮಾಡುವವರಾಗಿ ಕೂಡ ಇರಬೇಕು. സ്വീകരിക്കുമ്പോഴാണ് അത് ഫലമായി മാറുന്നത്. ಆಮೇಲೆ ನಾವು ಸ್ವೀಕಾರ್ಯ ಮಾಡುವಾಗ ಆಗಿದೆ ಅದು ബലವನ್ನು ಕೊಡುವುದು. സ്തോത്രം. ಆಮೇಲೆ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ആമേ യാഹീം, പ്രൈസ് ലോർഡ്, YHIM, യാഹീം, അമേൻ അല്ലെങ്കിൽ യഹീം എന്നൊരൊറ്റ വേടിനാൽ എല്ലാത്തെയും ഉണ്ടാകട്ടെ. ಆಮೇಲೆ ಯಾಹೀಮ್ ಎಂದ ಒಂದು ಪದದಲ್ಲಿಂದ ದೇವರು ಎಲ್ಲದನ್ನು ಉಂಟಾಗಲಿ ಎಂದ ಮಾತಲ್ಲಿ ಸೃಷ್ಟಿ ಮಾಡಿದರು. God will do, ദൈവം ചെയ്യും. ಆಮೇಲೆ ದೇವರು ಮಾಡಿದರು. അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്, ദൈവം ഉണ്ടാക്കി. ಆಮೇಲೆ ದೇವರು ಅದನ್ನು ಉಂಟು ಮಾಡಿದರು. നോക്ക്, ಆಮೇಲೆ ദൈവം എല്ലാം നിത്യതയിൽ പ്ലാൻ ചെയ്തു. ಆಮೇಲೆ ದೇವರು ಎಲ್ಲ ನಿತ್ಯತೆಯಲ್ಲಿ ಪ್ಲಾನ್ ಮಾಡಿದರು. ആരുടെ കൂടെ? ಯಾರ ಜೊತೆಯಲ್ಲಿ? ആമേൻ. നാം നമ്മുടെ സാദൃശ്യത്തിൽ, ನಾವು ನಮ್ಮ ಸಾದೃಶ್ಯದಲ್ಲಿ. പ്രൈസ് ലോർഡ്. ಆಮೇಲೆ ആമേൻ. അവൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ಆತನ ಭೂಮಿಗೆ ಅಡಿಸ್ಥಾನ ಇಡುವಾಗ ഞാൻ അവന്റെ അടുക്കൽ ആരായിരുന്നു? ശില്പിയായിരുന്നു. ನಾನು ಆತನ ಹತ್ರ ಒಂದು ಶಿಲ್ಪಿಯಾಗಿತ್ತು. യഹോവസാക്ഷിക്കാർ വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കണം. ആ വാക്കും പറഞ്ഞോണ്ട് വന്നാൽ എന്നെ വിളിച്ചേക്കണം. ദൈവത്തിന് സ്തോത്രം. ಯೆಹೋವ ಸಾಕ್ಷಿಯವರು ಈ ವಾಕ್ಯವನ್ನು ಎತ್ತಿಕೊಂಡು ಬಂದ್ರೆ ನನ್ನನ್ನು ಕರೀಬೇಕು. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനകത്ത് ഇച്ചിരി ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ಅದರಲ್ಲಿ ಸ್ವಲ್ಪ ಟ್ರಾನ್ಸ್ಲೇಷನ್ ഞാൻ ശില്പിയായിരുന്നു. ನಾನು ಅದರಲ್ಲಿ ಶಿಲ್ಪಿ ಆಗಿತ್ತು എന്ന് പറഞ്ഞാൽ ಎಂದು ಹೇಳಿದರೆ യേശു ആർക്കിടെക്ടർ ആയിരുന്നു. ಆಮೇಲೆ ಯೇಸು ಸ್ವಾಮಿ ಒಂದು ಆರ್ಕಿಟೆಕ್ಟ್ ಆಗಿದ್ರು. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുള്ള സദസ്സിൽ ತಂದೆ, ಕುಮಾರ, ಪವಿತ್ರಾತ್ಮನಿರದ ഞാൻ ಸದಸ್ಯರೇ ശില്പിയായിരുന്നു. ಆತನೊಂದು ಶಿಲ್ಪಿಯಾಗಿತ್ತು. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഇതെല്ലാം വന്നിട്ട് ದೇವರ ಹೃದಯ ಒಳಗಡೆ ಇದೆಲ್ಲ ಬಂದು ഒരു വാക്ക് പുറപ്പെടുകയാണ്. ಒಂದು ಮಾತು ಹೊರಡಿ ಬರ್ತಾ ಇದೆ. ഉണ്ടാകട്ടെ. ಆಮೇಲೆ ಅದು ಉಂಟಾಗಲಿ. യഹീം. ಆಮೇಲೆ ಯಹೀಮ್. അപ്പോൾ എല്ലാം ഉണ്ടായി വരികയാണ്. ಹಾಗ ಎಲ್ಲ ಉರುವಾಗಿ ಬರ್ತಾ ಇದೆ. ദൈവത്തിന്റെ വചനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ದೇವರ ವಾಕ್ಯಕ್ಕೆ ಏನ್ ಮಾಡಕ್ಕೆ ಸಾಧ್ಯ? ദൈവത്തിന്റെ വചനം ആമേൻ എന്നും ഉണ്ടാക്കുന്ന വചനമാണ്. ಆಮೇಲೆ ದೇವರ ವಾಕ್ಯವು ಯಾವತ್ತೂ ಹಾಲಲ್ಲಿ ಉಂಟು ಮಾಡುವುದ ವಾಕ್ಯ ಆಗಿದೆ. ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്ന വചനമാണ്. ಇಲ್ಲದರದ ವಿಷಯಗಳನ್ನು ಉರುವಾಕುವುದಾಗಿದೆ ದೇವರ ವಾಕ್ಯವು. Praise the Lord. ಆಮೆನ್. എവിടുന്നാ ദൈവം എല്ലാത്തിനെയും ഉണ്ടാക്കിയേ? ಎಲ್ಲಿಂದಾಗಿದೆ ದೇವರೆಲ್ಲಾನು ಉಂಟು ಮಾಡಿದ್ದು? ബൈബിൾ പറയുന്നു, ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಬೈಬಲಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, അവിടുന്ന് ശൂന്യതയിൽ നിന്ന് എല്ലാം ഉണ്ടാക്കിയെടുത്തു. ಆತನ ಶೂನ್ಯದಿಂದ ಎಲ್ಲ ಹಲ್ಲೆಲೂಯಾ ಉಂಟು ಮಾಡಿದನು. സ്തോത്രം. ಆಮೆನ್. നമുക്ക് മണ്ണും കല്ലും ഒക്കെ വേണം.
ನಮಗೆ ಮಣ್ಣು ಕಲ್ಲು ಎಲ್ಲ ಬೇಕು, ദൈവത്തിന് ഒന്നും വേണ്ട. ಆದ್ರೆ ದೇವರಿಗೆ ಏನು ಬೇಕಾಗಿಲ್ಲ. Praise the Lord. ಆಮೆನ್. ദൈവത്തിന് എന്ത് വേണ്ട? ದೇವರಿಗೆ ಏನ್ ಬೇಡ? ദൈവത്തിന് ഒന്നും വേണ്ട. ದೇವರಿಗೆ ಯಾವುದೇ ವಸ್ತು ಬೇಕಾಗಿಲ್ಲ. നമ്മളിൽ ഒരു സൃഷ്ടിപ്പ് നടത്താൻ ನಮ್ಮನ್ನೊಂದು ಸೃಷ್ಟಿ ಮಾಡೋದಕ್ಕೆ ദൈവത്തിന് ഒന്നും വേണ്ട. ದೇವರಿಗೆ ಏನು ಬೇಕಾಗಿಲ್ಲ. ദൈവത്തിന് മനസ്സുണ്ടായാൽ മതി. ದೇವರಿಗೆ ಮನಸ್ಸಿದ್ರೆ ಸಾಕು. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ಕರ್ತನೊಂದು ಮಾತು ಹೇಳಿದ್ರೆ ಸಾಕು. അല്ലേ? പ്രൈസ് ആ ശതാധിപൻ പറഞ്ഞ പോലെ, പ്രൈസ് ലോർഡ്, നീ എന്റെ പെരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആമേൻ, എന്റെ കുഞ്ഞ് നേരെ ആയിക്കൊള്ളും. പ്രൈസ് ലോർഡ്. ഒരു വാക്ക് പുറപ്പെട്ടാൽ മതി. ಒಂದು ಮಾತು ಹೊರಡಿ ಬಂದರೆ ಸಾಕು. സ്തോത്രം, ಆಮೆನ್, സ്തോത്രം. ആ വാക്ക് ഇന്ന് പകൽക്കാലം പുറപ്പെടണം. ಆಮೆನ್. ಆ ಮಾತು ಇವತ್ತು ಆಲಿತನೆ ಬೆಳೆಯಲ್ಲಿ ಹೊರಡಿ ಬರಬೇಕು. സംസാരിക്കണം, ಕರ್ತನು ಮಾತಾಡಬೇಕು. ദൈവത്തിന്റെ കരം നീട്ടപ്പെടണം. ಆಮೆನ್. ದೇವರ ಕರವನ್ನು ನೀಟಲ್ಪಡಬೇಕು. ഹല്ലേലൂയ. ಆಮೆನ್, ആമേൻ. ಆಮೆನ್. യെശയ്യാവ് പറഞ്ഞ പോലെ, യെശയ്യാവನು ಹೇಳಿದ ರೀತಿಯಲ್ಲಿ യഹോവയുടെ ഭുജം ಯೆಹೋವನ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ಯಾರಿಗೆ ಪ್ರಕಟವಾಗಿದೆ? യഹോവയുടെ ഭുജം ആരാണ്? ಯೆಹೋವನ ಭುಜವು ಯಾರಾಗಿದ್ದಾರೆ? നമ്മുടെ യേശു കർത്താവാണ്. ನಮ್ಮ ಯೇಸು ಕರ್ತನಾಗಿದ್ದಾರೆ. Praise the Lord. ಆಮೆನ್. ക്രിയേറ്റർ. ಆಮೆನ್. ಆತನು ಕ್ರಿಯೇಟರ್ ಆಗಿದ್ದಾರೆ. ഹല്ലേലൂയ. ദൈവം ഉണ്ടാക്കി എല്ലാത്തെയും. ದೇವರೆಲ್ಲವನ್ನು ಉಂಟು ಮಾಡಿದರು. ഒരു ചെറിയ ഒരു 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 കഥ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കർത്താവ് ഉപയോഗിച്ചു. ಹಾಲೆಲ್ಲ ಚಿಕ್ಕದೊಂದು ಎಕ್ಸಾಂಪಲ್ ದೇವರು നമ്മുടെ കർത്താവ് ನಮ್ಮ ಕರ್ತನು എല്ലാ കാര്യങ്ങളും പറഞ്ഞത് യഹൂദ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാ. എല്ലാ വിഷയങ്ങളും ಹೇಳಿದ್ದು ಯಹೂದ ಬ್ಯಾಕ್ಗ್ರೌಂಡ್ കുറേ ಇಟ್ಕೊಂಡಾಗಿದೆ. കാര്യങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് ബൈബിൾ മനസ്സിലാവുള്ളൂ. ನಾವು ತುಂಬಾ ವಿಷಯಗಳು ಇಸ್ರಾಯೇಲಿನ ಕುರಿತಾಗಿ ಕಲಿತರೆ ಮಾತ್ರನೇ ನಮಗೆ ಬೈಬಲ್ ಪೂರ್ತಿಯಾಗಿ ಅರ್ಥವಾಗುವುದು. Praise the Lord. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ആമേൻ. ಆಮೆನ್. ചിലർക്ക് ഇസ്രായേൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. ಕೆಲವರಿಗೆ ಇಸ್ರಾಯೇಲ್ ಅಂತ ಕೇಳಿದ್ರೆ ಬಹಳ ಕೋಪ ಉಂಟಾಗುತ್ತದೆ. സ്തോത്രം. ಆಮೆನ್. അവരെ വെട്ടി എവിടെ വെച്ചാ? ಅವ್ರನ್ನ ಕಡಿದರು. ಎಲ್ಲಿ? എവിടെ വെച്ചാ? ಎಲ್ಲಿ? യേശുവിന്റെ കാലത്തിങ്കൽ വെച്ച്. ಆಮೆನ್. ಯೇಸು ಸ್ವಾಮಿಯ ಕಾಲದಲ್ಲಿ. സ്തോത്രം. ಆಮೆನ್. എന്നിട്ട് നമ്മളെ കൂട്ടി ഒട്ടിച്ചു. ಆಮೆನ್. ನಂತರವಾಗಿ ನಮ್ಮನ್ನ ಸೇರಿಸಿ ಅಂಟಿಸಿದರು. വേറെ ആരാണ്? ಆಮೆನ್. ಬೇರು ಯಾರಾಗಿದ್ದಾರೆ? വേറെ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഇസ്രായേൽ തന്നെയാണ്. ಆಮೆನ್. ಹಾಲೆಲೂಯಾ. നമ്മൾ അതിന്റെ മുകളിൽ നിൽക്കുന്നതേ ഉള്ളൂ. ಬೇರು ಅಬ್ರಹಾಮ ಇಸ್ಹಾಕು ಇಸ್ರಾಯೇಲ್ ಆಗಿದೆ, ಆದ್ರೆ ನಾವು ಕೊಂಬೆ ಮೇಲೆ ನಿಂತಿದ್ವಿ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. അത് വേറെ വിഷയമാണ്. ಅದು ಬೇರೆ ವಿಷಯವಾಗಿದೆ. ജസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ಜಸ್ಟ್ ಹೇಳುವಾಗ ಹೇಳಿದ കർത്താവ് ഒരു വാക്യം ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തു. ಕರ್ತನು ಒಂದು ವಾಕ್ಯವ ಶಿಷ್ಯರಿಗೆ ಹೇಳಿಕೊಟ್ಟಿದ್ದರು. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ಬಿತ್ತುವವನು ಬೀಜವನ್ನು ಬಿತ್ತೋದಕ್ಕಾಗಿ എന്താണ് ಹೋಗಿದ್ರು. വിത? ಏನಾಗಿದೆ ಗಿಡ? എന്താണ് വിത്ത്? ಏನಾಗಿದೆ ಬೀಜ? ദൈവത്തിന്റെ വചനമാണ് വിത്ത്. ಆಮೆ ದೇವರ ವಾಕ್ಯವಾಗಿದೆ ಆ ಬಿತ್ತು. ചിലത് നല്ല സ്ഥലത്ത് വീണു. ಕೆಲದು ಒಳ್ಳೆ ಜಾಗದಲ್ಲಿ ಬಿತ್ತು. നല്ല സ്ഥലത്ത് വീണപ്പോൾ എത്ര കായ്ച്ചത്? ಒಳ್ಳೆ ಜಾಗದಲ್ಲಿ ಬೀಳುವಾಗ ಎಷ್ಟು ಮಟ್ಟಿಗೆ ಬಲವನ್ನು ಕೊಟ್ಟಿದ್ರು? 100, 60, 60, 30. നല്ല സ്ഥലത്ത് വീണാലും ചിലത് 30 കായ്ക്കുള്ളൂ. ആമെ ಒಳ್ಳೆ നിലം നല്ലതാ, കുഴപ്പമൊന്നുമില്ല. ಆಮೆ ನೆಲವೆಲ್ಲ ಒಳ್ಳೆದಾಗಿದೆ, കാ കൊടുക്കത്തില്ല, അത്രേ ഉള്ളൂ. ಆದ್ರೆ ಕೆಲವು ഫലം കൊടുക്കത്തില്ല. ಆಮೆ ಅದು ಫಲವನ್ನು ಕೊಡುವುದಿಲ್ಲ. സ്തോത്രം. ಆಮೆನ್. എന്നാൽ നല്ല സ്ഥലത്ത് ಒಳ್ಳೆ ಜಾಗದಲ್ಲಿ വീണ ചിലത് ಬಿತ್ತಿದ ಕೆಲವುದು 100 മേനി ഫലം കൊടുത്തു. 100ರಷ್ಟು ഫലವನ್ನು ಕೊಟ್ಟಿದರು. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് അവരോട് സിമ്പിൾ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. നമ്മളാണെങ്കിൽ പറയും, നമ്മുടെ അടുത്ത് ഒരാള് ആമേൻ നെല്ല് വിതയ്ക്കാൻ പോയി. ಹಾಲೆಲ್ಲ ನಮ್ಮ ಹತ್ರ ಒಬ್ರು ಹಾಲೆಲ್ಲ ಬಿತ್ತನೆ ಬೀಜವನ್ನು ಬಿತ್ತುವುದಕ್ಕಾಗಿ ಹೋದ್ರು. കുറച്ച് വഴിയരികെ വീണു. ಸ್ವಲ್ಪ ದಾರಿ ಮಕ್ಕಲ್ಲಿ ಬಿತ್ತು. കല്ലിനടക്കും മുള്ളിനടക്കെ പോയി. ಕೆಲವು ಕಲ್ಲು ಮತ್ತೆ ಮುಳ್ಳು ಗಿಡಗಳ ಮಧ್ಯದಲ್ಲಿ ಹೋಯಿತು. കുറച്ച് നല്ല നിലത്ത് വീണു. ಸ್ವಲ್ಪ ಒಳ್ಳೆ ಜಾಗದಲ್ಲಿ ಬಿದ್ದಿದೆ, ഫലം കൊടുത്തു. ಅದು ಫಲವನ್ನು ಕರ್ತನು ಅದಾಗಿದೆ ಹೇಳಿದು. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ಅಲ್ಲಿ ಬಿತ್ತುವನು ಬೀಜವನ್ನು ಬಿತ್ತುವುದಕ್ಕಾಗಿ ಹೋಗಿದರು. ഓരോ സ്ഥലങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ಒಂದೊಂದು ಜಾಗವನ್ನು ಆತನು ಹೇಳಿ ಬಂದಿದ್ದಷ್ಟೇ. സ്ഥലങ്ങളല്ല ഇവിടെ പ്രധാനം. ಆಮೇ ಇದು ಜಾಗವಲ್ಲ ಇಲ್ಲಿ ಮುಖ್ಯವಾಗಿ ಇರುವುದು. ആമേൻ. വചനം വിതയ്ക്കപ്പെട്ടാൽ, ಆಮೇ ವಾಕ್ಯವನ್ನು ಬಿತ್ತಿದ അത് നല്ല നിലത്ത് വീണാൽ, ಅದು ಒಳ್ಳೆ ನೆಲದಲ್ಲಿ ಬಿತ್ತರೆ അതിന് ഒരു ഫലമുണ്ടാകും. ಆಮೇ ಅದಕ್ಕೆ ಒಂದು ಫಲವನ್ನು ഇതാണ് യേശു പറഞ്ഞത്. ಅದಾಗಿದೆ ಯೇಸು ಕ್ರಿಸ್ತ. ചിലപ്പോൾ അത് 100 മേനിയായിരിക്കാം. ಆಮೇ ಕೆಲಸರಿ ಅದು 100ರಷ್ಟು ಫಲ ಕೊಡಬಹುದು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. വചനം വിതയ്ക്കപ്പെട്ടാൽ, ವಾಕ್ಯವನ್ನು ആമേൻ, അതിനൊരു ഫലം ഉണ്ടായേ ഉണ്ടാകും. ಫಲ ಉಂಟಾಗಲೇಬೇಕು. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഓരോ ദിവസങ്ങളിലും ಒಂದೊಂದು ದಿನಗಳಲ್ಲಿ സഭയുടെ അകത്തും
ಸಭೆಯ ಒಳಗಡೆ, സഭയുടെ പുറത്തും, ಸಭೆಯ ಆಚೆಯು, ആമേ ഗ്രാമങ്ങളിലും, ಆಮೆ ಗ್ರಾಮಗಳಲ್ಲಿ, പട്ടണങ്ങളിലും, ಹಾಲೆಲೂಯ, ಪಟ್ಟಣಗಳಲ್ಲಿ, എല്ലായിടത്തും വചനം വിതയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ಆಮೆ ಎಲ್ಲ ಕಡೆ ಜಾಗದಲ್ಲಿ നമുക്കൊരു കാര്യം അറിയാം, നമുക്കൊരു കാര്യം അറിയാം, ನಮಗೊಂದು ವಿಷಯ ಗೊತ್ತುಂಟು. നല്ല സ്ഥലത്ത് വീഴുന്നതൊക്കെയും മുളച്ചിരിക്കും. ಆಮೆ ಒಳ್ಳೆ ಸ್ಥಳದಲ್ಲಿ ಬೀಳುವುದೆಲ್ಲ ಮೊಳಕೆ ಬರುತ್ತದೆ. സ്തോത്രം. ಆಮೆ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ആമേൻ, നമ്മൾ ഇവിടെ വിതയ്ക്കുകയാണ് അല്ലേ, വചനം വിതയ്ക്കുക. ಆಮೆ ನಾವಿಲ್ಲಿ ವಾಕ್ಯವನ್ನು ಬಿತ್ತುತ್ತಾ ಇದ್ದಾರೆ. വചനത്തിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. ವಾಕ್ಯ ಒಳಗಡೆ ಎಲ್ಲ ಇದೆ. വചനം എന്തിനൊക്കെയാണ്? ವಾಕ್ಯ ಏನಕ್ಕೆಲ್ಲ ಇದೆ? ഗുണീകരണത്തിന്, ಅದು ನಮ್ಮನ್ನು ಸರಿಪಡಿಸುವುದಕ್ಕೆ, ശാസനയ്ക്ക്, ಅದು ನಮ್ಮ ಶಾಸನ ಮಾಡುವುದಕ್ಕೆ, നീതിയുടെ അഭ്യാസനത്തിന്, ಆಮೆ ನೀತಿ ಅಭ್ಯಾಸ ಮಾಡೋದಕ್ಕೆ, അപ്പൊ അതെല്ലാം നടക്കും. ಅದೆಲ್ಲ ನಡೀತಾ ಇರುತ್ತದೆ. ശാസനയും ഫലമാണ്. ಆಮೆ ನಮ್ಮನೆ ಶಾಸನೆ ಮಾಡೋದು ಫಲವಾಗಿದೆ. സ്തോത്രം. ಆಮೆ. ഇപ്പൊ നമ്മൾ പറയാണ്, ಈಗ ನಾವು ಹೇಳ್ತಾ ಇರ್ತೇವೆ, കർത്താവിനെ ഇനി അടിക്കണ്ട, ಕರ್ತನು ನನ್ನನ್ನು ಓಡಿಬೇಡಿ. അതോടുകൂടി നമ്മുടെ കഥ തീർന്നു. ಅದರಿಂದ ನಮ್ಮ ಕಥೆಯನ್ನು ಅಲ್ಲಿ ಸ್ಟಾಪ್ ಆಗುತ್ತೆ. മനസ്സിലായോ? ಹೇಳದ ಅರ್ಥ ಆಗಿದೆಯಾ? കർത്താവെ ഞാൻ തെറ്റ് ചെയ്യും, ಕರ್ತನೆ ನಾನು ತಪ್ಪು ಮಾಡ್ತೀನಿ, കർത്താവിനെ അടിക്കല്ലേ. ಆದ್ರೆ ಕರ್ತನು ನನ್ನನ್ನು ಶಿಕ್ಷೆ അതോടുകൂടി നമ്മൾ നരകം ഉറപ്പിച്ചു. ಆಮೆ. ಅದು ಮೂಲಕವಾಗಿ ನಾವು ನರಕಕ್ಕೆ ದೃಢಪಡಿಸಿದೀವಿ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മളെ നേരെയാക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ശിക്ഷിക്കുന്നത്. ಆಮೆ. ನಮ್ಮನ್ನು ಸರಿಪಡಿಸೋದಕ್ಕೋಸ್ಕರವಾಗಿದೆ ಕರ್ತನು ನಮಗೆ ಶಿಕ್ಷೆ ಕೊಡುವುದು. വചനം നമ്മളെ ഗുണീകരിക്കും, ಆಮೆ. ವಾಕ್ಯವು ನಮಗೆ ಗುಣೀಕರಣ ಮಾಡ್ತಾರೆ, ശാസിക്കും, ಅದು ನಮಗೆ ಶಾಸನೆ ಮಾಡ್ತಾರೆ, നീതിയുടെ അഭ്യാസനം തരും, ಅದು ನೀತಿಗೆ ಅಭ್ಯಾಸ ಮಾಡ್ತಾರೆ, ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ പൂർണ്ണരാക്കി മാറ്റും. ಆಮೆ. ಒಂದು ಮನುಷ್ಯನನ್ನು ಕ್ರಿಸ್ತನಲ್ಲಿ ಸಂಪೂರ್ಣನಾಗಿ ಮಾರ್ಪಡಿಸುತ್ತಾರೆ. ಆಮೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ಸ್ತೋತ್ರ. എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോടെ, ಎಲ್ಲರೂ പ്രാർത്ഥനയോടെ കേൾക്കണേ. ಪ್ರಾರ್ಥನೆಯಿಂದ ಕೇಳಬೇಕು. ഹല്ലേലൂയ. ಆಮೆ. നിങ്ങളുടെ സ്തോത്രം വളരെ ആവശ്യമാണ്. ಆಮೆ. ನೀವು ಸ್ತೋತ್ರ ಹೇಳ್ತಾ ಇರಬೇಕು, ಬಹಳ ಅವಶ್ಯಕತೆ ಆಗಿದೆ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ಯಾವಾಗ ಹೇಳ್ತೀವಿ ನಾನು, യെരൂശലേം ദേവാലയത്തിനകത്ത്, ಯೆರೂಸಲೇಮ್ ದೇವಾಲಯದ ಒಳಗಡೆ, ആമേൻ, അപ്പത്തിന്റെ ഒരു മേശയുണ്ട്. ಆಮೆ ರೊಟ್ಟಿಯ ಒಂದು ಮೇಜೆ ಉಂಟು. അതിന് തൊട്ടിപ്പുറത്ത് ಅದರಿಂದ ಪಕ್ಕದಲ್ಲಿ ധൂപപീഠമുണ്ട്. ಅದಕ್ಕೆ ಧೂಪ ಪೀಠ ಉಂಟು. അപ്പം ഉണ്ടെങ്കിൽ ಅಲ್ಲಿ ರೊಟ್ಟಿ ಇದ್ರೆ അതിനിപ്പുറത്ത് ധൂപപീഠമുണ്ട്. ಅದು ಪಕ್ಕದಲ್ಲಿ ಧೂಪ ಪೀಠವು ಉಂಟು. ധൂപപീഠം ಧೂಪ ಪೀಠವು പ്രാർത്ഥനയെയും ಅದು ಪ್ರಾರ್ಥನೆಯನ್ನು, സ്തുതി സ്തോത്രത്തെയും കാണിക്കുക. ಸ್ತುತಿ ಸ್ತೋತ್ರಗಳನ್ನು ತೋರಿಸುತ್ತಾ ಇದ್ದಾರೆ. അപ്പം ಅಪ್ಪ ರೊಟ್ಟಿಯು ദൈവത്തിന്റെ വചനത്തെ കാണിക്കുക. ಅದು ದೇವರ ವಾಕ್ಯವನ್ನು അത് ತೋರಿಸುತ್ತಾ എല്ലാ ಇದ್ದಾರೆ. ദിവസവും മാറ്റിക്കൊണ്ടിരിക്കും. ಅದು ದಿನಾಲೂ ಅದು ಚೇಂಜ್ ಮಾಡ್ತಾ ಇರ್ತಾರೆ. Praise the Lord. ಆಮೆನ್. അപ്പോൾ ദൈവം എല്ലാ ദിവസവും ದೇವರು ಎಲ್ಲ ದಿನವೂ പുതിയ മന്ന തരാൻ ആഗ്രഹിക്കുന്നു. ಹೊಸ ಮನ್ನೆಯನ್ನು ಕೊಡುವುದಕ್ಕೆ ಇಷ್ಟಪಡ್ತಾರೆ. ആഗ്രഹിക്കുന്നവർക്ക് ദൈവം പുതിയ മന്ന തരാൻ ಆಮೆ. ആഗ്രഹിക്കുന്നു. ಇಚ್ಛೆ ಪಡುವವರಿಗೆ ದೇವ ಹೊಸ ಮನ್ನೆಯನ್ನು ಕೊಡ್ತಾ ಇರ್ತಾರೆ. സ്തോത്രം. ആമേൻ. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ದೇವರ ಹತ್ರ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. ദൈവം ഇന്ന് എന്തായിരിക്കും എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? ದೇವರು ಇವತ್ತು ಏನಾಗಿರ್ಬೋದು ನನ್ನೊಟ್ಟಿಗೆ ಮಾತಾಡೋದಕ್ಕೆ ಇಚ್ಛೆ ಪಡ್ತಾ ಇರುವುದು. Praise the Lord. ಆಮೆನ್. സ്തോത്രം. Hallelujah. ഒരു സഭയോടുള്ള ദൂത്, ಒಂದು ಸಭೆಯೊಟ್ಟಿಗೆ ಇರುವ ದೂದು, സഭയുടെ ദൂതനാണ് ദൈവം കൊടുക്കുക. ಆಮೆ. ಸಭೆಯ ದೂತನಿಗಾಗಿ സഭയുടെ ദൂതനാരാണ്? ಸಭೆಯ ದೂತನು സഭയുടെ ಹಾರಾಗಿದ್ದಾರೆ. ശുശ്രൂഷക്കാരനാണ്. ಆಮೆ. ಸಭೆಯ ಶುಶ್ರೂಷೆ ഒരു ಮಾಡಬರಾಗಿದ್ದಾರೆ. ഗസ്റ്റ് പാസ്റ്ററിനും ಯಾವುದೇ ಗೆಸ್ಟ್ ಪಾಸ್ ദൈവം ഒരു സഭയ്ക്കുള്ള ദൂത് കൊടുക്കത്തില്ല. ದೇವರೊಂದು ಸಭೆಗೆ ಬೇಕಾಗಿರುವ ದೂದು ಕೊಡುವುದಿಲ್ಲ. ആ ദൂത് കൊടുക്കുന്നത് സഭാ പാലകന്റെ കയ്യിലാണ്. ಆಮೆ. ಆ ದೂದನ್ನು ದೇವರು ಕೊಡುವುದು ಸಭಾ ಪಾಲಕನ ಕೈಯಲ್ಲಿ ಆಗಿದೆ. എന്താ സംസാരിക്കേണ്ടതെന്ന് ദൈവത്തിന് അറിയാം. ಆಮೆ. ಇವತ್ತೇನ್ ಮಾತಾಡಬೇಕು ಎಂಬುದಾಗಿ ದೇವರಿಗೂ ഇതിലും ಗೊತ್ತುಂಟು. നല്ലൊരു വചനം എന്റെ കയ്യിൽ കിട്ടി രാത്രിയിൽ. ಆಮೆ. ಇದಕ್ಕಿಂತ ಒಳ್ಳೆ ಒಂದು ವಾಕ್ಯ ದೇವರು പക്ഷേ ನನಗೆ ഞാനത് ಕೊಟ್ಟಿದ್ರು. എടുത്തില്ല. ಆದ್ರೆ ನಾನು ಅದು ഞാൻ ತಗೊಂಡಿಲ್ಲ. വചനം നല്ലത് നോക്കിയല്ല പറയുന്നത്. ನಾನು ವಾಕ್ಯ ಒಳ್ಳೆದಂತ ಆರಿಸಿಕೊಂಡಲ್ಲ ಹೇಳೋದು. ദൈവാത്മാവിനെ പ്രേരിപ്പിച്ച കാര്യമാണ് പറയുന്നത്. ದೇವರಾತ್ಮನ ನನಗೆ ಪ್ರೇರೇಪಣೆ ಕೊಟ್ಟಿದ್ದಾಗಿದೆ ಹೇಳ್ತಾ ಸ್ತೋತ್ರ. ಇರುವುದು. ಆಮೆ. അപ്പോൾ ಹಾಗ എവിടെയൊക്കെ ഫലം കായ്ക്കപ്പെടുന്നില്ലയോ, ಎಲ್ಲೆಲ್ಲಿ ಫಲವನ್ನು ಕೊಡ್ತಾ ಇಲ್ಲವೋ അവിടെയൊക്കെ നിലത്തിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ಅಲ್ಲೆಲ್ಲ ಆ ಜಾಗಕ್ಕೆ, ಆ ನೆಲಕ್ಕೆ ಏನೋ ಒಂದು ತೊಂದರೆ ಉಂಟು. ഈ പുള്ളിക്കാരൻ എന്താ ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ ചോദിക്കും അല്ലേ? ಆಮೆ. ಈ ವ್ಯಕ್ತಿ ಯಾಕೆ ಈ ತರ ഇവരെന്താണ് ഇങ്ങനെ ഇരിക്കുന്നേ? ಈ ವ್ಯಕ್ತಿ ಯಾಕೆ ಈ ತರ ಕೂತಿದ್ದಾರೆ? ഒരു മാറ്റവും ഇല്ലല്ലോ, ಯಾವುದೇ ಬದಲಾವಣೆ ಇಲ್ಲല്ലോ. സ്തോത്രം. ಆಮೆ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ನಾನು ನನ್ನೆ ಹೇಳಿದ್ರಲ್ಲ, സൺഡേ വിശ്വാസിയാണ്. ಸಂಡೇ ವಿಶ್ವಾಸಿ ಆಗಿದೆ, മൺഡേ ടു സാറ്റർഡേ വിശ്വാസിയല്ല. ಮಂಡೇ ಟು ಸ್ಯಾಟರ್ಡೆ ವಿಶ್ವಾಸಿಯೇ നമ്മൾ ಅಲ್ಲ. ആകേണ്ടത് മൺഡേ ടു സാറ്റർഡേ വിശ്വാസിയാണ്. ನಾವು ಮಂಡೇ ಟು ಸ್ಯಾಟರ್ಡೆ ವಿಶ್ವಾಸಿ ಆಗಬೇಕು. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ സൺഡേ വിശ്വാസി അല്ല ആകേണ്ടത്. ನಾವು ಸಂಡೇ ಮಾತ್ರ ವಿಶ್ವಾಸಿ ಅಲ್ಲ ಆಗಬೇಕಾಗಿರೋದು. എന്താണ് മാറ്റമില്ലാത്തത്? ಏನಾಗಿದೆ ಬದಲಾವಣೆ ಇಲ್ಲದಿರುವುದು? ഒറ്റ വിഷയമേ ഉള്ളൂ. ಒಂದೇ ವಿಷಯವೇ. ആമേൻ. നിലം നന്നായിട്ടില്ല. ಆಮೆ. ನಮ್ಮ ನೆಲಗಳು ಚೆನ್ನಾಗಿ ಇಟ್ಕೊಂಡಿಲ್ಲ. സ്തോത്രം. ಆಮೆ. നിലം നന്നായാൽ ಆಮೆ. ನೆಲಗಳನ್ನು ಚೆನ್ನಾಗಿ ಆಗಿದ್ರೆ
ഒത്തിരി കാര്യങ്ങൾ നടക്കും. ಆಮೇ ತುಂಬಾ ಬಲವನ್ನು ಉಂಟಾಗುತ್ತದೆ. സ്തോത്രം. ಆಮೇ ശ്രദ്ധിക്കണേ. ಶ್ರದ್ಧೆಯಿಂದ ಇರಬೇಕು. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. നമ്മൾ ആദ്യം ചിന്തിച്ചത് ನಾವು ಮೊದಲನೇದಾಗಿ ಚಿಂತೆ ಮಾಡಿದ್ದು ദൈവം തന്റെ വചനത്താൽ എല്ലാത്തെയും ഉളവാക്കി. ದೇವರು ತನ್ನ ವಾಕ್ಯ ಮೂಲಕವಾಗಿ ಎಲ್ಲವನ್ನು ರೂಪಿಸಿದರು. എന്നിട്ട് ನಂತರವಾಗಿ ഈ വചനം കൊണ്ട് തന്നെ ಈ ವಾಕ್ಯ ಮೂಲಕವಾಗಿನೇ ദൈവം എല്ലാത്തെയും വഹിക്കുകയാണ്. ಆಮೇ ಈ ವಾಕ್ಯ ಮೂಲಕವಾಗಿ ದೇವರು ಎಲ್ಲಾನು ವಹಿಸುತ್ತಾ ಇದ್ದಾರೆ. സ്തോത്രം. ಆಮೇ ഹല്ലേലൂയ. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിലാണ് എഴുതിയിരിക്കുന്നത്, ಇಬ್ರಿಯ ಪತ್ರಿಕೆಯಲ್ಲಿ ಆಗಿದೆ ಅದು തന്റെ ಬರೆದದ್ದು. ശക്തിയുള്ള വചനത്താൽ 1:3 ಆಮೇ 1ನೇ ಅಧ್ಯಾಯ 3ನೇ ವಾಕ್ಯದಲ್ಲಿ ತನ್ನ ಶಕ್ತಿ ಇರುವ എല്ലാം ವಾಕ್ಯದಿಂದ ദൈവം വഹിച്ചിരിക്കുകയാണ്. ಎಲ್ಲವನ್ನು ದೇವರು ವಹಿಸುತ್ತಾ ಇದ್ದಾರೆ. സ്തോത്രം. ആമേൻ. വായിച്ച 1:3. 1ನೇ ಅಧ್ಯಾಯ 3ನೇ ವಾಕ್ಯ ಇಬ್ರಿಯ ಪತ್ರಿಕೆ. പ്രൈസ് ദി ലോർഡ്. ആ ആ ಉಳ್ಳವನಾಗಿ ಈ ಪತ್ರಿಕೆಯನ್ನು ನಿಮಗೆ ಬರೆದಿದ್ದೇನೆ. ನಾನು ಎಲ್ಲದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಾಗಿ ಮಾಡುವೆ ಎಂದು ಗೊತ್ತು. എബ്രായ ലേഖനം 1:3 വായിക്കുന്നത്. ಮೂರನೇ ವಾಕ್ಯ 2 മുതൽ വായിച്ചേ. ಮಲಯಾಳತೆ 3. ವಿಧ ವಿಧವಾಗಿಯೂ ಮಾತಾಡಿದ ದೇವರು ಈ ಅಂತ್ಯ ದಿನದಲ್ಲಿ ನಮ್ಮ ಸಂಗಡ ಮಗನ ಮುಖಾಂತರವಾಗಿ ಮಾತಾಡಿದ್ದಾನೆ. ಈತನನ್ನು ಎಲ್ಲಕ್ಕೂ ಬಾಧ್ಯನಾಗಿ ನೇಮಿಸಿದನು. ಈತನ ಮೂಲಕವೇ ಜಗತ್ತನ್ನು ಉಂಟು ಮಾಡಿದನು. ಈತನು ದೇವರ ಪ್ರಭಾವದ ಪ್ರಕಾಶವು, ಆತನ ತತ್ವದ ಮೂರ್ತಿಯು, ತನ್ನ ಎಲ್ಲ ಭರವಸವುಳ್ಳವನಾಗಿ ಈ ಪತ್ರಿಕೆಯನ್ನು ನಿಮಗೆ ಬರೆದಿದ್ದೇನೆ. ഹല്ലേലൂയ. ಆಮೆನ್. സ്തോത്രം. ಆಮೆನ್. അവിടെ ഒരു പദം നോക്കിയേ. അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കുക. ಅಲ್ಲೊಂದು ಮಾತನ್ನು ನೋಡಿರಿ. പദം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ಅಲ್ಲೊಂದು ಪದವು ಹೀಗೆ ಬರೆದಿದ್ದಾರೆ, തന്റെ ശക്തിയുള്ള ಆತನ ಶಕ್ತಿ ಇರುವ ആമേൻ വചനത്താൽ ವಾಕ್ಯದಿಂದ ദൈവം എല്ലാം വഹിച്ചിരിക്കുകയാണ്. ಆತನು ಎಲ್ಲ ವಹಿಸಿಕೊಂಡಿದ್ದಾರೆ. സ്തോത്രം. ಆಮೆನ್. തന്റെ ശക്തിയുള്ള വചനം കൊണ്ട് ദൈവം എല്ലാം വഹിച്ചിരിക്കുകയാണ്. ಆತನ ಶಕ್ತಿ ಇರುವ ವಾಕ್ಯದಿಂದ ಎಲ್ಲವನ್ನು ಆತನು ವಹಿಸುತ್ತಾ ಇದ್ದಾರೆ. ആമേൻ. ಆಮೆನ್. സ്തോത്രം. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം ಯೋವನ್ ಬರೆದ ಸುವಾರ್ತೆ 1:1 ಅಧ್ಯಾಯ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1ರಿಂದ ವಾಕ್ಯಗಳನ್ನು ನಾವು ಓದಿಕೊಳ್ಳೋಣ. ಆದಿಯಲ್ಲಿ ವಾಕ್ಯವಿತ್ತು, ಆ ವಾಕ್ಯವು ದೇವರ ಬಳಿಯಲ್ಲಿತ್ತು, ಆ ವಾಕ್ಯವು ದೇವರದಾಗಿತ್ತು, ಆ ವಾಕ್ಯವೇನೆಂಬುದು ಆದಿಯಲ್ಲಿ ದೇವರ ಬಳಿಯಲ್ಲಿದ್ದನು. സ്തോത്രം. അവിടെ നോക്കൂ, അവിടെ നമ്മൾ എപ്പോഴും വായിക്കുന്നൊരു വചനമാണത്. ಅದು ನಾವು ಯಾವಾಗಲೂ ಓದೋದೊಂದು ವಾಕ್ಯವಾಗಿದೆ. ആദിಯಲ್ಲಿ വാക്യം ഉണ്ടായിരുന്നു. ಆದಿಯಲ್ಲಿ ವಾಕ್ಯವಿತ್ತು. സ്തോത്രം. ಆಮೆನ್. വാക്യം ദൈവമായിരുന്നു. ಆಮೇಲೆ ವಾಕ್ಯವು ದೇವರಾಗಿತ್ತು. ആ വാക്യത്തെ കുറിച്ച് നമ്മൾ ഒരിക്കൽ ചിന്തിച്ചതാണ്. ಆ ವಾಕ್ಯದ ಕುರಿತಾಗಿ ನಾವು ಒಂದು ಸರಿ ആ ಧ್ಯಾನ ಮಾಡಿದ್ವಿ. വാക്യത്തെ കുറിച്ച് ആമേൻ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്, ಆ ವಾಕ್ಯದ ಕುರಿತಾಗಿ ಕೃತ್ಯವಾಗಿ ಬರೆದಿದ್ದು ആമേൻ ഡിവൈൻ വേർഡ് എന്നാണ്. ಆಮೇಲೆ ಹಲ್ಲೆಲೂಯಾ ಡಿವೈನ್ ವರ್ಡ್ ಅಂತಾಗಿದೆ. അത് നമ്മൾ ഒരു പദം പറഞ്ഞു, ಅಲ್ಲಿ ಒಂದು ಪದವನ್ನು ನಾವು ಹೇಳಿದ್ರು, ഹദവാർ എന്നൊരു പദം പറഞ്ഞു. ഹദവാർ, ಹದವಾಕ್ ಎನ್ನುವ ಪದ ಹೇಳಿದ್ರು. സ്തോത്രം. ಆಮೇಲೆ എന്ന് പറഞ്ഞാൽ ಎಂತ ಹೇಳಿದರೆ യഥാർത്ഥത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാമായിരുന്നത്, ಅದು ಯಥಾರ್ಥವಾಗಿ ಟ್ರಾನ್ಸ್ಲೇಟ್ ಮಾಡಬೇಕಾಗಿತ್ತು, ആദിയിൽ ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു എന്നർത്ഥ. ಆದಿಯಲ್ಲಿ ದೇವರ ವಾಕ್ಯ ಉಂಟಾಗಿತ್ತು ಎಂದಿರಬೇಕು. അതെങ്ങനെ? ആദിയിൽ വചനമുണ്ടായിരുന്നു. ವಚನ ದೈವത്തോಡು ಕೂಡ. സ്തോത്രം. ಆಮೆನ್. വചനം ദൈവത്തോടു കൂടി. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാമായിരുന്ന ഒരു പദം, ಅಲ್ಲಿ ಟ್ರಾನ್ಸ್ಲೇಟ್ ಮಾಡಬಹುದಾಗಿತ್ತು ಒಂದು ವಾಕ್ಯವು, ആദിയിൽ ദൈവത്തിന്റെ പുത്രൻ ഉണ്ടായിരുന്നു. ಆದಿಯಲ್ಲಿ ದೇವರ ಕುಮಾರನಿತ್ತು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവത്തിന്റെ പുത്രൻ ದೇವರ ಕುಮಾರನು ദൈവത്തോട് കൂടെയായിരുന്നു. ಆಮೇಲೆ ದೇವರ ಜೊತೆಯಲ್ಲಿ ಇತ್ತು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ആമേൻ. ദൈവത്തിന്റെ പുത്രൻ മൂലം ದೇವರ ಕುಮಾರ ಮೂಲಕವಾಗಿ എല്ലാം ഉണ്ടായി. ಎಲ್ಲವನ್ನು ಸೃಷ್ಟಿ ಮಾಡಲ್ಪಟ್ಟು. സ്തോത്രം. ಆಮೆನ್. അവനെ കൂടാതെ, ಆತನನ್ನು ಕೂಡದೆ, അടുത്ത പദം പറയുന്ന അവനെ കൂടാതെ ಅವನೇ ಕೂಡದೆ ഒന്നും ഉളവായി വന്നില്ല. ಆತನೇ ಇಲ್ಲದೆ ಯಾವುದು ರೂಪವಾಗಿ ಬಂದಿಲ್ಲ. സ്തോത്രം. ಆಮೆನ್. അപ്പോൾ വചനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ವಾಕ್ಯದ ಕುರಿತಾಗಿ ಕೆಲ ವಿಷಯಗಳು ನಾವು ಚಿಂತೆ ಮಾಡಿದರು. സ്തോത്രം. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ഒന്ന്
വചനത്തെ ദൈവത്തോട് ഒപ്പിച്ചിരിക്കുന്നു, ಆಮೇ ವಾಕ್ಯವನ್ನು ದೇವರೊಟ್ಟಿಗೆ ಹೋಲಿಕೆ ಮಾಡಿದ್ದಾರೆ, ദൈവപുത്രനോട് ഒപ്പിച്ചിരിക്കുന്നു. ದೇವರ ಕುಮಾರನಿಗೆ ಹೋಲಿಕೆ ಮಾಡಿದ್ದಾರೆ. വചനം മൂലം എല്ലാം ഉണ്ടായി വന്നു, ವಾಕ್ಯ ಮೂಲಕವಾಗಿ ಎಲ್ಲ ರೂಪವಾಗಿತ್ತು. വചനം മൂലം ദൈവം എല്ലാം വഹിച്ചിരിക്കുന്നു. ಆಮೇ ವಾಕ್ಯ ಮೂಲಕವಾಗಿ ದೇವರು ಎಲ್ಲಾನು ವಹಿಸಿಕೊಂಡಿದ್ದಾರೆ. ദൈവത്തിന് സ്തോത്രം, ದೇವರಿಗೆ ಸ್ತೋತ್ರ, ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ദൈവത്തിന്റെ വചനത്തിന്റെ കുറച്ച് ആഴങ്ങളിലേക്ക് അല്പസമയം നമ്മൾ കടക്കാൻ പോവാണ്. ದೇವರ ವಾಕ್ಯದ ಆಳಕ್ಕೆ ನಾವು ಸ್ವಲ್ಪ ಸಮಯ ಹೋಗೋಣ. ആമേൻ. നമ്മള് ഒരു കഥയെ കുറിച്ച് ചിന്തിച്ചു, ಒಂದು ಕಥೆಯ ಕುರಿತಾಗಿ ಚಿಂತೆ ಮಾಡಿ. വിതയ്ക്കുന്നതിന്റെ ഉപമ. ಆಮೇ ಹಾಲೆಲು ಬಿತ್ತುವನ ಉಪಮೆ. അപ്പൊ ദൈവം തന്റെ വചനത്തെ ದೇವರ ತನ್ನ ವಾಕ್ಯವನ್ನು തന്റെ ജനത്തിന്റെ അകത്തേക്ക് വിതറുകയാണ്. ತನ್ನ ಜನರ ಮಧ್ಯದಲ್ಲಿ ಹಾಲೆಲೂಯ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ಆಮೇ ಬಿತ್ತುವವನು ಬೀಜವನ್ನು ಬಿತ್ತುವುದಕ್ಕಾಗಿ സഭയ്ക്കകം ഒരു വയലാണ്. ಆಮೇ ಸಭೆ ಒಳಗಡೆ ಒಂದು ಹೊಲೆಯಾಗಿದೆ. സ്തോത്രം. സഭയുടെ അകം ഒരു വയലാണ്. ಸಭೆ ಒಳಗಡೆ ಒಂದು ಹೊಲೆಯಾಗಿದೆ. ദൈവം തന്റെ വചനത്തെ സഭയ്ക്കകത്തേക്ക് വിതയ്ക്കും. ದೇವರ ತನ್ನ ವಾಕ್ಯವನ್ನು ಸಭೆ ಒಳಗಡೆ ಬಿತ್ತುತ್ತಾರೆ. നല്ല നിലത്ത് എല്ലാം ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ಆಮೇ ಒಳ್ಳೆ ನೆಲದಲ್ಲಿ ಎಲ್ಲ ಬಲವನ್ನು ಕಾಯಿಸುತ್ತಾ ಕೊಡುತ್ತಾರೆ. കല്ലായിരിക്കുന്നിടത്ത് ഫലം കായ്ക്കത്തില്ല, ಆಮೇ മുള്ളായിരിക്കുന്നിടത്ത് ഫലം കായ്ക്കത്തില്ല, ಮುಳ್ಳಾಗಿರದ ಕಡೆನೂ ಬಲ ಕೊಡುವುದಿಲ್ಲ, വഴിയരികിൽ ഫലം കായ്ക്കത്തില്ല. ದಾರಿ ಮಕ್ಕಳೇನೂ ಬಲವನ್ನು ಕೊಡುವುದಿಲ್ಲ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് പിടികിട്ടിയോ? ನಿಮಗೆ ಅರ್ಥವಾಗಿದೆ? ചിലര് അനുഗ്രഹിക്കപ്പെടും, ಕೆಲವರು ಆಶೀರ್ವಾದ ಹೊಂದುತ್ತಾರೆ, ചിലര് മാറ്റങ്ങൾക്ക് വിധേയരാകും, ಕೆಲವರಿಗೆ ಬದಲಾವಣೆ, ചിലര് അനുഗ്രഹിക്കപ്പെടും, ಕೆಲವರು ಆಶೀರ್ವಾದ ചിലര് ಹೊಂದುತ್ತಾರೆ, ഉയരപ്പെടും, ಕೆಲವರು ಹಾಲಲ್ಲಿ ಉನ್ನತಿಗೆ ಬರುತ್ತಾರೆ, ചിലർക്ക് നന്മ ഉണ്ടാകത്തില്ല. ಕೆಲವರಿಗೆ ಒಳ್ಳೆತನ അത് നമ്മുടെ കുഴപ്പമല്ല, ಅದು ನಮ್ಮ ತೊಂದರೆ ಅಲ್ಲ, വിതയ്ക്കുന്നവന്റെ കുഴപ്പമല്ല, ಅದು ಬಿತ್ತುವವನ ತೊಂದರೆಯೂ ಅಲ್ಲ, വചനത്തിന്റെ കുഴപ്പമല്ല, ಅದು ವಾಕ್ಯದ ತೊಂದರೆಯೂ ಅಲ್ಲ, അത് നിലത്തിന്റെ പ്രോബ്ലമാണ്. ಆಮೇ ಅದ ನೆಲದ ತೊಂದರೆ ಆಗಿದೆ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ನೀವು ಶ್ರದ್ಧೆಯಿಂದ ಕೇಳ್ತಾ ಇದ್ದೀರಾ? കല്ലായ നിലത്തിൽ ಕಲ್ಲಾದ ನೆಲದಲ್ಲಿ ദൈവത്തിന്റെ വചനത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ಆಮೇ ದೇವರ ವಾಕ್ಯಕ್ಕೆ ಏನು ಕ್ರಿಯೆ ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. ദൈവത്തിന്റെ വചനം ದೇವರ ವಾಕ್ಯವು പാകുവാൻ തക്കവണ്ണവും ಹಾಲಲ್ಲಿ ಅದು ಬಿತ್ತುವುದಕ್ಕೆ ತಕ್ಕಂತೆ, മുളയ്ക്കുവാൻ ಅದು തക്കവണ്ണവും ಮೊಳಕೆ ಇಡುವಿಕೆ ഫലം ತಕ್ಕಂತೆ, കൊടുക്കുവാൻ ಅದು തക്കവണ്ണവും ಫಲ ಕೊಡುವಿಕೆ ತಕ್ಕಂತೆ നമ്മുടെ നിലങ്ങൾ ഒരുക്കപ്പെടണം. ಆಮೇ ನಮ್ಮ ನೆಲಗಳನ್ನು ಸಿದ್ಧಪಡಿಸಬೇಕು. സ്തോത്രം. ಆಮೇ നമ്മുടെ നിലത്തിന്റെ പ്രോബ്ലമാണത്. ಆಮೇ ನಮ್ಮ ನೆಲದ ತೊಂದರೆ ಆಗಿದೆ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ಕೀರ್ತನಕಾರರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, അവൻ കട്ട ഉടയ്ക്കും, ಆತನು ಕಟ್ಟೆಯನ್ನು നിലം ಉಳಿತಾರೆ, ഉഴുതും, ನೆಲವನ್ನು ಹೊಲ ಉಳಿತಾರೆ, മുൻമഴയെ അയക്കും. ಆಮೇ ಹಿಂಗಾರು ಮಳೆಯನ್ನು അങ്ങനെ ಕಳಿಸುತ್ತಾರೆ. കട്ടയുടെ അടിയിൽ കിടക്കുന്ന ಆ ತರವಾಗಿ ಕಟ್ಟೆಯ ಕೆಳಗಡೆ ಇರುವ വിത്തുകൾ മുളച്ചു വരുവാനിടയായിത്തീരും. ಆ ತರವಾಗಿ ಬಿತ್ತುಗಳನ್ನು ಮೊಳಕೆ ಹಾಕುತ್ತಾರೆ. സ്തോത്രം. ಆಮೇ സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. നിലം നല്ലതാണെങ്കിൽ ಆ ನೆಲವು ಒಳ್ಳೆದಾಗಿದ್ದರೆ, തടസ്സമായി കട്ടകൾ ഉണ്ടേലും ಆಮೇ ತಡೆಯಾಗಿ ಕಟ್ಟಗಳಿದ್ರೆ ಕೂಡಿ ദൈവം അത് ഉടച്ചിരിക്കും. ಆಮೇ ದೇವರು ಅದನ್ನು ಒಡೆದಾಕುತ್ತಾರೆ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ಹೇಳಿದ ಅರ್ಥವಾಗಿದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೇ നിലം നല്ലതാണെങ്കിൽ ನಮ್ಮ ನೆಲಗಳು ಒಳ್ಳೆದಾಗಿದ್ದರೆ, വിത്തുകൾ കട്ടക്കടിയിൽ പോയാലും ಆ ಬಿತ್ತುವ ಬೀಜಗಳನ್ನು ಆ ಕಟ್ಟೆ ശത്രു ಕೆಳಗೆ ಹೋದರೆ, മറച്ചാലും ಅದು ಶತ್ರುವನ್ನು ತಡೆ ಮಾಡಿದರೆ, മനുഷ്യൻ മറച്ചാലും ಅದು ಮನುಷ್ಯನ ಮರೆಯ ഏത് തടസ്സങ്ങൾ ಅದು ഉണ്ടായാലും ಯಾವುದೇ ತಡೆಗಳಾಗಿದ್ರೆ, നിലം നല്ലതാണെങ്കിൽ ಆಮೇ ನೆಲವನ್ನು ಒಳ್ಳೆದಾಗಿದ್ದರೆ, നിശ്ചയമായിട്ടും ദൈവം കട്ട ഉടച്ചിരിക്കും. ಆಮೇ ನಿಶ್ಚಯವಾಗಿ ದೇವರು ಅದು ಮೇಲೆ ಇರಿದ ಕಟ್ಟಗಳನ್ನು ಹೊಡೆದಾಕುತ್ತಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ആമേൻ. എല്ലാവരും സ്തോത്രം പറയാവോ? കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ. 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 അപ്പോൾ ഈ ദൈവം നല്ല നിലത്തേക്ക് വിത്ത് വിതയ്ക്കുമ്പോൾ ದೇವರು ಒಳ್ಳೆ ನೆಲಕ್ಕೆ ಬೀಜವನ್ನು ಬಿತ್ತುವಾಗ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുക. ಉಂಟಾಗಿದ್ದ ಕೆಲ ವಿಷಯಗಳು ಬೇಗನೆ ಹೇಳೋದಕ್ಕೆ ಇಷ್ಟಪಡ್ತೀನಿ. ಒಂದು ദൈവത്തിന്റെ വചനം ದೇವರ ವಾಕ್ಯವು നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നു. ನಮ್ಮ ಪುನಃ ಜನಿಸುವಂಗೆ ಮಾಡುತ್ತಾರೆ. സ്തോത്രം. ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നു? ದೇವರ ವಾಕ್ಯವನ್ನು ಏನ್ ಮಾಡುತ್ತಾರೆ? ನಮ್ಮಲ್ಲಿ വീണ്ടും ജനിപ്പിക്കുന്നു, ಪುನಃ ಜನಿಸುವಂತೆ ಮಾಡುತ್ತಾರೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ದೇವರಿಗೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. അപ്പോൾ ദൈവത്തിന്റെ വചനം ದೇವರ ವಾಕ್ಯವು ഒന്നാമതായിട്ട് മനുഷ്യനിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ്, ಒಂದನೇದಾಗಿ ಮನುಷ್ಯನಲ್ಲಿ ಉಂಟು ಮಾಡುವ ಎಫೆಕ್ಟ್, അത് വീണ്ടും ജനനം ഉണ്ടാക്കുകയാണ്. ಆಮೇಲೆ ಅದು ಮತ್ತೆ ಹಲ್ಲೆಲೂಯಾ ಪುನಃ ಜೀವಿಸುವುದಾಗಿದೆ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന വചനം കൊണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടുകയാണ്. ನಿಮಗೆ ಗೊತ್ತಿರೋದು ವಾಕ್ಯ യോഹന്നാൻ 3-ാം അധ്യായത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. ಯೋವಾನ್ 3ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಆಗಿದೆ. വായിക്കണ്ട. പ്രൈസ് ലോർഡ്. ಓದಬೇಕಾಗಿಲ್ಲ. സ്തോത്രം. ആമേൻ. കെടുന്ന
ആമേൻ ബീജത്താലല്ല, ಅಲ್ಲೆಲ್ಲ ಕೆಟ್ಟು ಹೋಗುವ ಬೀಜದಿಂದಲ್ಲ, കെടാത്തതിനാൽ ಕೆಡಾದ ಒಳ್ಳೆ ಬೀಜದಿಂದ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായി ദൈവം അതിന് വീണ്ടും ജനിച്ചിരിക്കുന്നു. 1 പത്രോസിന്റെ 1:23 എഴുതിയിരിക്കുന്നത്. ಜೀವವಿರುವುದು ನಿಲನಿಲ್ಲುವುದುವಾದ ಬೀಜದಿಂದ ದೇವರು ನಮ್ಮನ್ನು ಕೊಂಡ್ಕೊಂಡಿದ್ದಾರೆ. സ്തോത്രം. ಆಮೆನ್. ഒന്നാമത് വചനം എന്ത് ചെയ്യാണ്? ಒಂದನೇದಾಗಿ ವಾಕ್ಯವು ಏನ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ? നമ്മളെ വീണ്ടും ജനിപ്പിക്കുകയാണ്. ಆಮೇಲೆ ನಮ್ಗೆ ಪುನಃ ಜೀವನ್ ಕೊಡ್ತಾ ಇದ್ದಾರೆ. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആമേൻ. രണ്ടാമതായിട്ട് ಎರಡನೇದಾಗಿ ദൈവവചനം നമ്മളെ രക്ഷയിൽ വളർത്തുന്നു. ದೇವರ ವಾಕ್ಯವು ನಮ್ಮನ್ನು ರಕ್ಷೆಯಲ್ಲಿ ಬೆಳೆಸುತ್ತಾರೆ. വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലിനെ ಆಮೇಲೆ ಪುನಃ ಜನಿಸಿದ ಒಂದು ವ್ಯಕ್ತಿ ദൈവവചനം വളർത്തുന്നു. ಅದು ದೇವರ ವಾಕ್ಯವು ಅವರನ್ನೇ ಬೆಳೆಸುತ್ತಾ ಇರ್ತಾರೆ. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ಎಲ್ಲಿ ಆಗಿದೆ ಅದು ಬರೆಯಲ್ಪಟ್ಟಿದ್ದು? ആമേൻ. പത്രോസിന്റെ ലേഖനത്തിൽ ಪೇತ್ರನು ಬರೆದ ಪತ್ರಿಕೆಯಲ್ಲಿ 2-ാം അധ്യായത്തിൽ 2ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ಹೀಗೆ ಬರೆಯಲ್ಪಟ್ಟಿದೆ, നിങ്ങൾ ആമേൻ ദൈവത്തിന്റെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് എന്തുവാ എഴുതിക്കുന്നത്? വളരുന്നു. ಆಮೇಲೆ ನೀವು ದೇವರ ವಾಕ್ಯವೆಂದ ಮಾಯವಿಲ್ಲದ ಹಾಲನ್ನು ಕುಡಿದು ಬೆಳಿಬೇಕು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ ദൈവത്തിന്റെ വചനം രണ്ടാമതായിട്ട് ದೇವರ ವಾಕ್ಯವು ಎರಡನೇದಾಗಿ ആത്മീക വളർച്ച നമുക്ക് തരുന്നു. ಆತ್ಮಿಕವಾದ ಬೆಳವಣಿಗೆಯನ್ನು ನಮಗೆ ಕೊಡ್ತಾರೆ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോ ದೇವರಿಗೆ കറക്റ്റാണ്. ಸ್ತೋತ್ರ. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീക വളർച്ച തരുന്നു. ಆತ್ಮಿಕವಾದ ಬೆಳವಣಿಗೆಯನ್ನು ಕೊಡ್ತಾರೆ. എങ്ങനെയാണ് തരുന്നത്? ಹೇಗಾಗಿದೆ ಕೊಡುವುದು? വചനമെന്ന ವಾಕ್ಯವೆಂದ മായമില്ലാത്ത പാല് ಮಾಯವಿಲ್ಲದಿರದ ಹಾಲು ഒരു ദൈവത്തിൽ കുടിക്കണം. ಒಂದು ದೇವರ ಮಗು ಅದು ಕುಡಿತಾ ಇರಬೇಕು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആത്മീക വളർച്ച ഉണ്ടാകും. ಆವಾಗ ಆತ್ಮಿಕವಾದ ಬೆಳವಣಿಗೆ ಉಂಟಾಗುತ್ತದೆ. മൂന്നാമതായിട്ട് ಮೂರನೇದಾಗಿ ദൈവവചനം നമുക്ക് ದೇವರ ವಾಕ್ಯವು ನಮಗೆ ആമേൻ ശുദ്ധീകരണം തരും. ಶುದ್ಧೀಕರಣವು ಮಾಡುತ್ತಾರೆ. ആമേൻ. ಆಮೆನ್. 15-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം ಯೋವಾನ್ ಬರೆದ ಸುವಾರ್ತೆ 15ನೇ ಅಧ್ಯಾಯ 3-ാം വാക്യം 3ನೇ ವಾಕ್ಯ വായിച്ചാട്ടെ. സ്തോത്രം. വാക്യം നമുക്ക് എന്ത് തരും? ವಾಕ್ಯ ನಮಗೆ ಏನ್ ಕೊಡ್ತಾರೆ? ശുദ്ധീകരണം തരും. ನೀವು ನಮಗೆ ಶುದ್ಧೀಕರಣವು ಮಾಡುತ್ತಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഇപ്പോൾ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ವಾಕ್ಯವನ್ನು ಮಾತಾಡ್ತಾ ಇರುವಾಗ ഈ പത്രോസിനോട് ചോദിച്ച പോലെ ಪೇತ್ರನ ಹತ್ರ ಕೇಳಿದಂತೆ ചിലർ ചോദിക്കും, ಕೆಲವರು ಕೇಳುತ್ತಾರೆ, ഞങ്ങളുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയാണ്, ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಅಲಗ ನಟ್ಟಂಗೆ ಆಗ್ತಾ ಇದೆ, ഞങ്ങൾ എന്ത് ചെയ്യണം? ನಾವೇನ್ ಮಾಡಬೇಕು? അപ്പോൾ ആമേൻ. വചനം നമുക്ക് എന്ത് തരുന്നു? ವಾಕ್ಯವು ನಮಗೆ ಏನ್ ಕೊಡ್ತಾರೆ? പാപബോധം തരികയാണ്. ಪಾಪದ ಬೋಧವನ್ನು ಕೊಡು, ತಿಳುವಳಿಕೆಯನ್ನು സ്തോത്രം. ಕೊಡ್ತಾರೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 7-ാം വാക്യത്തിൽ ಅದನ್ನ 7ನೇ ವಾಕ್ಯದಲ್ಲಿ വചനം നമ്മളെ ഫലം കായ്ക്കുമാറാക്കുന്നു. ವಾಕ್ಯವು ನಮಗೆ ಫಲವನ್ನು 7-ാം വാക്യം വായിച്ചേ. ആ ആ ആ പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് അവിടെ ഫലം കായ്ക്കുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നു എന്നൊരു പദമുണ്ടല്ലോ. 5-ാം വാക്യമായിരിക്കും. അത് എത്രാം വാക്യമാ? എഷ്ടേ വാക്യം? 8ನೇ വാക്യ. പ്രൈസ് ദി ലോർഡ്. വചനം എന്ത് തരുന്നു? ವಾಕ್ಯವೇನಾಗಿದೆ? വചനം എന്ത് തരുന്നു? ವಾಕ್ಯ ಏನ್ ಮಾಡ್ತಾರೆ? ശ്രദ്ധിക്കണേ. ಆಮೇಲೆ ಶ್ರದ್ಧೆ ഞാനൊരു വിഷയത്തേക്കൊന്ന് കടന്നു വന്നോട്ടെ. ಒಂದು ವಿಷಯಕ್ಕೆ ನಾನು സ്തോത്രം. ಬರಬೇಕು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. വചനം നമ്മളെ ഫലം കായ്പിക്കുന്നു. ವಾಕ್ಯವು ನಮಗೆ ಫಲವನ್ನು ಕಾಯಿಸುವರಾಗುತ್ತಾರೆ. 7-ാം വാക്യത്തിൽ ಆಮೇಲೆ 7ನೇ ವಾಕ್ಯದಲ್ಲಿ വചനം നമ്മുടെ പ്രാർത്ഥനയെ കേൾപ്പിക്കുന്നു. ಆಮೇಲೆ ವಾಕ್ಯವು ನಮ್ಮ ಪ್ರಾರ್ಥನೆಯನ್ನು ಕೇಳಿಸುತ್ತಾರೆ. എന്റെ വചനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ನನ್ನ ವಾಕ್ಯವು ನನ್ನಲ್ಲಿ ಇದ್ದರೆ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ തരും. ಆಮೇಲೆ ನೀವು ಕೇಳುವುದು ನಾನು ಕೊಡ್ತೀನಿ. കണ്ടോ? പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് ಪ್ರಾರ್ಥನೆಯನ್ನು ದೇವರು ಕೇಳುವುದು വചനം ഹൃദയത്തിലുണ്ടെങ്കിലേ കേൾക്കുള്ളൂ. ಆಮೇಲೆ ವಾಕ್ಯವು ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಇತ್ತರಲೇ ಕೇಳುವುದು. സ്തോത്രം. ಆಮೇಲೆ പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. ആമേൻ. നമ്മൾ ചെയ്യുന്നതെല്ലാം സാധിപ്പിക്കുന്നത് ಆಮೇಲೆ ನಾವು ಮಾಡುವುದೆಲ್ಲ ಸಾಧಿಸಿಕೊಡುವುದು ദൈവത്തിന്റെ വചനമാണ്. ಆಮೇಲೆ ದೇವರ ವಾಕ್ಯವಾಗಿದೆ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ಕೀರ್ತನಕಾರನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ന്യായപ്രമാണം ധ്യാനിക്കുന്നവൻ ಆಮೇಲೆ ನ್ಯಾಯ ಪ್ರಮಾಣಗಳನ್ನು ಧ್ಯಾನ ಮಾಡುವ ചെയ്യുന്നത് എല്ലാം സാധിക്കും. ಅವನ್ ಮಾಡುವುದೆಲ್ಲ ಸಾಧ್ಯವಾಗುತ್ತದೆ. ജീവിതത്തിന്റെ സക്സസ് ಜೀವಿತದ ಸಕ್ಸಸ್ ദൈവത്തിന്റെ വചനത്തിൽ കൂടിയാണ് വരുന്നത്. ದೇವರ ವಾಕ್ಯ ಮೂಲಕವಾಗಿದೆ. യോശുവയോട്
യോശുവയോട് ദൈവം പറഞ്ഞു, ಯೋಶುವನ ಹತ್ರ ದೇವರು ಹೇಳಿದರು, എന്റെ വചനം വിട്ട് ನನ್ನ ವಾಕ್ಯವನ್ನು നീ ಬಿಟ್ಟು ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരുന്ന ನೀನು ಎಡಗಡೆಯಾಗಲಿ ಬಲಗಡೆಯಾಗಲಿ നീ ತಿರುಗಬಾರದು. കൃതാർത്ഥനായി തീരുകയും ನೀವು ಕೃತಾರ್ಥನಾಗಿ ಇರಬೇಕು. നിന്റെ മുമ്പിൽ ആരും ഒരുത്തരും നിൽക്കത്തുമില്ല. ಆಮೇಲೆ ನಿನ್ನ ಮುಂದೆ ಯಾರು ನಿಲ್ಲುವುದು ಇಲ್ಲ. നീ ചെയ്യുന്ന ഒക്കെ സാധിക്കും. ಆಮೇಲೆ ನೀನು ಮಾಡುವುದೆಲ್ಲ ಸಾಧ್ಯವಾಗುತ್ತದೆ. ഇത് യോശുവയ്ക്ക് അറിയാമായിരുന്നു. ಇದು ಯೋಶುವಗೆ ಗೊತ್ತಿತ್ತು. അതുകൊണ്ടാണ് യോശുവ സൂര്യനോട് നിൽക്കാൻ പറഞ്ഞത്, ಆದ್ರಿಂದ ಯೋಶುವ ಸೂರ್ಯನ ಹತ್ರ ನಿಲ್ಲುವಂತೆ ചന്ദ്രനോട് നിൽക്കാൻ പറഞ്ഞത്. ಚಂದ್ರನ ಹತ್ರ ನಿಲ್ಲುವಂತ ಕಟ್ಟಳೆ ചന്ദ്രൻ അയ്യാലോൻ താഴ്വരയിലും ಆಮೇಲೆ ಚಂದ್ರನು ಅಯ್ಯಾಳಂತ ಆಳುವಾಗ സൂര്യൻ ഗിബയോനിലും നിന്നു. ಆಮೇಲೆ ಸೂರ್ಯನು എന്താ കാര്യമെന്താ? ಏನ್ ವಿಷಯ? ദൈവം പറഞ്ഞു, ದೇವರು ಹೇಳಿದರು, നീ എന്റെ ന്യായപ്രമാണം വിട്ട് ನೀ ನನ್ನ ನ್ಯಾಯ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതിരുന്നാൽ ಆಮೇಲೆ ಎಡಗಡೆಗೆ നീ ಬಡಗಡೆಗೆ ചെയ്യുന്നതൊക്കെ സാധിക്കും. ನೀನ್ ಮಾಡುವುದೆಲ್ಲ ಸಾಧ್ಯವಾಗುತ್ತದೆ. Praise the Lord. ಆಮೇಲೆ നമ്മൾ എന്താ ഇപ്പൊ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? ನಾವೇನಾಗಿದೆ ಈಗ ಚಿಂತೆ ಮಾಡ್ತಾ ಇರುವುದು, വചനം വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഫലം തരും. ಆಮೇಲೆ ವಾಕ್ಯವು ವ್ಯತ್ಯಸ್ತವಾದ ರೀತಿಯಲ್ಲಿ ಫಲವನ್ನು ಕೊಡ್ತಾ ಇರುವುದು. റോമാലേഖനം 10:17 ರೋಮ ಪತ್ರಿಕೆ 10:17 വചനം നമുക്ക് വിശ്വാസം തരുന്നു. ಆಮೇಲೆ ವಾಕ್ಯವಾಗಿದೆ ನಮಗೆ ನಂಬಿಕೆ ಉಂಟಿಸುವುದು. സ്തോത്രം. ഇംഗ്ലീഷ് വായിച്ച മക്കളെ. ഫെയ്ത്ത് കംസ് ഫ്രം വാട്ട് ഈസ് ഹേർഡ്. ಆಮೇಲೆ ನಂಬಿಕೆ ನಾವು ಏನ್ ಕೇಳುತ್ತಿರೋ ಅದರಿಂದ ಬರುತ್ತದೆ. നമ്മൾ കേൾക്കുന്ന വചനത്തിൽ നമുക്ക് എന്തുണ്ടാകും? ನಾವು ಕೇಳುವ ವಾಕ್ಯದಲ್ಲಿ ಏನಿರುತ್ತದೆ? വിശ്വാസം ഉണ്ടാകും. ಆಮೇಲೆ ಅದರಿಂದ ನಂಬಿಕೆ ಉಂಟಾಗುತ್ತದೆ. സ്തോത്രം. ಆಮೇಲೆ അപ്പോൾ വിശ്വാസത്തിന്റെ വചനങ്ങൾ നമ്മൾ പറയുമ്പോൾ ನಂಬಿಕೆಯ ವಾಕ್ಯಗಳು ನಾವು ಹೇಳುವಾಗ വിശ്വാസം ഉണ്ടാകും. ಅದರಲ್ಲಿ ನಂಬಿಕೆ ಉಂಟಾಗುತ್ತದೆ. വിശ്വാസം ഉണ്ടാകുമ്പോൾ ಅದು ನಂಬಿಕೆ ಉಂಟಾಗುವಾಗ അത്ഭുതം നടക്കും. ಅದ್ಭುತಗಳು ನಡೆಯುತ್ತದೆ. സ്തോത്രം. ಆಮೇಲೆ ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇനി യോഹന്നാൻ 8:21 ഒന്ന് വായിച്ചേ. ಯೋವಾನ್ 8:21 ನೀವು ನನ್ನನ್ನು ಹುಡುಕುವಿರಿ ಮತ್ತು ನಿಮ್ಮ ಪಾಪದಿಂದಲೇ ಸಾಯುವಿರಿ. ഹല്ലേലൂയ. ನಾನು ಹೋಗುವಲ್ಲಿಗೆ ನೀವು ಬರಲಾರಿರಿ ಅಂದನು. പ്രൈസ് ദി ലോർഡ്. ಆಮೇಲೆ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലേ. 12-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 12:47 ഒന്ന് വായിച്ചേ. ആ ആ എത്രാമത്തെ വാക്യം അത്? 48-ാമത്തെ വാക്യം. ಆಮೇಲೆ 48ನೇ ವಾಕ್ಯ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. അപ്പൊ നമ്മളെ ന്യായം വിധിക്കുന്നത് എന്തുകൊണ്ടാ? ನಮ್ಮನ್ನು ನ್ಯಾಯವಿಧಿ ಮಾಡುವುದು ಯಾಕೆ? നമ്മൾ കേട്ട ನಾವು ಕೇಳಿದ ദൈവത്തിന്റെ വചനം കൊണ്ട്, ದೇವರ ವಾಕ್ಯ ಮೂಲಕ. സ്തോത്രം. ಆಮೇಲೆ ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇനി ആമേൻ. നമുക്ക് നിത്യജീവൻ കിട്ടുന്നതോ? ನಮಗೆ ನಿತ್ಯ ಜೀವ ಸಿಕ್ಕುವುದು. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. ಯೋವಾನ್ ಬರೆದ ಸುವಾರ್ತೆ 8ನೇ ಅಧ್ಯಾಯ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಎಲ್ಲ ಹೇಳಲ್ಪಟ್ಟಿದ್ದೊಂದು ವಿಷಯವುಂಟು. ആമേൻ. വായിച്ചാട്ടെ. ഞാൻ പറയാം, അത് വാക്യം പറയാം. ആമേൻ. 5-ാം അധ്യായത്തിന്റെ 39-40 വായിച്ചേ. 5ನೇ ಅಧ್ಯಾಯ 39-40ನೇ ವಾಕ್ಯ. ಶಾಸ್ತ್ರಗಳಿಂದ ನಿಮ್ಮ ಜೀವವು ದೊರೆಯುತ್ತದೆಂದು ನೀವು ನೆನೆಸಿ ಅವುಗಳನ್ನು ವಿಚಾರಿಸುತ್ತೀರಲ್ಲ, ಅವುಗಳು ನನ್ನ ವಿಷಯದಲ್ಲಿ ಸಾಕ್ಷಿ ಕೊಡುವವುಗಳಾಗಿವೆ. ಆದರೂ ಜೀವ ಹೊಂದುವುದಕ್ಕಾಗಿ ನನ್ನ ಬಳಿಗೆ ಬರುವುದಕ್ಕೆ ನಿಮಗೆ ಮನಸ್ಸಿಲ್ಲ. ഹല്ലേലൂയ. സ്തോത്രം. ಆಮೇನ್. അവിടെ പറയുന്നത്, ಅಲ್ಲಿ ಹೇಳ್ತಾ ಇರುವುದು, ദൈവവചനത്തിൽ എന്തുണ്ട്? ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಏನಿದೆ? നിത്യജീവനുണ്ട്. ಆಮೇನ್. ನಿತ್ಯ ಜೀವವುಂಟು. സ്തോത്രം. ಆಮೇನ್. ദൈവവചനത്തിൽ എന്തുണ്ട്? ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಏನುಂಟು? നിത്യജീവനുണ്ട്. ನಿತ್ಯ ಜೀವ ಉಂಟು. പത്രോസ് പറയാണ്, ಪೇತ್ರನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. ಆಮೇಲೆ ನಿತ್ಯ ಜೀವನದ ಆ ಮೌಳಿಗಳು ನಿನ್ನ ಹತ್ರ ಇದೆ. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ಆಮೇಲೆ ನಿನ್ನನ್ನು ಬಿಟ್ಟು ನಾವು ಎಲ್ಲಿ ಹೋಗಲಿ? അപ്പോൾ വചനം വിതയ്ക്കുമ്പോൾ ವಾಕ್ಯವನ್ನು ಬಿತ್ತಬೇಕಂದ್ರೆ എന്തെല്ലാം സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിച്ചത്. ಏನೆಲ್ಲ ಸಂಭವಿಸುತ್ತೆ ಎಂದಾಗಿದೆ ನಾವು ಚಿಂತೆ ಮಾಡ್ತಾ ಇರೋದು. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ಮತ್ತೊಮ್ಮೆ ನಾನು ರಿಪೀಟ್ ಮಾಡ್ತೀನಿ. ആമേൻ. born again നടക്കുന്നു. ಆಮೇಲೆ ನಾವು ಮತ್ತೆ ಪುನಃ ಹುಟ್ಟುತ್ತ ಆಗದೆ രക്ഷയിൽ വളരുന്നു. ಆಮೇಲೆ ರಕ್ಷೆಯಲ್ಲಿ ಬೆಳೀತಾ ಇರ್ತದೆ. സ്തോത്രം. ಆಮೇನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ രക്ഷയിലേക്ക് വളർന്നിട്ട് ಆ ರಕ್ಷಣೆಗೆ ನಾವು ಬೆಳವಣಿಗೆ ಹೊಂದಿಕೊಂಡು നമ്മൾ ഫലം കൊടുക്കുന്നവരായി മാറുന്നു. ನಾವು ಬಲವನ್ನು ಕೊಡುವವರಾಗಿ ಮಾರಲ್ಪಡುತ್ತದೆ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. പ്രൈസ് ദി ലോർഡ്. ಆಮೇನ್. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആകുന്നു. ನಾವು ಮತ್ತೆ ಮಾಡುವ ವಿಷಯಗಳು ಸಕ್ಸಸ್ ಆಗುತ್ತೆ.
ಆಗುತ್ತದೆ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ದೇವರು ನಮ್ಮ ಪ್ರಾರ್ಥನೆಯನ್ನು ಕೇಳುತ್ತಾರೆ. ആമേൻ. തിരുവചനത്തിനകത്ത് നിത്യജീവനെ ദൈവം കൊള്ളിച്ചിട്ടുണ്ട്. ದೇವರ ವಾಕ್ಯದ ಒಳಗಡೆ ನಿತ್ಯ ಜೀವವನ್ನು അതുകൊണ്ട് ದೇವರು നമ്മൾ ಬಚ್ಚಿದ್ದಾರೆ. യേശുവിനോട് ചേർത്ത് നമ്മളെ നിർത്തുന്നത്. ಅದಾಗಿದೆ, ಯೇಸುವೆ ಸ್ವಾಮಿಯ ಜೊತೆಯಲ್ಲಿ ಸೇರಿಸಿ ನಮ್ಮನ್ನು ಹಿಡ್ಕೊಳ್ಳುವುದು. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം ആമേൻ ആമേൻ 8:12 ಯೋವಾನ್ ಬರೆದ ಸುವಾರ್ತೆ 8:47 വചനം നമ്മളെ ന്യായം വിധിക്കുന്നു. ವಾಕ್ಯವು ನಮ್ಮನ್ನು ನ್ಯಾಯ ವಿಧಿಸುತ್ತಾರೆ. ആമേൻ. പാപബോധം തരുന്നു. ನಮಗೆ ಪಾವದ ಆ ತಿಳುವಳಿಕೆ ಕೊಡ್ತಾರೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി യോഹന്നാന്റെ സുവിശേഷം 6:63 ಅಲ್ಲ, ಯೋವಾನ್ ಬರೆದ ಸುವಾರ್ತೆ 6:63 ആമേൻ. ഞാൻ സംസാരിച്ച വചനം എന്താകുന്നു അവിടെ എഴുതിയിരിക്കുന്നത്? ನಾನು ಮಾತಾಡಿದ ವಾಕ್ಯವು ಏನು ಎಂದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ? ആത്മാവും ജീവനുമാകുന്നു. ಅದು ಆತ್ಮವು ಮತ್ತೆ ಜೀವವೂ സ്തോത്രം. ಆಗಿದೆ. ಆಮೆನ್. ഈ വചനത്തിനകത്തുള്ള രണ്ട് കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ಈ ವಾಕ್ಯದ ಒಳಗಡೆ ಇರುವ ಎರಡು ವಿಷಯಗಳಲ್ಲಿ ഒന്ന്, ಬರೆಯಲ್ಪಟ್ಟಿದೆ. വചനത്തിന്റെ അകത്ത് ಒಂದು ವಾಕ್ಯದ ಒಳಗಡೆ ആത്മാവുണ്ട്, ಆತ್ಮವುಂಟು, പിന്നെ ജീവനുമുണ്ട്. ಮತ್ತೆ ಜೀವವೂ ಉಂಟು. സ്തോത്രം. ആಮೆൻ. വചനം എന്തുകൊണ്ടാ പ്രവർത്തിക്കുന്നത്? ವಾಕ್ಯ ಯಾಕೆ ಕ್ರಿಯೆ ಮಾಡುವುದು? എന്തുകൊണ്ടാ ഡിവൈൻ വചനമായത്? ಆಮೆ ಅದು ಯಾಕೆ ಒಂದು ಡಿವೈನ್ എന്തുകൊണ്ടാണ് വചനം ഒരു വ്യക്തിത്വമായത്? ಆಮೆ ಯಾಕೆ ವಾಕ್ಯ ಒಂದು ವ್ಯಕ್ತಿಯಾಗಿ എന്തുകൊണ്ടാണ് വചനത്തെ അവൻ എന്ന് വിളിച്ചത്? ಆಲೆ ಯಾಕೆ ವಾಕ್ಯವನ್ನೇ ಆತನೆಂದು എന്തുകൊണ്ടാണ് ಕರೆಯಲ್ಪಟ್ಟದು? വചനം ദൈവത്തിന്റെ പുത്രനായത്? ಯಾಕೆ ವಾಕ್ಯವು ದೇವರ ಕುಮಾರನಾಗಿದ್ದು? എന്തുകൊണ്ടാണ് വചനത്തിനെല്ലാം സൃഷ്ടിക്കാൻ പറ്റുന്നത്? ಆಮೆ ಯಾಕೆ ವಾಕ್ಯಕ್ಕೆ ಎಲ್ಲ ಚಿಂತೆ ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದು? വചനത്തിന്റെ അകത്ത് ആത്മാവുണ്ട്, ಆಮೆ ವಾಕ್ಯದ ಒಳಗಡೆ ಆತ್ಮವುಂಟು, ജീവനുമുണ്ട്. ಅದಕ್ಕೆ ಜೀವವುಂಟು. പ്രൈസ് ദി ലോർഡ്. ಆಮೆ ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ആമേൻ. യേശു കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് പറയുകയാണ്, ಯೇಸು ಸ್ವಾಮಿ ಸಮಾಧಿ ಹತ್ರ ನಿಂತ್ಕೊಂಡು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ലാസറേ എഴുന്നേറ്റ് വരിക. ಲಾಜರೇ ಎತ್ತಿ ಬನ್ನಿ. ആ വചനത്തിനകത്ത് ജീവനുണ്ടായിരുന്നു. ಆ ವಾಕ್ಯ ಒಳಗಡೆ ಜೀವವಿತ್ತು. ലാസർ എഴുന്നേറ്റ് ഇങ്ങ് പോന്നു. ಲಾಸರ ಎತ್ತಿ ಆಚೆ ಬಂದನು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. വചനത്തിനകത്ത് എന്തുണ്ട്? ವಾಕ್ಯ ಒಳಗಡೆ ಏನಿದೆ? വചനത്തിനകത്ത് ജീവനുണ്ട്. ವಾಕ್ಯ ಒಳಗಡೆ ಜೀವವುಂಟು. ആമേൻ. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ಕೊರ್ನೆಲ್ಯೋನ ಮನೆಯೊಳಗಡೆ പത്രോസ് വചനം പറയുമ്പോൾ ಪೇತ್ರನು ವಾಕ್ಯವು ಸಾರಿಬೇಕಾದ್ರೆ വചനം കേട്ടവിടെ മേൽ ആത്മാവ് വന്നു. ವಾಕ್ಯವನ್ನು ಕೇಳಿದವರ ಮೇಲೆ ಆತ್ಮವು ಬಂದಿತು. 10:44 വായിച്ചേ. 10:44 വായിച്ചേ. സ്തോത്രം. ആ വചനം കേൾക്കുന്നവരെ എന്ത് വരും? ವಾಕ್ಯವನ್ನು ಕೇಳುವವರ ಮೇಲೆ ಏನ್ ಬರುತ್ತದೆ? എന്ത് വരും? ಏನ್ ಬರುತ್ತದೆ? ഉറക്കം വരും അല്ലേ? ನಿದ್ರೆ ಬರುತ್ತದಾ? പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവ് വന്നെന്ന്. ಆತ್ಮವು ಬರುತ್ತದೆ ಅಂದ್ರೆ. സ്തോത്രം. ಆಮೆನ್. എന്തുകൊണ്ട് ആത്മാവ് വരുന്നേ? ಯಾಕೆ ಆತ್ಮವು ಬರುವುದು? 6:63 6:63 ഞാൻ സംസാരിക്കുന്ന വചനത്തിനകത്ത് ನಾನು ಮಾತಾಡುವ ವಾಕ್ಯ ಒಳಗಡೆ ജീവനും ആത്മാവുമുണ്ട്. ಅದರಲ್ಲಿ ಜೀವವು ಮತ್ತೆ വചനം ಆತ್ಮವು ಉಂಟು. ജീവിപ്പിക്കുന്നു, ವಾಕ್ಯವು ಜೀವಿಸುತ್ತದೆ. വചനം ആത്മാവിനെ തരുന്നു. ಆಮೆ ವಾಕ್ಯವು ಆತ್ಮನನ್ನು ಕೊಡುತ್ತಾರೆ. സ്തോത്രം. ಆಮೆ ഹല്ലേലൂയ. ഹല്ലേലൂയ. 107ാമത്തെ സങ്കീർത്തനത്തിൽ 107ನೇ കീರ್ತನದಲ್ಲಿ 20ാം വാക്യം ഇങ്ങനെ പറയുന്നു, 20ನೇ ವಾಕ್ಯ ಹೀಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, അവൻ അതിവേഗത്തിൽ പായുന്ന വചനം അയച്ച് അവരെ വിടുവിക്കുന്നു, ಆತನು ಅತಿಬೇಗನೆ ಹಾಲಲ್ಲಿ ಓಡುವ ವಾಕ್ಯವನ್ನು ಕಳಿಸಿ ಅವರನ್ನು പിന്നെ അവരെ സൗഖ്യവുമാക്കുന്നു. ಮತ್ತೆ ಅವರನ್ನೇ ಸೌಖ್ಯವು ಮಾಡುತ್ತಾರೆ. സ്തോത്രം. ಆಮೆನ್. ഞാൻ ഇന്ന് പകൽക്കാലം പറയുന്നത്, ತಗಲಿತನೆ ಬೇಳೆಯಲ್ಲಿ ಹೇಳ್ತಾ ಇರೋದು, വിതക്കാരൻ വിതച്ചുകൊണ്ടേയിരിക്കും ಆಮೆ ಬಿತ್ತುವವನು ಬೀಜವನ್ನು ಬಿತ್ತುತ್ತಾ ദൈവരാജ്യത്തിന്റെ അകത്തേക്ക്, ಆಮೆ ದೇವರ ರಾಜ್ಯದ സഭയുടെ അകത്തേക്ക്. ಸಭೆಯ ಒಳಗಡೆ നല്ല നിലങ്ങളിൽ വീഴുന്നതൊക്കെ ಒಳ್ಳೆ ನೆಲಗಳಲ್ಲಿ ಬೀಳುವುದಲ್ಲ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ಈಗ ಹೇಳಿದ ವಿಷಯಗಳೆಲ್ಲ ನಡೀತಾ ദൈവത്തിന് ಇರುತ್ತದೆ. സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. നല്ല നിലമാണോ? ಒಳ್ಳೆ ನೆಲವಾಗಿದೆಯಾ? നല്ല ഹൃദയമാണോ? ಒಳ್ಳೆ ಹೃದಯವಾಗಿದೆಯಾ? വിശ്വാസമുണ്ടോ? ನಂಬಿಕೆ ಇದೆಯಾ? റിസീവ് ചെയ്യുന്നുണ്ടോ? ಆಮೇಲೆ ರಿಸೀವ್ ಮಾಡ್ತಾ ಇದ್ದಾರಾ? കർത്താവിന്റെ വചനത്തെ ബഹുമാനിക്കുന്നുണ്ടോ? ಕರ್ತನ ವಾಕ್ಯವನ್ನು ನೀವು ಬಹುಮಾನ ಕೊಡ್ತಾ ಇದ್ದಾರಾ? കർത്താവ് പറയാണ്, ಕರ್ತನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, 100 മേനിയ ഫലം. ಆಮೆ 100ರಷ್ಟು Praise the Lord. അവിടെ ബോണഗൈൻ നടക്കും, ಆಮೆ ಅಲ್ಲಿ ಪುನರ್ಜೀವನ രക്ഷയ്ക്ക് ನಡೀತದೆ. വളരും, ಅದು ರಕ್ಷೆಗಾಗಿ ಬೆಳೀತಾರೆ, ഫലം കൊടുത്തുകൊണ്ടിരിക്കും. ಫಲವನ್ನು ಕೊಡುತ್ತಾ ಇರ್ತಾರೆ. അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ಅವರ ಪ್ರಾರ್ಥನೆ ದೇವರು ಕೇಳುತ್ತಾರೆ. അവന് പാപബോധമുണ്ടാകും, ಅವನಿಗೆ ಪಾಪ ന്യായ തീർപ്പിനെ കുറിച്ചുള്ള ബോധമുണ്ടാകും. ನ್ಯಾಯ ತೀರ್ಪಿನ ಕುರಿತಾಗಿರದ ಚಿಂತನೆ അതിവേഗത്തിൽ ಬರ್ತದೆ. പായുന്ന വചനത്താൽ ಅತಿ ಬೇಗನೆ അവന് ജീവനുണ്ടാകും. ಅವನಿಗೆ ಜೀವ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, ಅವನ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮವು ಬರುತ್ತದೆ, അവനെ സൗഖ്യമാക്കും. ಅವನನ್ನು ಸೌಖ್ಯ ಮಾಡುತ್ತದೆ. തിരുവചനം പറയുകയാണ്, ಆಮೆನ್. അത് ഫലം കൊടുത്തുകൊണ്ടേയിരിക്കും. ಅದು ಫಲವನ್ನು ಕೊಡ್ತಾ ಇರುತ್ತಾರೆ.
Amen. Jesus. Hallelujah. സ്തോത്രം Hallelujah. ഹല്ലേലൂയ Hallelujah. സ്തോത്രം Amen. ഹല്ലേലൂയ Hallelujah. പ്രൈസ് ദി ലോർഡ് Amen. ഹല്ലേലൂയ. Hallelujah. അപ്പം എങ്ങനെയാ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വചനം ಹೇಗಾಗಿದೆ ದೇವರು ನಮಗೆ ಕೊಟ್ಟಿದ್ದ ವಾಕ್ಯವು അത് വിതയ്ക്കപ്പെടുകയാണ്. ಅದು ಬಿತ್ತಲ್ಪಡ್ತಾ ಇರುತ್ತದೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഇന്ന് തരുന്ന വചനത്തിനകത്ത് ദൈവം ഇതൊക്കെയാ പറയുന്നത്. ಇವತ್ತು ಕೊಡುವ ವಾಕ್ಯ ಒಳಗಡೆ ದೇವರು ಇದೆಲ್ಲವಾಗಿದೆ ಹೇಳ್ತಾ ಇರುವುದು. അത് ഓരോ സ്ഥലത്ത് അത് ആമേൻ മുളച്ച് ഫലം കൊടുത്തുകൊണ്ടിരിക്കും. ಅದು ಒಂದೊಂದು ಜಾಗದಲ್ಲಿ ಮೊಳಕೆ ಕೊಟ್ಟಿ ಅದು ಅದರದು ಫಲವನ್ನು ಕೊಡ್ತಾ ಇರ್ತಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. വിതയ്ക്കുന്നവന് കഷ്ടമുണ്ട്. ಆಮೆನ್. ಬಿತ್ತುವವನಿಗೆ ಕಷ್ಟವುಂಟು. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിതയ്ക്കുന്നവൻ നില ഉഴുന്ന് വേണം വിതയ്ക്കാൻ. ಆಮೆನ್. ಆ ಬಿತ್ತುವವನು ಆ ನೆಲವನ್ನು ರೆಡಿ കല്ല് ಮಾಡಬೇಕು. പെറുക്കി വേണം വിതയ്ക്കാൻ. ಆ ಕಲ್ಲುಗಳೆಲ್ಲ ಎತ್ತಿ ಬಿಸಾಕಬೇಕು ಅಲ್ಲಿ ಬಿತ್ತುವುದಕ್ಕೆ. സ്തോത്രം. ಆಮೆನ್. കട്ട ഉടച്ചു വേണം വിതയ്ക്കാൻ. ಆ കಟ್ಟೆಯನ್ನು ಒಡೆದಾಕಬೇಕು ಬೀಜವನ್ನು ಬಿತ್ತುವುದಕ್ಕೆ. ചിലപ്പോൾ കണ്ണീരോടെ വിതയ്ക്കേണ്ടി വരും. ಆಮೇಲೆ ಕೆಲಸರಿ ಕಣ್ಣೀರಿಂದ ಬಿತ್ತುತ್ತಾರೆ. കാരണം വന്ന് കല്ല് പോലെ അങ്ങ് ഇരുന്ന് തരും. ಯಾಕೆಂದ್ರೆ ಕೆಲವರು ಬಂದು ಕಲ್ಲಿನ ರೀತಿಯಲ್ಲಿ ಕೂತ್ಕೊಂಡ್ಬಿಡ್ತಾರೆ. മൺഡേ ടു സാറ്റർഡേ ಮಂಡೇ ಟು ಸ್ಯಾಟರ್ಡೇ സകല പരിപാടിയും ചെയ്തിട്ട് വരും. എല്ലാ ವಿಷಯಗಳನ್ನು ಮಾಡಿಬಿಟ್ಟು ಬರ್ತಾರೆ. സ്തോത്രം. ಆಮೆನ್. എന്നിട്ട് പിന്നെ നമ്മൾ ഈ കല്ലിനകത്ത് കടന്ന് ഭയങ്കര കിളയാണ്. ನಂತರವಾಗಿ ನಾವು ಈ ಕಲ್ಲು ಮಧ್ಯದಲ್ಲಿ ತುಂಬವಾಗಿ ಪ್ರಯಾಸ ಪಡ್ತಾ ಇರ್ತಾರೆ. വിടുതലില്ല. ಅವ್ರಿಗೆ ಬಿಡುಗಡೆ ಇಲ್ಲ. ഉള്ളതെങ്ങനെയുണ്ട്? ಆಮೇ ಉಳ್ಳದೆ ഹൃദയം എങ്ങനെയുണ്ട്? ಆಮೇ ಹಾಲೆಲೂಯ. ഹൃദയ ಹೇಗಿದೆ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്ന മനുഷ്യനെ ഞാൻ ആദരിക്കും. ಆಮೇ. ನನ್ನ ವಾಕ್ಯದ ಮುಂದೆ ಹಾಲು ನಡುಗುವ ಮನುಷ್ಯನನ್ನು ನಾನು ಆದರಣೆ ಮಾಡ್ತೀನಿ. സ്തോത്രം. ಆಮೇ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു വചനം മാത്രമേ പറയുന്നുള്ളൂ. ಈ ಒಂದು ವಾಕ್ಯ ಮಾತ್ರವೇ ಹೇಳ್ತಾ ಇರುವುದು. യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു. ಯೆಹೋವನು ಹೀಗೆ ಕಟ್ಟಳೆ ಅಪ್ಪಣೆ ಇಡುತ್ತಾರೆ. ദൈവത്തിന്റെ വചനം ದೇವರ ವಾಕ್ಯವು ദൈവത്തിന്റെ കൽപ്പനയാണ്. ದೇವರ ಕಟ್ಟಳೆಯಾಗಿದೆ. അത് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടാൽ ಅದು ದೇವರ ಬಾಯಿಂದ ಹೊರಡಿ ಬಂದರೆ പിന്നെ തടസ്സം ഉണ്ടാകത്തേയില്ല. ಮತ್ತೆ ತಡಗಳು ഉണ്ടാಗುವುದೇ ಇಲ್ಲ. എന്താണ് ബൈബിളിൽ പറയുന്നത്? ಏನಾಗಿದೆ ಬೈಬಲಲ್ಲಿ ಹೇಳ್ತಾ ಇರುವುದು? വചനത്തിനോ ബന്ധനമില്ല. ಆಮೇ. ವಾಕ್ಯಕ್ಕೋ ಯಾವುದೇ ദൈവം ವಿಧವಾದ കൽപ്പിക്കുന്ന ಬಂಧನವಿಲ್ಲ. വചനം ದೇವರ ಕಟ್ಟಳೆ ಇಡುವ ವಾಕ್ಯ ഒരു പിശാചിനും തടയാൻ പറ്റില്ല. ಯಾವುದೇ ಸೈತಾನಿಗೂ ತಡೆ ಮಾಡೋಕೆ Praise the ಸಾಧ್ಯವಿಲ್ಲ. Lord. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ആർക്കും തടയാൻ പറ്റില്ല. ಅದು ಯಾರ್ಗೂ ತಡೆ പിന്നെ ಮಾಡೋಕೆ ಸಾಧ್ಯವಿಲ್ಲ. ആർക്കാണ് തടയാൻ പറ്റുന്നത്? ಮತ್ತೆ ಯಾರ್ಕಾಗಿದೆ ತಡೆ ಮಾಡೋಕೆ ಸಾಧ್ಯ? നിങ്ങൾക്ക് തടയാം. ಆಮೇಲೆ ನಿಮಗೆ ಅದು ತಡೆ നിങ്ങളുടെ ಮಾಡಬಹುದು. ജീവിതത്തിൽ ഫലം കായ്ക്കാതിരിക്കും. ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಫಲವನ್ನು മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ಬೇರೆಯವರ ಜೀವನದಲ್ಲಿ ನಿಮಗೆ ಏನು ಮಾಡೋಕೆ ಸಾಧ್ಯವಲ್ಲ. Praise the Lord. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ಹೇಳಿದ ಅರ್ಥವಾಗಿದೆಯಾ? ആമേൻ. ചാക്കോച്ചന് അനുഗ്രഹം ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് ആർക്കും അറിയാൻ പറ്റിയല്ല. ಆಮೆನ್. ಹಲ್ಲೆಲೂಯ. ಚಾಕೋಚನವರಿಗೆ ಆಶೀರ್ವಾದ ഏലിയാമിക്ക് അനുഗ്രഹം ഉണ്ടാകരുത് എന്ന് ആർക്കും അറിയാൻ പറ്റിയല്ല. ಏಲಿಯಾಮ ಅವರಿಗೆ ಆಶೀರ್ವಾದ ഉണ്ടാಗಬಾರದು ಅಂತ ಹೇಳಿ ಯಾರು ಏನು ಮಾಡೋಕೆ ಸಾಧ್ಯವಲ್ಲ. നിങ്ങൾ ഇരുന്ന് ഉറക്കം തൂങ്ങിയിട്ട് ನೀವು ಕೂತ್ಕೊಂಡು ನಿದ್ರೆ ಮಾಡಿ വീട്ടിലെ മീൻകറിയൊക്കെ ഓർത്തോണ്ടിരുന്നിട്ട് ನೀವು ಮನೆಯಲ್ಲಿ ಇರಿದ ಫಿಶ್ ಕರಿ ಎಲ್ಲ വേഗം ನೆನೆಸಿಕೊಂಡು ചെന്നിട്ട് ഉറങ്ങണോന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് ಆಮೇಲೆ ಬೇರೆಯವ್ರ ಜನ ആകെ ഒരു ഞായറാഴ്ച കിട്ടുന്നത് ಹಾಗೆ ಒಂದು ಭಾನುವಾರ ഉറങ്ങാനും ಸಿಕ್ಕುವುದು. ಬಿಡത്തില്ല പാഷ. ನಿದ್ರೆ ಮಾಡೋದಕ್ಕೂ ഇതൊക്കെ പറഞ്ഞോണ്ട് നിങ്ങൾ ഇരുന്നിട്ട് ಇದೆಲ್ಲ ಹೇಳಿ ಇಲ್ಲೇ ಕೂತು നിങ്ങളുടെ അനുഗ്രഹം നിങ്ങൾ തടയും. ನಿಮ್ಮ ಆಶೀರ್ವಾದ ಅದು ನೀವು എന്റെ ತಡೆ കുഴപ്പമല്ല. ಮಾಡ್ತಾ- ಅದು ನನ್ನ ತೊಂದರೆ സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പറയുന്നത് ನಾನು ಹೇಳ್ತಾ ಇರುವುದು ന്യായപ്രമാണം നീ വിട്ടുമാറാതിരുന്നാൽ ಆಮೇಲೆ ನ್ಯಾಯ ಪ್ರಮಾಣವು ನೀವು ಬಿಟ್ಟು ಬಿಡದೆ ಇದ್ರೆ നീ പറയുന്നത് സാധിക്കും. ನೀನು ಹೇಳುವುದು പ്രൈസ് ദി ಸಾಧ್ಯವಾಗುತ್ತದೆ. ലോർഡ്. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ഇന്ന് പകൽക്കാലം പിന്നെയും ദൈവാത്മാവ് പറയുന്നു ತಗಲತನೆ ಬೇಳೆಯಲ್ಲಿ അവൻ ಬೇರೆ ಮತ್ತೆ അതിവേഗം പായുന്ന ಆತನು ಅತಿ ಬೇಗನೆ തന്റെ ಓಡುವ വചനമയച്ച് ತನ್ನ ವಾಕ್ಯವನ್ನು ಕಳಿಸಿ പ്രൈസ് ദി ലോർഡ് ആമേൻ. അവരെ വിടുവിക്കുന്നു. ಅವರಿಗೆ ಬಿಡುಗಡೆಯನ್ನು ಮಾಡ್ತಾನೆ. എവിടെയെല്ലാം ശത്രു കെട്ടിയ ബന്ധനങ്ങളുണ്ടോ ಎಲ್ಲೆಲ್ಲ ಶತ್ರುವಿನ ಬಂಧಿಸಿದ ಬಂಧನಗಳು ಇದೆಯೋ വചനത്തിന്റെ വാള് ವಾಕ್ಯದ ಖಡ್ಗವನ್ನು ഇരുതലവായത്തിലുള്ള വാള് ಆಮೇಲೆ ಇರು ಎಂಬಾಯಿ ವಾಯಿಕಿಂದ അത് ഇറങ്ങി വെട്ടുകയാ. ಅದು ಇಳಿದು ಕಟ್ಟು ಮಾಡ್ತಾ Praise the ಇದ್ದಾರೆ. Lord. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ಆಮೆನ್. വചനം ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ವಾಕ್ಯವನ್ನು ಮಾಡುವ ಕೆಲ ವಿಷಯಗಳುಂಟು. അവൻ ഹൃദയത്തിന്റെ വിചിന്തനങ്ങളെയും ಆತ ವಾಕ್ಯವ ನಮ್ಮ ಹೃದಯದ ಚಿಂತಗಳನ್ನು ഭാവങ്ങളെയും ಅದರ ಭಾವಗಳನ್ನು വിവേചിക്കുന്നു. ಅದು ഒരു ವಿವೇಚಿಸುತ್ತಾರೆ. മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് എന്തുണ്ട് എന്ന് ಒಂದು ಮನುಷ್ಯನ ಹೃದಯ ಒಳಗಡೆ ಏನಿದೆ വചനമായവൻ അറിയുന്നു. ವಾಕ್ಯವಾಗಿದೆ ತಿಳಿಕೊಳ್ಳುವುದು. അതോ പ്രിയപ്പെട്ടവരെ, ನನ್ನ ಪ್ರಿಯರೇ, ദൈവത്തിന്റെ ആലയത്തിൽ വന്നിരിക്കുമ്പോ ದೇವರ ಆಲಯ ಒಳಗಡೆ ಬಂದು ഒരു ಕೂತ್ಕೊಳ್ಳುವಾಗ പക്ഷേ ഏറ്റവും നല്ല ഡ്രസ് ധരിച്ചായിരിക്കാം നമ്മൾ ഇരിക്കുന്നത്. ನೀನು ಒಳ್ಳೆ ಡ್ರೆಸ್ ಅನ್ನು ಧರಿಸಿಕೊಂಡು ಬಂದಿರಬಹುದು. പക്ഷേ ಆದರೆ ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്നു. ಆಮೇಲೆ ದೇವರು ನಮ್ಮ
അവർ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും ಹೃದಯದ ഭാവങ്ങളെയും അറിയുന്നു. ಪಾಪಗಳನ್ನು ತಿಳ್ಕೊಳ್ಳುತ್ತಾರೆ. നിന്റെ നല്ല ഡ്രസ്സിനകത്ത് ನಿನ್ನ ಒಳ್ಳೆ ಡ್ರೆಸ್ ഉടഞ്ഞ ഒരു ഹൃദയം ഉണ്ടായിരിക്കാം, ಒಣಗೋಗಿದೊಂದು ಹೃದಯ, തകർന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കാം, ಚಚ್ಚಿ ಹೋಗಿದೊಂದು ಹೃದಯ, വേദനിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കാം, ಒಂದು കരയുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കാം. ಕರುಣೆ ಇರುವಂತ ദൈവം ഹൃദയത്തിന്റെ വിചാരങ്ങളെ അറിയുന്നു, ഭാവങ്ങളെ അറിയുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇനി നീ തിന്മ വിചാരിച്ചാൽ ತಿನ್ಮೆ ನೆನೆಸ್ಕೊಂಡು അതും ദൈവം അറിയുന്നുണ്ട്. ಅಲ್ಲಿ ಅದನ್ನು ದೇವರು ತಿಳ್ಕೊಳ್ಳುತ್ತಾ ಇದ್ದಾರೆ. ಆಮೆನ್. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. സ്തോത്രം സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഒന്നുകൂടി നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ച് എനിക്കും കൂടെ സപ്പോർട്ട് തരണം. ಆಮೆನ್. ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಹಲ್ಲೆಲೂಯ ಸಪೋರ್ಟ್ ಅನ್ನು ಕೊಡಬೇಕು. ആമേൻ. ಆಮೆನ್. അപ്പോൾ ഈ ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ದಾವೀದನು ಒಬ್ಬನೇ ಹೀಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿದರು. 119 സങ്കീർത്തനത്തില് 119ನೇ ಕೀರ್ತನದಲ್ಲಿ 19 വാക്യം 19 18 ഒന്ന് വായിച്ചേ. 18 ಸ್ವಲ್ಪ ಓದಿ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദാവീദ് എന്താ പ്രാർത്ഥിച്ചേ? ದಾವೀದನು ಏನಾಗಿದೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ದು? എന്താ പ്രാർത്ഥിച്ചേ? അത് മൈക്ക് ചേർത്ത് പിടിച്ചിട്ട് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. കണ്ടുകൊള്ളുവേനോ? പ്രൈസ് ദി ലോർഡ്. അത്രേ ഉള്ളോ കണ്ടിടത്തില്? തമിഴിൽ വായിച്ചേ, ഇംഗ്ലീഷ് വായിച്ചേ മക്കളെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അതാണ് അതിന്റെ യഥാർത്ഥ വേട്. നോക്ക്, ನೋಡ್ರಿ, നിന്റെ ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. പ്രൈസ് ദി ലോർഡ്. ಶ್ರದ್ಧೆಯಿಂದ ಇರಬೇಕು. ഞായറാഴ്ച മാത്രം വരുന്നവർക്ക് ഭയങ്കര കഷ്ടം പ്രസംഗിക്കാൻ. ಭಾನುವಾರ ಮಾತ್ರ ಮರುವರನ್ನ ನೋಡಿ ಪ್ರಸಂಗ കാരണം ಮಾಡಕ್ಕೆ ತುಂಬಾ വചനത്തിന്റെ ഒരു ಕಷ್ಟ. അടിസ്ഥാനമില്ലല്ലോ. ವಾಕ್ಯಕ್ಕೆ ಯಾವುದೇ ಅಡಿസ്ഥാನ ಅವರಲ್ಲಿ ಇರುವುದಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. എങ്കിലും നിങ്ങൾ വന്നതിന് സ്തോത്രം. വന്നല്ലോ. ಹೇಗಾದ್ರೆ ನೀವು ಭಾನುವಾರ ಬಂದ್ರಲ್ಲ, ಅದಕ್ಕಾಗಿ ആമേൻ. ദൈവത്തിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, ಇಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ന്യായപ്രമാണത്തിലെ അത്ഭുതം കാണുവാൻ. ಆಮೇಲೆ ಹಲ್ಲೆಲೂಯ. ನ್ಯಾಯ ಪ್ರಮಾಣದ ಆ ಅದ್ಭುತಗಳನ್ನು ನೋಡುವುದಕ್ಕೆ എൻ്റെ ನನ್ನ കണ്ണുകളെ തുറക്കണമേ. ಕಣ್ಣುಗಳನ್ನು ತೆರೆಯಬೇಕು. സ്തോത്രം. ಆಮೇಲೆ ന്യായപ്രമാണത്തിനകത്ത് അത്ഭുതം ഉണ്ടോ? ಆಮೇಲೆ ಧರ್ಮಶಾಸ್ತ್ರದ ಒಳಗಡೆ ಅದ್ಭುತಗಳು ಇದೆಯಾ? സ്തോത്രം. ಆಮೇಲೆ ആമേൻ. ന്യായപ്രമാണത്തിൽ അത്ഭുതം ഉണ്ടോ? ധർമ്മശാസ്ത്ര ಒಳಗಡೆ ಅದ್ಭುತಗಳು ಇದೆಯಾ? നിശ്ചയമായിട്ടുമുണ്ട്. ಆಮೇಲೆ ನಿಶ್ಚಯವಾಗಿ ಉಂಟು. ആമേൻ. ಆಮೇಲೆ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ದಾವೀದನು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ, അത്ഭുതം എനിക്കൊന്ന് കാണണം. ಆ ಅದ್ಭುತವು ನನಗೆ ಒಂದು ನೋಡಬೇಕು. നമുക്കിത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ನಾವು ಇವತ್ತು ಪ್ರಾರ್ಥನೆ ಮಾಡಕ್ಕೆ ಸಾಧ್ಯ? ന്യായപ്രമാണത്തിന്റെ അകത്ത് ಆಮೇಲೆ ಅಲ್ಲಿ ಧರ್ಮಶಾಸ್ತ್ರ ಒಳಗಡೆ ഒരത്ഭുതമുണ്ടെങ്കിൽ ಒಂದು ಅದ್ಭುತವಿದ್ರೆ ഇന്ന് പകൽക്കാലം അതെനിക്കൊന്ന് വെളിപ്പെടുത്തണം. ಆಮೇಲೆ ಇವತ್ತು ಅಗಲತನೆ ಬೆಳೆಯಲ್ಲಿ ನನಗೆ ಅದು ಪ್ರಕಟಪಡಿಸಿ ಕೊಡು. സ്തോത്രം. ಆಮೇಲೆ ഞാൻ ഒരു വിഷയം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ನಾನು ಒಂದು ವಿಷಯ ಮಾತ್ರ ಹೇಳಿಕೊಡಕ್ಕೆ ಇಚ್ಛೆಪಡ್ತೀನಿ. വചനത്തിനകത്ത് ഒരു വെളിപ്പാടുണ്ട്. ಆಮೇಲೆ ವಾಕ್ಯದ ಒಳಗಡೆ ಒಂದು ಪ್ರಕಟಣೆ ಉಂಟು. ആമേൻ. അത് വെളിപ്പെടണം. ಅದು ನಿಮಗೆ ಪ್ರಕಟವಾಗಬೇಕು. എഫേസ്യലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്. ಎಫೆಸಿ ಪತ್ರಿಕೆಯಲ್ಲಿ ಹೀಗೆ ಒಂದು ಮಾತುಂಟು, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടണം. ನಿಮ್ಮ ಹೃದಯದ ದೃಷ್ಟಿಯನ್ನು ಪ್ರಕಾಶ ಹೊಂದಬೇಕು. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടണം. ನಿಮ್ಮ ಹೃದಯ ದೃಷ್ಟಿಯನ್ನು ಪ್ರಕಾಶ ಹೊಂದಬೇಕು. ദൈവത്തിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ಆಮೇಲೆ ಯಾಕಂದ್ರೆ ದೇವರದ ವಿಷಯಗಳನ್ನು ತಿಳ್ಕೊಳ್ಳೋದಕ್ಕೋಸ್ಕರವಾಗಿ. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിൽ വരുമ്പോൾ ಆಮೇಲೆ ಲೂಕನ ಸುವಾರ್ತೆ 24ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಬರುವಾಗ 32 വാക്യം ഒന്ന് വായിച്ചേ. 32ನೇ ವಾಕ್ಯ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ 44 മുതൽ ഒന്ന് വായിച്ചേ. 44 കൂടെ. സ്തോത്രം. ഒന്ന് ശ്രദ്ധിക്കണേ. ആമേ ശ്രദ്ധೆಯಿಂದ ನೋಡ್ರಿ. 24 അധ്യായം. ആമേ ലൂക്കನ ಬರೆದ ಸುವಾರ್ತೆ 24ನೇ ಅಧ್ಯಾಯ. അതിന്റെ 27 വാക്യം ഒന്ന് വായിച്ചേ. 25 മുതൽ വായിക്കാം. 25ರಿಂದ ಓದಿಕೊಳ್ಳೋಣ. 25 വാക്യം. ಎಲ್ಲ ಬುದ್ಧಿ ಇಲ್ಲದವರೇ,
ಪ್ರವಾದಿಗಳು ಹೇಳಿದೆಲ್ಲವನ್ನು ನಂಬುವವರಲ್ಲಿ ಮಂದ ಹೃದಯರೇ, ಕ್ರಿಸ್ತನು ಇಂಥ ಶ್ರಮವನ್ನು ಅನುಭವಿಸಿ ತನ್ನ ಮಹಾಪದವಿಗೆ ಸೇರುವುದು ಅಗತ್ಯವಾಗಿತ್ತಲ್ಲವೇ ಎಂದು ಹೇಳಿ, ಮೋಶೆಯ ಮತ್ತು ಎಲ್ಲ ಪ್ರವಾದಿಗಳ ಗ್ರಂಥಗಳು ಮೊದಲುಗೊಂಡು ಸಮಸ್ತ ಗ್ರಂಥದಲ್ಲಿ ತನ್ನ ವಿಷಯವಾಗಿರುವ ಸೂಚನೆಗಳನ್ನು ಅವರಿಗೆ ವಿವರಿಸಿದನು. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ, എമ്മാവൂസ് ദേശಕ್ಕೆ ಹೋಗುವ ಶಿಷ್ಯರು, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ആമേൻ കേട്ടിട്ടും ಯೇಸು ಸ್ವಾಮಿ ಪುನರುತ್ಥಾನ ಹೊಂದಿದೆ ಎಂದು ಕೇಳಿದರೆ ಕೂಡಿ അവർ യെരൂശലേം വിട്ട് എമ്മാവൂസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ಅವರು ಯೆರೂಸಲೇಮನ್ನು ಬಿಟ್ಟು ಎಮ್ಮಾವೂಸ್ ದೇಶಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. ആമേൻ. അങ്ങനെ പോകുമ്പോൾ ಹತ್ತಿರವಾಗಿ ಹೋಗಬೇಕಾದ್ರೆ യേശു അവരുടെ അടുക്കൽ ചെന്നു. ಯೇಸು ಅವರ ಹತ್ರ ಹೋಗಿದೆ. യേശു അവരോട്, ಯೇಸು ಅವರ ಹತ್ರ, ആമേൻ, മോശ മുതൽ എല്ലാ തിരുവെഴുത്തിനകത്തും ಎಲ್ಲ ದೇವರ ವಾಕ್ಯ ಒಳಗಡೆನು തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് പറഞ്ഞു കൊടുത്തു. തന്നെ ಕುರಿತಾಗಿ ಬರೆದಿದ್ದು ಅವರಿಗೆ ತಿಳಿಸಿಕೊಟ್ಟರು. ന്യായപ്രമാണത്തിലെ ഒന്നാമത്തെ അത്ഭുതം, ಆಮೇಲೆ ನ್ಯಾಯಶಾಸ್ತ್ರದಲ್ಲಿ ಒಂದನೇ ಪ್ರಮಾಣ, എല്ലാ തിരുവെഴുത്തിലും ಎಲ್ಲ ದೇವರ ವಾಕ್ಯದಲ್ಲಿ യേശുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ಆಮೇಲೆ ಯೇಸುವಿനെ ನಿಮಗೆ ಕಾಣಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. ദാവീദിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? ദാവീദിನ ಪ್ರಾರ್ಥನೆ ಏನಾಗಿತ್ತು? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ന്യായപ്രമാണത്തിലെ അത്ഭുതം എനിക്ക് കാണണം. ಆಮೇಲೆ ಹಲ್ಲೆಲೂಯಾ, ನ್ಯಾಯ ಪ್ರಮಾಣದಲ್ಲಿರುವ ಅದ್ಭುತಗಳನ್ನು ನನಗೆ ನೋಡಬೇಕು. ദാവീദ് എങ്ങനെയാണ് ഇത്രയും മശിഹയിക സങ്കീർത്തനം എഴുതിയത്? ಆಮೇಲೆ ದಾವೀದನು ಹೇಗೆ ಆಗಿದೆ ಮಸಿಹಾಯ ಕುರಿತಿರುವ ಕೀರ್ತನೆಗಳು ಇಷ್ಟು ಬರೆದಿದ್ದು? യേശുവിന്റെ കഷ്ടാനുഭവം, യേശു സ്വാമിಯ ಕಷ್ಟ, ഉയർപ്പ്, ഹല്ലേലൂയ, ಆತನ യേശു ಪುನರುತ್ಥಾನ, പിടിക്കപ്പെടുന്നത്, യേശു ಸ್ವಾಮಿ ಬಿಡಿಸಲ್ಪಡುವುದು, അടിക്കപ്പെടുന്നത്, ತಗೊಳ್ಳುವುದು, ഇതെല്ലാം ദാവീദ് എങ്ങനെ എഴുതിയത്? ಇದೆಲ್ಲ ದಾವೀದನು ಹೇಗೆ ಆಗಿದೆ ಬರೆಯುವುದು? ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ വായിച്ച് അറിഞ്ഞു താൻ. ಆತನ ನ್ಯಾಯ ಪ್ರಮಾಣದ ಆ ಶಾಸ್ತ್ರಗಳೆಲ್ಲ ಓದಿ ತಿಳಿಯಲು. Praise the Lord. ಆಮೆನ್. Praise the Lord. Hallelujah. അതുകൊണ്ടാണ് യേശുവിനെ ദാവീദിന്റെ പുത്ര എന്ന് കൂടി വിളിക്കാനിടയായി തീർന്നത്. ಆದ್ರಿಂದ ಆಗಿದೆ ಯೇಸುವಿನ ದಾವೀದನ ಕುಮಾರನೇ ಎಂದು ಕೂಡ ಕರೆಯಲ್ಪಡೋದಕ್ಕೆ ആ കുലത്തിലാണ് യേശു ജനിച്ചത്. ಆಮೇಲೆ ಹಲ್ಲೆಲೂಯಾ, ಅದನ್ನಾಗಿದೆ ಯೇಸು ಸ್ವಾಮಿ ಹುಟ್ಟಿದ್ದು. Praise the Lord. ಆಮೆನ್. ദാവീദ് സങ്കീർത്തനങ്ങളിൽ ದಾವೀದನ ಕೀರ್ತನದಲ್ಲಿ കർത്താവേ എന്ന് യേശുവിനെ വിളിക്കുക. ಕರ್ತನೇ ಎಂಬುದಾಗಿ ಯೇಸು ಸ್ವಾಮಿ ಕರೀತಾ ಇದ್ದಾರೆ. കർത്താവ് എന്റെ കർത്താവിനോട്. ಆಮೇಲೆ ಕರ್ತನು ನನ್ನ ಕರ್ತನ ಹತ್ರ. Praise the Lord. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ಹೇಳೋದು ನಿಮಗೆ ಅರ್ಥವಾಗಿದೆಯಾ? ആമേൻ. 24-ാം അധ്യായത്തിന്റെ 24ನೇ ಅಧ್ಯಾಯದ 44-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ 44ನೇ ವಾಕ್ಯಕ್ಕೆ ಬರಬೇಕಾದ್ರೆ പ്രവാചക പുസ്തകങ്ങളിലും ಪ್ರವಾದನ മോശെയുടെ ಪುಸ್ತಕದಲ್ಲಿ, ന്യായപ്രമാണത്തിലും ಮೋಶೆಯ ನ್ಯಾಯ ಪ್ರಮಾಣದಲ್ಲಿ, സങ്കീർത്തനങ്ങളിലും ಕೀರ್ತನೆಗಳಲ್ಲಿಯೂ തങ്ങൾ തന്നെ കുറിച്ച് ತನ್ನನ್ನೇ ಕುರಿತಾಗಿ എഴുതിയിട്ടുള്ളത് ಬರೆಯಲ್ಪಟ್ಟಿದ್ದು അവർക്ക് വിവരിച്ചു പറഞ്ഞു കൊടുത്തു. ಅವರಿಗೆ ತಿಳಿಸಿ ದೇವರು ಹೇಳ್ಕೊಟ್ಟಿದ್ರು. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ಆಮೇಲೆ ದೇವರ ವಾಕ್ಯವನ್ನು അവരുടെ ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕೆ കണ്ണുകളെ തമ്പുരാൻ തുറന്നു. ಅವರ ಕಣ್ಣುಗಳನ್ನು ದೇವರು ತೆರೆದಿದರು. Praise the Lord. ಆಮೆನ್. അപ്പോൾ ന്യായപ്രമാണത്തിനകത്ത് എന്തുണ്ട്? ಆಮೇಲೆ ನ್ಯಾಯ ಪ್ರಮಾಣದ ಒಳಗಡೆ ಏನಿದೆ? Praise the Lord. ಆಮೆನ್. വചനമായ കർത്താവ് ജീവിക്കുന്നു. ಆಮೇಲೆ ವಾಕ್ಯವಾಗಿರುವ ಕರ್ತನು ಜೀವಿಸುತ್ತಾ ಇದ್ದಾರೆ. Praise the Lord. ಆಮೆನ್. ഉൽപ്പത്തിയിൽ ജീവിക്കുന്നു, ಆದಿಕಾಂಡದಲ್ಲಿ ಜೀವಿಸ್ತಾ ಇದ್ದಾರೆ. പുറപ്പാടിൽ ജീവിക്കുന്നു, ಆಮೇಲೆ ಎಕ್ಸೋಡಸ್ ಅಲ್ಲಿ ಜೀವಿಸ್ತಾರೆ. ലേവ്യ പുസ്തകത്തിൽ ജീവിക്കുന്നു, ಆಮೇಲೆ ಹಲ್ಲೆಲೂಯಾ, ಅರಸರ സംഖ്യാ പുസ്തകത്തിൽ ജീവിക്കുന്നു, ಆಮೇಲೆ ಸಂಖ್ಯಾ ಪುಸ್ತಕದಲ್ಲಿ ആവർത്തന പുസ്തകത്തിൽ ജീവിക്കുന്നു, ಆಮೇಲೆ ಡ್ಯೂಟ್ರೋನಮಿಯಲ್ಲಿ ಜೀವಿಸ್ತಾ ಇದ್ದಾರೆ. പ്രവാചക പുസ്തകങ്ങളിൽ ജീവിക്കുന്നു, ಆಮೇಲೆ ಪ್ರಬೋಧನ ಪುಸ್ತಕದಲ್ಲಿ ചരിത്ര ಜೀವಿಸ್ತಾರೆ. പുസ്തകങ്ങളിൽ ജീവിക്കുന്നു, ಚರಿತ್ರ ಪುಸ್ತಕದಲ್ಲಿ ಜೀವಿಸ್ತಾ ಇದ್ದಾರೆ. സങ്കീർത്തനങ്ങളിൽ ജീവിക്കുന്നു. ಕೀರ್ತನೆಗಳಲ್ಲಿ ಜೀವಿಸ್ತಾ ആര് ಇದ್ದಾರೆ. ജീവിക്കുന്നു? ಆರು ന്യായപ്രമാണത്തിന്റെ അത്ഭുതമായ യേശു ജീവിക്കുന്നു. ಆಮೇಲೆ ನ್ಯಾಯ ಪ್ರಮಾಣದ ಅದ್ಭುತವಾಗಿದ್ದ ಯೇಸು ಜೀವಿಸುತ್ತಾ ಇದ್ದಾರೆ. Hallelujah. ಹಲ್ಲೆಲೂಯಾ. Praise the Lord. ಆಮೆನ್. Hallelujah. ಹಲ್ಲೆಲೂಯಾ. ശ്രദ്ധിക്കുക, ಆಮೆನ್. ശ്രദ്ധിക്കുക. ಶ್ರದ್ಧೆಯಿಂದಿರಿ. പഴയ നിയമ വിശുദ്ധന്മാർക്ക് ಹಳೆಯ ಒಡಂಬಡಿಕೆ ವಿಶುದ್ಧರಿಗೆ ഇത് വെളിപ്പെട്ടില്ല. ಇದು ಪ್ರಕಟವಾಗಲಿಲ್ಲ. ദാവീദ് പ്രാർത്ഥിച്ചു, ದಾವೀದನು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ. ദാവീദിന് കുറെ വെളിപ്പെട്ടു. ದಾವೀದನಿಗೆ ಸ್ವಲ್ಪ ಪ್ರಕಟವಾಗಿತ್ತು. പുതിയ നിയമ വിശുദ്ധന്മാർക്ക് ಹೊಸ ಒಡಂಬಡಿಕೆ ഇത് ವಿಶುದ್ಧರಿಗೆ വെളിപ്പെടുവാൻ വേണ്ടി ಇದು ಪ್ರಕಟವಾಗದ യേശു അവിടെ കണ്ണുകളെ തുറന്നു കൊടുത്തു. ಯೇಸು ಸ್ವಾಮಿ ಅವರ ಕಣ್ಣನ್ನು ತೆರೆದುಕೊಟ್ಟರು. പ്രവാചക പുസ്തകങ്ങളിലും ಪ್ರವಾದನ ന്യായപ്രമാണ പുസ്തകങ്ങളിലും ನ್ಯಾಯ ಪ್ರಮಾಣ ಪುಸ್ತಕದಲ್ಲಿ സങ്കീർത്തനങ്ങളിലും ಕೀರ್ತನೆಗಳಲ್ಲಿ തന്നെ കുറിച്ചുള്ളത് ತನ್ನನ್ನೇ ಕುರಿತಾಗಿ ಇರುವುದು മനസ്സിലാകുമാറ് ಅವರಿಗೆ അവരുടെ ಅರ್ಥವಾಗುವುದಕ್ಕೆ കണ്ണുകളെ ദൈവം തുറന്നു. ಅವರ ಕಣ್ಣುಗಳನ್ನು ದೇವರು അവർ ತೆರೆದರು. പറഞ്ഞു, ಅವರು ಹೇಳಿದರು, ഞങ്ങൾ കുടിച്ച പാറ
ನಾವು ಕುಡಿದಿದ್ದ അത് ಬೆಂಡೆಯು ക്രിസ്തുവായിരുന്നു. ಅದು ಆ ಬೆಂಡೆ അവർ ಕ್ರಿಸ್ತನಾಗಿತ್ತು. പറഞ്ഞു, ಅವರು ಹೇಳಿದರು, ഞങ്ങളുടെ മഹാപുരോഹിതൻ ಆಮೇಲೆ ನಮ್ಮ വരുവാനുള്ള യേശുവായിരുന്നു. ಅದು ಬರುವಕ್ಕಿರುವ അവർ ಯೇಸುವಾಗಿದೆ. പറഞ്ഞു, ಅವರು ಹೇಳಿದರು, ഞങ്ങളുടെ പിതാക്കന്മാർ കൊന്ന ആട്ടുകൊറ്റൻ, ನಮ್ಮ ಪೂರ್ವಿಕರು ಸಾಯಿಸಿದ ಆ ಕುರಿಯು, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അത് ഞങ്ങളുടെ യേശുവായിരുന്നു. ಅದು ನಮ್ಮ ಯೇಸುವಾಗಿತ್ತು. അവർ പറഞ്ഞു, ಅವರು ಹೇಳಿದರು, ഞങ്ങളുടെ പിതാക്കന്മാർ കുടിച്ച വെള്ളം ನಮ್ಮ ಪೂರ್ವಿಕರು ಕುಡಿದ ക്രിസ്തു എന്ന ആത്മീക പാറയിൽ നിന്നായിരുന്നു. ಕ್ರಿಸ್ತನೆಂದ ಆತ್ಮೀಕವಾದ ಬೆಂಡೆ ಎಂದಾಗಿತ್ತು. ദൈവത്തിന് സ്തോത്രം, ಆಮೆನ್, ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. അവർ പറഞ്ഞു, ಅವರು ಹೇಳಿದರು, ആമേൻ, ആ ഇസ്ഹാക്കിന് കിട്ടിയ ആട്, ಆ ಇಸಹಾಕಿന് ಸಿಕ್ಕಿದ, അല്ല, അബ്രഹാമിന് കിട്ടിയ ആട്, ಅಬ್ರಹಾಮಿಗೆ അത് ಸಿಕ್ಕಿದ ഞങ്ങളുടെ ಕುರಿಯು കർത്താവായിരുന്നു. ಅದು ನಮ್ಮ ಕರ್ತನಾಗಿತ್ತು. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പാപപരിഹാരത്തിന് അറക്കപ്പെട്ട കുഞ്ഞാട്, ಪಾಪ ಪರಿಹಾರಕ್ಕೆ ಅದು ഞങ്ങളുടെ യേശുവായിരുന്നു. ಅದು ನಮ್ಮ എങ്ങനെ ಯೇಸುವಾಗಿದೆ. അവർക്ക് വെളിപ്പെട്ടെ? ಹೇಗಾಗಿದೆ ಅವರಿಗೆ ಪ್ರಕಟವಾಗಿದ್ದು? പുതിയ നിയമത്തിൽ എങ്ങനെ വെളിപ്പെട്ടു? ಹೊಸ ഉടമ്പടിಯಲ್ಲಿ ಹೇಗೆ ಅದು ಪ್ರಕಟವಾಗಿದೆ? ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണുവാൻ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ಆಮೇಲೆ ಧರ್ಮಶಾಸ್ತ್ರದಲ್ಲಿ ಇರುವ ಅದ್ಭುತಗಳನ್ನು ಕಾಣುವುದಕ್ಕೆ ಅವರ ಕಣ್ಣುಗಳನ್ನು ತೆರೆಯಲ್ಪಟ್ಟಿತು. ഹല്ലേലൂയ. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പോൾ ദൈവവചനത്തിന്റെ ആമേൻ എന്താ ആമേൻ സീക്രട്ടുകൾ ದೇವರ ವಾಕ್ಯದ ಗುಡ್ಡುಗಳು അറിയണമെങ്കിൽ ಅದು ತಿಳ್ಕೋಬೇಕಂದ್ರೆ നമ്മൾ ನಾವು ദൈവത്തിന്റെ വചനം ದೇವರ ವಾಕ್ಯವು പ്രാർത്ഥനയോടെ വായിക്കണം. ಆಮೇಲೆ ಪ್ರಾರ್ಥನೆಯಿಂದ ನಾವು ಓದಬೇಕು. അതിനകത്ത് എന്തുണ്ട്? ಅದರೊಳಗಡೆ ಏನಿದೆ? ആമേൻ, അതിനകത്ത് അത്ഭുതങ്ങളുണ്ട്. അതിനൊಳಗಡೆ അത്ഭുതಗಳು ಉಂಟು. സ്തോത്രം, ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുകയാണ്. ಈ ಅಗಲತನ ವೇಳೆಯಲ್ಲಿ ನಾನು ಪ್ರಸಂಗ ಮಾಡ್ತಾ ಇದ್ದೀನಿ. ഏലിയാവിന്റെ ಏಲಿಯನ ആമേൻ ഒരത്ഭുതം. ಒಂದು ಅದ್ಭುತವು, വിധവയുടെ എണ്ണപ്പാത്രവും ಆಮೇಲೆ ವಿಧವೆಳೆದ ಎಣ್ಣೆಯ ಪಾತ್ರವು, ആമേൻ മാവിന്റെ പാത്രവും ಹಲ್ಲೆಲೂಯ ಹಿಟ್ಟಿನ ಪಾತ್ರವು ഏലിയാവ് അനുഗ്രഹിച്ചു. ಆಮೇಲೆ ಏಲಿಯನು ಆಶೀರ್ವಾದ ഞാനത് ಮಾಡಿದನು. പറയുകയാണ്. ನಾನದು ಹೇಳ್ತಾ ಇದ್ದೀನಿ. ഒരു കൂട്ടര് ಒಂದು ಗುಂಪು പഴയ നിയമത്തിൽ കടന്ന ഒരു സംഭവമായിട്ട് കേൾക്കുന്നു. ಹಳೆ ಉಡಂಬಡಿಕೆಯಲ್ಲಿ ನೋಡಿದ ಒಂದು ഒരു ಸಂಭವ. കൂട്ടര് ಒಂದು ಗುಂಪು ഞായറാഴ്ച പ്രസംഗമായി കേൾക്കുന്നു. ಭಾನುವಾರ ಅದೊಂದು ಪ್ರಸಂಗವಾಗಿ ಕೇಳುತ್ತಾರೆ. ഒരു കൂട്ടര് ಒಂದು ಗುಂಪು ഇന്നത്തെ പ്രസംഗം കുഴപ്പമില്ല എന്ന് പറയുന്നു. ಇವತ್ತದ ಪ್ರಸಂಗವು ಚೆನ್ನಾಗಿತ್ತು, ഒരു ಪರವಾಗಿಲ್ಲ കൂട്ടര് ಹೇಳ್ತಾರೆ. ಇನ್ನೊಂದು ಗುಂಪು അതിനകത്തെ അത്ഭുതം കാണുകയാണ്. അതിനೊಳಗಡೆ ಇರದ ആ ಅದ್ಭುತಗಳನ್ನು ನೋಡ್ತಾ എണ്ണയുടെ ಇದ್ದಾರೆ. പാത്രം, ಆಮೇಲೆ ಆ ಎಣ್ಣೆಯ ಆ ಮಾವಿನ ಪಾತ್ರ, പാത്രം ಆ ಹಿಟ್ಟಿನ ಪಾತ್ರವು എന്റെ ജീവിതമാണ്. ಆಮೇಲೆ ನನ್ನ അത് ಜೀವಿತವಾಗಿದೆ. നിറയപ്പെടാൻ പോകുന്നു. ಆಮೇಲೆ ಅದು അത് ನೆರವೇರುವ, വർദ്ധിക്കാൻ പോകുന്നു. ಅದು ಹೆಚ್ಚಿಗಾಗಿ ಹೋಗ್ತಾ ಇದೆ. ന്യായപ്രമാണത്തിന്റെ അകത്ത് ಆಮೇಲೆ ഒരു ನ್ಯಾಯಶಾಸ್ತ್ರದೊಳಗಡೆ അത്ഭുതമുണ്ട്. ಒಂದು ಅದ್ಭುತ അത് ಉಂಟು. റിസീവ് ചെയ്യണം. ಅದು ರಿಸೀವ್ ಮಾಡಬೇಕು. ഹല്ലേലൂയ. ಆಮೆನ್. ಜೀಸಸ್. പ്രൈസ് ദി ലോർഡ്. ಅತ್ತಲ್ ಚೂಡರ ಬಲಗಡ ಬಶಸ್. ഹല്ലേലൂയ. ಅಂಧರಾದ ರಾಜ್ಯ ಸ್ತೋತ್ರ. ಬಲಗಡ ಬಶಸ್. ഹല്ലേലൂയ. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമെൻ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ വചനത്തെ കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. ನಾವಿವತ್ತು ದೇವರ ವಾಕ್ಯದ ಕುರಿತಾಗಿದೆ ಚಿಂತೆ ಮಾಡಿ ಬಂದಿದ್ದು. ഒത്തിരി കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു വിട്ടു. ತುಂಬಾ ವಿಷಯಗಳು ಬೇಗನೆ ಹೇಳಿಬಿಟ್ಟಿದರು. ആമേൻ. ಆಮೆನ್. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ഞാൻ വിചാരിക്കുന്നു ನಾನು ಚಿಂತೆ ಮಾಡುತ್ತೇನೆ. ഇന്ന് പറഞ്ഞ അനേക കാര്യങ്ങൾ ಇವತ್ತು ಹೇಳಿದ ಹಲವಾರು ವಿಷಯಗಳು ഇന്ന് പകൽക്കാലം ಇವತ್ತು ಅಗಲತನೆ കടന്നു വന്ന ನೀವು ಸೇರಿ ಬಂದಿರುವ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ദൂതായിരുന്നു. ನಿಮ್ಗೆ ಎಲ್ಲರಿಗೂ ಇರೋ ದೂದಾಗಿತ್ತು. സ്വർഗത്തിൽ ಪರಲೋಕದಲ್ಲಿ പിതാവും ತಂದೆಯು, പുത്രനും ಕುಮಾರನು, പരിശുദ്ധാത്മാവുമുണ്ട്. ಪವಿತ್ರಾತ್ಮನು ಇದೆ. സ്തോത്രം. ಆಮೆನ್. സ്വർഗത്തിൽ ಪರಲೋಕದಲ್ಲಿ എന്നേക്ക് സ്ഥിരമായ ಎಂದೆಂದಿಗೂ ಸ್ಥಿರವಾಗಿರುವ ദൈവത്തിന്റെ വചനവുമുണ്ട്. ದೇವರ ವಾಕ್ಯವೂ ಉಂಟು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ദൈവം ದೇವರು കാലാകാലങ്ങളിൽ ಕಾಲಕಾಲಗಳಲ್ಲಿ ഭാഗമായിട്ടും ಆಮೆ ಭಾಗವಾಗಿ വിവിധങ്ങളായിട്ടും ವಿವಿಧಗಳಾಗಿ തന്റെ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ತನ್ನ ಜನರ ಹತ್ರ ಮಾತಾಡ್ತಾ ಇದ್ದಾರೆ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു കൊട്ടിക്കരയിൽ ನಾವು ಓದ ದಿನ ಗೊಟ್ಟಿಕೆರೆಯಲ್ಲಿ ಚಿಂತೆ ಮಾಡಿದ್ರು. യേശു കഫർന്നഹൂമിന്റെ ഓരത്തൂടെ പോയപ്പോൾ ಕಪರ್ನಹೂಮಿನ ಸೈಡ್ ಅಲ್ಲಿ ಹೋಗ್ಬೇಕಂದ್ರೆ വചനം കേൾക്കുവാൻ ವಾಕ್ಯವನ್ನು ಕೇಳುವುದಕ್ಕಾಗಿ ಜನರು തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. ಆಮೇಲೆ ಕಾಲಲ್ಲಿ ಬಹಳವಾಗಿ അവർ ಇಕ್ಕಟ್ಟಾಗಿ ആയിരമായി വർദ്ധിച്ചു വന്നു. ಅವರು ಸಾವಿರವಾಗಿ ಹೆಚ್ಚಾಗಿ വചനം കേൾക്കാനുള്ള ഒരു തിക്കിത്തിരക്കല്. ಆಮೇಲೆ ವಾಕ್ಯವನ್ನು ಕೇಳೋದಕ್ಕೋಸ್ಕರವಾಗಿ ಇರುವ ಒಂದು ಅವಸ್ಥೆ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ഗലീലയിൽ വന്നപ്പോൾ ಆಮೇಲೆ ಗಲೀಲ ಊರಿಗೆ ಬರಬೇಕಂದ್ರೆ ആമേൻ യേശുവിന്റെ മേലേക്ക് വീഴുമാർ ಯೇಸು ಸ್ವಾಮಿಯ ಮೇಲೆ ಬೀಳುವಂತೆ ജനം വചനം കേൾക്കാൻ തടിച്ചുകൂടി. ಆಮೇಲೆ
ಜನರು ವಾಕ್ಯವನ್ನು അവന്റെ ಕೇಳುವುದಕ್ಕಾಗಿ മേലേക്ക് വീണ് വചനം കേൾക്കുക. ಆತನ ಮೇಲೆ ಬೀಳುವ ರೀತಿಯಲ್ಲಿ ಸ್ತೋತ್ರ. ಹಾಲೆಲೂಯಾ ಜನರು ಸೇರಿ ಬಂದಿದ್ರು. Praise the Lord. ಆಮೆನ್. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ആമേൻ. മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു, ಬೇರೊಂದು ಕಡೆ ಬರೆದಿದೆ, ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയും ചിതറിയും കണ്ട് അവൻ അവരെ ഉപദേശിക്കുവാൻ ആരംഭിച്ചു. ಜನರು ಹಾಲೆಲೂಯಾ ಕುರುಬನಿಲ್ಲದ Praise the ಕುರಿಗಳನ್ನು Lord. ನೋಡಿಬಿಟ್ಟು ಆತನು ಅವರನ್ನು ಉಪದೇಶ എല്ലാ ಮಾಡಕ್ಕೆ ಶುರು ಮಾಡಿದನು. ചിതറച്ചുകളുടെ മേലെയും എല്ലാവരും ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ഇറങ്ങും. ದೇವರ ವಾಕ್ಯ എവിടെയെല്ലാം ചിതറിയവരുണ്ടോ ಎಲ್ಲೆಲ್ಲ ಸದರಿ അതിനെല്ലാം ദൈവം ഒന്നിപ്പിക്കുന്ന ಅಲ್ಲೆಲ್ಲ ദൈവത്തിന്റെ വചനം ഇവിടെ വെളിപ്പാടും. ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಪ್ರಕಟವಾಗಿ ಹೋಗ್ತಾ ಇದೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അവൻ നന്നായി സംസാരിച്ചു, ಆತನು ಚೆನ್ನಾಗಿ അവനെല്ലാം ಮಾತಾಡಿದನು, നന്നായി ചെയ്തു. ಆತನು ಎಲ್ಲ ಚೆನ್ನಾಗಿ ಮಾಡಿದನು. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. ദൈവത്തിന് സ്തോത്രം, ದೇವರಿಗೆ ಸ್ತೋತ್ರ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ഇന്ന് പകൽക്കാലം ಇವತ್ತು ಹಗಲದ യേശു ഇങ്ങനെ പറഞ്ഞു, യേശು സ്വാമി ಹೀಗೆ യോഹന്നാൻ ಹೇಳಿದನು. 17:8 ಯೋವಾನ್ 17:8 എന്റെ പിതാവിന്റെ വചനം ನನ್ನ ತಂದೆಯ ವಾಕ್ಯವು ഞാൻ നിങ്ങൾക്ക് തരുന്നു. ನಾನು ನಿಮಗೆ ಕೊಡ್ತೇನೆ. എന്റെ പിതാവ് തന്ന വചനം ನನ್ನ ತಂದೆಯು ಕೊಟ್ಟಿದ್ದ ഞാൻ ವಾಕ್ಯವು നിങ്ങൾക്ക് തരികയാണ്. ನಾನು ನಿಮಗೆ ಕೊಡ್ತಾ ഇന്ന് ಇದ್ದೇನೆ. പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ಇವತ್ತು ಹಗಲತಿನ ವೇಳೆ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ಪರಲೋಕದಲ್ಲಿರುವ കയ്യിലുണ്ടായിരുന്ന ಕರದಲ್ಲಿ പരിശുദ്ധമായ വചനം ಪವಿತ್ರವಾದ അവൻ ವಾಕ್ಯವು തന്റെ ജനത്തിന് ಆತನು ತನ್ನ യേശു മൂലം ಯೇಸು ಸ್ವಾಮಿ അയച്ചു തന്നു. ಅದು ಕಳಿಸಿ ആ വചനമാണ് ಆ ವಾಕ್ಯವಾಗಿದೆ. ഇന്ന് പകൽക്കാലവും ಇವತ್ತು ಹಗಲತಿನ ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ದೇವರ ಸಭೆಯೊಳಗೆ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ನಾವು ಕೇಳುತ್ತಾ ಇರುವುದು ഈ വചനം നമ്മളെ ವಾಕ್ಯವು ನಮ್ಮನ್ನು വിടിവിക്കുകയും ಬಿಡುಗಡೆ ಕೊಡುವ, ആരക്ഷിക്കുകയും ಆಮೇಲೆ ರಕ್ಷಣೆ ಕೊಡುವ, പണിയുകയും ಆಮೇಲೆ ಕಟ್ಟುವ, ഉറപ്പിക്കുകയും ദൃഢപ്പെടുത്തുವುದು, ശക്തീകരിക്കുകയും ശക്തീകരണം ಮಾಡುವುದು, ഗുണീകരിക്കുകയും ಆಮೇಲೆ സൗഖ്യമാക്കുകയും ಸೌಖ್ಯ ಮಾಡುವುದು, വിടുവിക്കുകയും ಆಮೇಲೆ ಬಿಡುಗಡೆ അതിന്റെ ಕೊಡುವುದು. ശക്തിയാൽ ಆ ವಾಕ್ಯದ ദൈവത്തിന്റെ ಶಕ್ತಿಯಿಂದ വചനത്തെ കുറിച്ച് പറയുകയാണ്. ಆಮೇಲೆ യഹോവയുടെ വചനമോ ಯೆಹೋವನ അത് ವಾಕ್ಯವು കാദേശിന്റെ മരുഭൂമിയെ ಅದು നടുക്കുകയും വാൾപ്പേടകളെ ಭಯಪಡಬೇಕು, പ്രസവിപ്പിക്കുകയും ಅವನ್ ചെയ്യുന്നതല്ലയോ? ಚಿಕ್ಕಗಳನ್ನು അത് ನಿನಗೆ തീയിലും ചുറ്റുകയിലും ശക്തിയേറിയത്. ಆಮೆನ್. ಸ್ತೋತ್ರಂ 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 ഉറവന ಸ್ತೋತ್ರಂ ഭൗഡക രഗന രബല ഭൗഷാരകടയ പ്രവലേ. ഹല്ലേലൂയ. രക്തത്താലെ ജയമെടുക്കട്ടെ, രക്തത്താലെ ജയമെടുക്കട്ടെ. ഹല്ലേലൂയ. ഊറഖമാനിയാൽ കടത്തെ യേശുവിൻ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. ಅದರ ಜಾವನಗಡದು ಬಲ್ಕಡಿ ಬಾಲಗನಗರ ಬಸ್ ಅದರಿಗಾರಗಸ್ ಅದರ ರಿಬಶಿ ಕಬಾರ ಉಡಕ ಬಾಬಾ ಬಾಬಾ ഖമാനിയാൽ കടത്തേരെ സന്ദരാ ജൂദാ ഭൗഷാരകടയ അൽഖടത്തേരെ. ಅದರ ഹല്ലേലൂയ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ನಾವು ಪರಲೋಕಕ್ಕೆ ತಲುಪುವಾಗ മറ്റൊന്നും അറിയത്തില്ലേലും ಬೇರೆ ಏನು ಗೊತ್ತಿಲ್ಲ ಅಂದ್ರೇನು അവിടെ പുസ്തകങ്ങൾ തുറക്കും. ಆತನು ಆ ಪುಸ್ತಕಗಳನ್ನು ತೆರೆಯುತ್ತಾರೆ. അതിനകത്ത് ഈ ജീവന്റെ പുസ്തകം ഉണ്ടാവും. ಆಮೇಲೆ ಅದರೊಳಗಡೆ ಈ കാരണം ಜೀವದ എന്താണ്? ಪುಸ್ತಕ ಇರುತ್ತೆ. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കും. ಯಾಕಂದ್ರೆ ಇದು ಪರಲೋಕದಲ್ಲಿ ಎಂದೆಂದಿಗೂ ಸ್ಥಿರವಾಗಿರದ ಪುಸ್ತಕ. വേറെ ഒന്നും കർത്താവ് ചോദിക്കത്തില്ല. ಬೇರೆ ಏನು ಕರ್ತನು ಕೇಳುವುದಿಲ್ಲ. ആ പുസ്തകം അറിയാമായിരുന്നോ? ಆ ಪುಸ್ತಕವನ್ನು ഈ ಗೊತ್ತಿದೆಯಾ? പുസ്തകം ಈ അറിയാമായിരുന്നോ? ಪುಸ್ತಕ ಗೊತ್ತಿದೆಯಾ? ഒന്നും ചോദിക്കത്തില്ല. ಅದೇನು ಕೇಳುವುದಿಲ್ಲ. പാസ്റ്റർ പറഞ്ഞ ഒരു കഥയും കർത്താവ് ചോദിക്കത്തില്ല. ಆಮೇಲೆ ಪಾಸ್ಟರ್ ಹೇಳಿದ ಒಂದು ವಿಷಯ, ഒരു കഥയും കർത്താവ് ಒಂದು ചോദിക്കത്തില്ല. ಕಥೆಯನ್ನು ಕರ್ತನು ಕೇಳುವುದಿಲ್ಲ. ഒന്ന് മാത്രം ചോദിക്കും. ಒಂದು ಮಾತ್ರ ಕೇಳುತ್ತಾರೆ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചതാ അല്ലേ? ಯೋವಾನ್ ಬರೆದ ಸುವಾರ್ತೆ ನಾವು ಓದಿದಾಗಿದೆ. ആമേൻ. ഞാൻ നിങ്ങളെ ന്യായം വിധിക്കുന്നില്ല, ನಾನು ನ್ಯಾಯವಿಧಿ ಮಾಡುತ್ತಾ ಇಲ್ಲ. ഞാൻ സംസാരിച്ച വചനം തന്നെ നിങ്ങളെ ന്യായം വിധിക്കും. ಆಮೇಲೆ ನಾನು ಮಾತಾಡಿದ ವಾಕ್ಯವೇ ನಿಮಗೆ ನ್ಯಾಯ ವಿಧಿಯನ್ನು ಉಂಟು ಮಾಡುತ್ತಾರೆ. 12-ാം അധ്യായം 41-ാം വാക്യമാണ്. വായിച്ചതാ. പ്രൈസ് ദി ലോർഡ്. 12-ನೇ സ്തോത്രം. ಅಧ್ಯಾಯ 41 പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. 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 ആമേൻ. 47-48 വാക്യങ്ങളിലോട്ട് വരുമ്പോഴാണ് കർത്താവ് വിശദീകരിച്ച ആ വിഷയങ്ങൾ പറയുന്നത് അല്ലേ? ഞാൻ സംസാരിച്ച വചനങ്ങൾ, ನಾನು ಮಾತಾಡಿದ ವಾಕ್ಯಗಳು നിങ്ങളെ ന്യായം വിധിക്കും. ನಿಮ್ಮನ್ನು ನ್ಯಾಯ ವಿಧಿಯನ್ನು ಮಾಡುತ್ತಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്തറിയണം സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ? ನಾವು ಏನು ತಿಳ್ಕೊಳ್ಳುತ್ತೇವೆ ಪರಲೋಕದಲ್ಲಿ ಹೋಗುವಾಗ? ദൈവത്തിന്റെ വചനം അറിയണം. ದೇವರ ವಾಕ್ಯವನ್ನು ನಾವು ತಿಳ್ಕೊಳ್ಳಬೇಕು. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമെൻ. എനിക്ക്
ഒത്തിരി പറയാനായിട്ടുണ്ട്. ನಮಗೆ ತುಂಬಾ ವಿಷಯಗಳು ಹೇಳಕ್ಕುಂಟು. പക്ഷേ ಆದರೆ ആമേൻ ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാൻ ಈಗ ನೀವು ಕೇಳುವುದಕ್ಕೆ മനസ്സുള്ളവരല്ലെന്ന് എനിക്കറിയാം. ಮನಸ್ಸಿರುವರಲ್ಲ ಎಂದು Praise the Lord. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ഹല്ലേലൂയ. 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 എന്നാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരെല്ലാരും ಆದ್ರೆ ನನ್ನ ಈ ವಾಕ್ಯಗಳನ್ನು ಕೇಳಿ ಮಾಡುವವರಲ್ಲ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ആയിരിക്കും. ಆಮೇಲೆ ಬುದ್ಧಿ ಇರುವ ಮನುಷ್ಯ പാറമേൽ വീട് പണിയുന്നവർ. ಅವರ ಬಂಡೆಯ ಮೇಲೆ ಮನೆಗಳನ್ನು ಕಟ್ಟುವರಂತೆ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. യേശുവിന്റെ വചനങ്ങൾ യേശുവിನ ವಾಕ್ಯಗಳು ദൈവത്തിന്റെ സഭയ്ക്കകത്തേക്ക് ದೇವರ ಸಭೆಯ ಒಳಗಡೆ തമ്പുരാൻ വിതയ്ക്കുമ്പോൾ ಆಮೇಲೆ ಕರ್ತನು ಅದು അത് ಬಿತ್ತುವಾಗ നൂറുമേനിയായി ഫലം കൊടുക്കുകയാണ്. ಅದು 100ರಷ್ಟು ಫಲವನ್ನು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ഇപ്പോൾ നമ്മൾ കേട്ട പോലെ, ಈಗ ನಾವು ಕೇಳಿದ ರೀತಿ, ഇപ്പോൾ നമ്മൾ കേട്ട പോലെ ಈಗ ನಾವು ಕೇಳಿದಂತೆ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ದೇವರಿಗೆ ಮಹಿಮೆ ന്യായ ಉಂಟಾಗಲಿ. പ്രമാണം രാപകൽ ധ്യാനിക്കുന്നവൻ ന്യായ പ്രമാಣವು ಹಗಲಿರುಳು ആറ്റരികത്ത് ಧ್ಯಾನ നട്ടിരിക്കുന്നതും ಆಮೇಲೆ ಹಲ್ಲೆಲೂಯ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. ತಕ್ಕ ಸಮಯದಲ್ಲಿ ಫಲವು ಕೊಡುವ ವೃಕ್ಷದಂತೆ ಇರುತ್ತದೆ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. ದೇವರ ವಾಕ್ಯವನ್ನು ಹೀಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ. കർത്താവിന്റെ വചനമോ ಕರ್ತನ ವಾಕ್ಯವು അത് തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയതും ಆಮೇಲೆ ಅದು ಜೇನಿಲು ಜೇನಿಗಿಂತ ಹೆಚ್ಚಾಗಿ ಹಲಲು ಮಾಧುರ್ಯವಿರದಾಗಿದೆ. പൊന്നിലും അനവധി തങ്കത്തിലും ആഗ്രഹിക്കത്തക്കതുമാണ്. ಆಮೇಲೆ ಹಾಲಲು ಅದು ಚಿನ್ನದಕ್ಕಿಂತ ಬೆಳ್ಳಿಕ್ಕಿಂತ ಹಾಲಲು ನಾವು ಇಚ್ಛೆ ಪಡುವುದಕ್ಕಾಗಿದೆ. ഹല്ലേലൂയ. ആമേൻ. 19 സങ്കീർത്തനത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. 19ನೇ കീರ್ತനದಲ್ಲಿ ಆಗಿದೆ ಅದು ಬರೆಯಲ್ಪಟ್ಟಿದೆ. സ്തോത്രം. ആമേൻ. Praise the Lord. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എന്തുവാണ്? ದೇವರ ವಾಕ್ಯವು ಏನಾಗಿದೆ? അയ്യോ അത് മധുരമാണ്. ಅದು ಬಹಳ ಸಿಹಿಯಾಗಿದ್ದು. ഹല്ലേലൂയ. ആമേൻ. അത് വിലയേറിയതാണ്. ಅದು ಬಹಳ ಬೆಲೆ ಇರುವುದಾಗಿದೆ. അടിയാനും അതിനാൽ പ്രബോധനം ലഭിക്കണം. ಆಮೇನ್. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ, ಆಮೇಲೆ ನಾನು ಪರದೇಶಿಯಾಗಿ ವಾಸ ಮಾಡುವ ಮನೆಯಲ್ಲಿ, ഈ നാട്ടിൽ, ಆಮೇಲೆ ಈ ഈ ಊರಲ್ಲಿ, ഭൂമിയിൽ, ಈ ಭೂಮಿಯಲ್ಲಿ, എന്റെ ഭവനത്തിൽ ನನ್ನ ಮನೆಯಲ್ಲಿ നിന്റെ ചട്ടങ്ങൾ ನಿನ್ನ ಚಟ್ಟಗಳು എനിക്ക് കീർത്തനമായി മാറണം. ನನಗೆ ಅದು എന്റെ ಕೀರ್ತನಗಳಾಗಿ പാട്ട് എന്താണ്? ಆಮೇಲೆ ನಿನ್ನ ಪಹಾಡಿ നിന്റെ ಏನಾಗಿದೆ? ചട്ടങ്ങളാണ് എന്റെ പാട്ടുകൾ. ನಿನ್ನ ಕಲಲಿ ಪ್ರಮಾಣಗಳಾಗಿದೆ ನನ್ನ Praise ಹಾಡುಗಳು. the Lord. ಆಮೆನ್. Praise the Lord. Hallelujah. സ്തോത്രം. ആമേൻ. സ്തോത്രം. Hallelujah. ഒരിക്കൽ ന്യായശാസ്ത്രിയായിരുന്ന ಒಮ್ಮೆ ನ್ಯಾಯಶಾಸ್ತ್ರಿ നെഹമ്യാവ് ನೆಹಮ್ಯನು വചനം വായിച്ചപ്പോൾ ವಾಕ್ಯವನ್ನು ಓದಬೇಕು. പ്രായമായവർ മുതൽ ಹಿರಿಯವರಿಂದ കുഞ്ഞു കുട്ടികൾ വരെയും ಚಿಕ್ಕ ಮಕ್ಕಳು ವರೆಗೆ രാവിലെ മുതൽ വൈകിട്ട് വരെയും ಬೆಳಗ್ಗೆಯಿಂದ ಸಾಯಂಕಾಲ ഒറ്റ നിപ്പാണ് ಆಮೇಲೆ ಅವರು ನಿಂತ್ಕೊಂಡೇ ಇದ್ರು. ന്യായപ്രമാണം കേൾക്കുക. ಆಮೇಲೆ ನ್ಯಾಯ ಪ್ರಮಾಣವನ್ನು ಕೇಳುವುದಕ್ಕಾಗಿ. ഹല്ലേലൂയ. ಆಮೇನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എന്നാൽ യെരമ്യാവിന്റെ കാലത്ത് ಆದ್ರೆ ಇರಮ್ಯನ ഒരു ಕಾಲದಲ್ಲಿ യഹോയാക്കീം എന്ന രാജാവ് ഉണ്ടായിരുന്നു. ಒಂದು ಯೆಹೋಯಾಕೀಮ್ എന്നೊಂದು ಅರಸನಿತ್ತು. യെരമ്യാവിന് ദൈവത്തിന്റെ വചനം വന്നു. ಆಮೇಲೆ ಇರಮ್ಯನಿಗೆ ದೇವರ ವಾಕ್ಯವನ್ನು ആ ಬಂದಿತು. വചനം യെരമ്യാവ് ചുരുളെഴുതി ಆಮೇಲೆ ಇರಮ್ಯನು ಆ ವಾಕ್ಯವನ್ನು ബാരൂക്കിന്റെ കയ്യിൽ കൊടുത്തു. ಆದ್ರೆ ಬಾರೂಕನ ಕೈಯಲ್ಲಿ ബാരൂക്ക് രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി കൊടുത്തു. ಬಾರೂಕನ ಅದು ಅರಸನ ಕೊಟ್ಟಾರದಲ್ಲಿ ತಗೊಂಡೋಗಿ ಕೊಟ್ಟಿದ್ರು. അത് ആൾക്കാർ വായിച്ചു. ಅದು ಜನರು ಓದಿದರು. മൂന്നാമത്തെ പേജ് വായിച്ചപ്പോൾ 3ನೇ ಪೇಜ್ ಓದಬೇಕಂದ್ರೆ രാജാവ് ಅರಸನು ഗ്രീഷ്മകുലത്തിൽ നിൽക്കുകയാണ്. ಆಮೇಲೆ അവന്റെ വീട്ടിൽ നിൽക്കുകയാണ്. ಅಲ್ಲಿ ನಿಂತಿದ್ದಾರೆ. Praise the Lord. ആമേൻ. അവൻ തീ കായോണ്ടിരിക്കുകയായിരുന്നു. ಆಮೇಲೆ ಅವರು ಬೆಂಕಿಯನ್ನು അവൻ ಕಾಯ್ತಾ ദൈവത്തിന്റെ വചനം എടുത്തു. ಅವನ್ ದೇವರ ವಾಕ್ಯವನ್ನು ತೆಗೆದು കത്തിയെടുത്തു. ಆಮೇಲೆ ಕತ್ತಿಯನ್ನು ತಗೊಂಡು ദൈവത്തിന്റെ പ്രവചനങ്ങൾ ದೇವರ അവൻ ಪ್ರವಾದಗಳು വെട്ടിമുറിച്ചു. ಆತನು ಕಟ್ ಮಾಡಿದರು. തീക്കകത്തിട്ടു. ಅದು ಬೆಂಕಿ ಒಳಗಡೆ തീ ആളിക്കത്തി. ಅದು ಬೆಂಕಿಯನ್ನು ಬಾಳ ദൈവത്തിന്റെ ആത്മാവ് ದೇವರ ಆತ್ಮನು ആമേൻ യെരമ്യാവിനോട് പറഞ്ഞു, ಯೆರೆಮೀಯನ ಹತ್ರ ಹೇಳಿದರು, മറ്റൊരു ചുരുളെടുക്ക്. ಬೇರೊಂದು ಸುರುಳಿ ತಗೊಳ್ಳಿ. അതിൽ ഇപ്പോൾ എഴുതിയത് കൂടാതെ ಅದಲ್ಲಿ ಈಗ ಬರ್ದಿದ್ದ യഹോയാക്കീമേ, ಯೆಹೋಯಾಕೀಮನೇ, നിന്നെ പകല് ನಿನ್ನೆ ಆಗಲತ್ತು രാജാക്കന്മാർ കൊന്ന്. ಆಮೇಲೆ ಅರಸ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നായ്ക്കൾക്ക് തീറ്റയാക്കി കൊടുക്കുമെന്ന് കൂടി എഴുതി വെക്കാൻ പറഞ്ഞു. ಆಮೇಲೆ ನಿನ್ನನ್ನು ಸಾಯಿಸಿ ಅದು ನಾಯಿಗಳಿಗೆ ಹಲ್ಲೆಲೂಯ ಅದು ಕೊಡ್ತಾರೆ ಎಂಬುದಾಗಿ ಬರಿ ಎಂದು ಬರೆಯುವುದಿಲ್ಲ ಹೇಳಲ್ಪಟ್ಟಿದ್ರು. ಆಮೇಲೆ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യത്തെ പ്രവചനം വിട്ട് ಮೊದಲನೇ ಪ್ರವಾದಿಯನ್ನು ಬಿಟ್ಟು അല്പം കൂടി കൂട്ടി എഴുതി. ಇನ್ನು ಸ್ವಲ್ಪ ಸೇರಿಸಿ ಬರ್ದಿದ್ರು. അതങ്ങനെ സംഭവിച്ചു. ಅದು ಹಾಗೆ അത് ಸಂಭವಿಸಿದರು. ദൈവത്തിന്റെ വചനത്തോട് മത്സരിച്ചുകൊണ്ട് സംഭവിച്ചതാണ്. ಆಮೇಲೆ ಅದು ದೇವರ ವಾಕ್ಯಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಮತ್ಸರ സ്തോത്രം. ಮಾಡುವ ಮೂಲಕ ശമൂവേൽ ഇങ്ങനെ പറഞ്ഞു. ಸಾಮುವೇಲ್ ಹೀಗೆ ಹೇಳಿದರು. ആമേൻ. മത്സരം ആഭിചാരം പോലെ കടുപ്പമുള്ളത്. ಆಮೇಲೆ ಹಾಲಲ್ಲಿ ಮತ್ಸರ ಮಾಡುವುದು ಆ ವಿಚಾರಕ್ಕೆ ತಕ್ಕಂತೆ ಆಗಿದೆ. സ്തോത്രം. ಆಮೇಲೆ പ്രൈസ് ദി ലോർഡ്. ಆಮೇಲೆ അനുസരണക്കേട് ಅನುಸರಣವಿಲ್ಲದಿರುವುದು മിഥ്യാപൂജയ്ക്ക് സമാനമാണ്. ಆಮೇಲೆ ഹല്ലേലൂയ.
ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ದೇವರ ವಾಕ್ಯವನ್ನು ಹಲ್ಲೆಲೂಯಾ ಅನುಸರಿಸೋದಕ್ಕಾಗಿ ನಾವು ಒಪ್ಪಿಸಿಕೊಡೋಣ. ഹല്ലേലൂയ. ಆಮೆನ್. അനുസരണത്താൽ അനുഗ്രഹമുണ്ട്. ಆಮೆನ್. ಅನುಸರಿಸೋದು ಮೂಲಕವಾಗಿ ಆಶೀರ್ವಾದ ಉಂಟು. ഹല്ലേലൂയ. ಆಮೆನ್. അനുസരണമാണ് അനുഗ്രഹം കൊണ്ടുവരുന്നത്. ಆಮೆನ್. ಅನುಸರಣವಾಗಿದೆ ಆಶೀರ್ವಾದಗಳು കൊണ്ടുവരുವುದು. സ്തോത്രം. ಆಮೆನ್. ദൈവത്തിന്റെ വചനത്തെ നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ಆಮೆನ್. ದೇವರ ವಾಕ್ಯವನ್ನು ನಾವು ಹೃದಯಕ್ಕೆ ಸ್ವೀಕಾರ ಮಾಡಿಕೊಳ್ಳೋಣ. സ്തോത്രം. ಆಮೆನ್. ഞാനിപ്പം ബഹളം പറഞ്ഞ പോലെ ഒന്നും അല്ലായിരിക്കും യേശു പറഞ്ഞത്. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. യേശു വളരെ ഇമ്പമായിട്ടും മധുരമായിട്ടായിരിക്കും പറഞ്ഞത്. ಆಮೆನ್. ಯೇಸು ಸ್ವಾಮಿ ಬಹಳ ಇಂಬವಾಗಿ അവന്റെ മാധുര്യമുള്ള വാക്കുകൾ എന്നാണ് എഴുതി. ಆತನು ಬಹಳ ಸಿಹಿಯಾಗಿ ಮಾತುಗಳನ್ನು ಹೇಳ್ತಾ ಇದ್ದರು. ಆಮೆನ್. എന്തൊക്കെയാണെങ്കിലും ಏನಾದ್ರೇನು നമുക്ക് ഈ തന്നിരിക്കുന്ന വചനങ്ങൾ ನಮಗೆ ಕೊಡಲ್ಪಟ್ಟಿದ ವಾಕ್ಯಗಳು തേൻകട്ടയിലും രുചിയേറിയതാണ്. ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ. ಜೇನಿಗಿಂತ ಸಿಹಿಯಾಗಿದೆ. തങ്കത്തെക്കാൾ വിലയേറിയതാണ്. ಅದು ಚಿನ್ನದಕ್ಕಿಂತ ಬೆಲೆ ಇರೋದು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് എന്താ പ്രാർത്ഥിക്കേണ്ടേ? ಅದಕ್ಕೆ ನಾವು ಏನ್ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು? ന്യായപ്രമാണത്തിലെ ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ. ಧರ್ಮಶಾಸ್ತ್ರದ അത്ഭുതങ്ങൾ കാണുവാൻ ಅದ್ಭುತಗಳನ್ನು ನೋಡುವುದಕ್ಕೆ എന്റെ കണ്ണുകൂടി തുറന്നു തരണം. ನನ್ನ ಕಣ್ಣು ಕೂಡ ತೆರೆದು ಕೊಡು ಸ್ವಾಮಿ. സ്തോത്രം കർത്താവേ. ಕರ್ತನೇ. സ്തോത്രം കർത്താവേ. ಆಮೆನ್. വചനത്തിന്റെ ಆಮೆನ್. ವಾಕ್ಯದ മാർമികമായ രഹസ്യങ്ങളെ ಆಮೆನ್. ಗುಡ್ಡಾಗಿದ್ದ എനിക്കൊന്ന് ರಹಸ್ಯಗಳನ್ನು വെളിപ്പെടുത്തി തരണമേ ನನಗೆ കർത്താവേ. ಪ್ರಕಟಪಡಿಸಿಕೊಡಬೇಕು ಕರ್ತನೇ. പൗലോസ് പറഞ്ഞ പോലെ ಪೌಲನು ಹೇಳಿದ 1 കൊരിന്ത്യർ ರೀತಿಯಲ್ಲಿ 11 ಒಂದು ಕೊರಿಂಥರ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതും ನಾನು ಕರ್ತನಿಂದ നിങ്ങൾക്ക് ಹೊಂದಿಕೊಳ್ಳುವುದು ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ ನಿಮಗೆ ഇത് ಒಪ್ಪಿಸಿಕೊಡುವುದು കർത്താവിൽ ಏನೆಂದರೆ നിന്ന് പ്രാപിക്കുന്നതാണ്. ಇದು ಕರ್ತನಿಂದ എന്നിട്ട് ಹೊಂದಿಕೊಳ್ಳುವುದಾಗಿದೆ. നമ്മളെ ഏൽപ്പിക്കുന്നതാണ്. അനന്തരವಾಗಿ ನಮಗೆ നമുക്കതങ്ങ് ಒಪ್ಪಿಸಿಕೊಡುವುದಾಗಿದೆ. സ്വീകരിക്കാം. ಆಮೆನ್. ನಾವು ಅದು ಸ್ವೀಕಾರ ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ആമേന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്ത ഒരു കാര്യം ಆಮೆನ್. ನನ್ನ ಹೃದಯದಲ್ಲಿ യോഹന്നാൻ 17 യേശു പറഞ്ഞതാണ്. ಯೋಹಾನಲೆ 17 ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದಾಗಿದೆ. പിതാവേ, ಆಮೆನ್. ತಂದೆ, അങ്ങ് എനിക്ക് തന്ന വചനം ನಾನು ನೀವು ഞാൻ ನನಗೆ അവർക്ക് ಕೊಟ್ಟಿದ್ದ കൊടുത്തിരിക്കുന്നു. ವಾಕ್ಯವು ನಾನು ಅವರಿಗೆ ಕೊಟ್ಟಿದ್ದೀನಿ. പ്രൈസ് ദി ലോർഡ്. ആಮೆൻ. പിതാവേ, ತಂದೆ, അങ്ങ് എന്നോട് സംസാരിച്ചതൊക്കെ ಆಮೆನ್. ನೀನು ನನ್ನೊಟ್ಟಿಗೆ ഞാൻ അവരോട് ಮಾತಾಡಿದ. പറഞ്ഞിരിക്കുകയാണ്. ನಾನು ಅವರ ಹತ್ರ ಮಾತಾಡಿದ್ದೀನಿ. രാത്രിയുടെ യാമങ്ങളിൽ ಆಮೆನ್. ರಾತ್ರಿ ಯಾಮಗಳಲ್ಲಿ, പകലിന്റെ ഊഷര ചൂടുകളിൽ ಆಮೆನ್. ಹಗಲಿನ ಬಿಸಿಲಲ್ಲಿ, പർവ്വതങ്ങളിലും ಆಮೆನ್. ಅಲ್ಲಿ ಪರ್ವತಗಳಲ್ಲಿ, മരുഭൂമിയിലും ಆಮೆನ್. ಅರಣ್ಯದಲ್ಲಿಯೂ, പിതാവിന്റെ അടുക്കൽ ಆಮೆನ್. ಕರ್ತನ ഉപവാസത്തോടെ ഇരുന്ന ಉಪವಾಸದಿಂದ പുത്രൻ ಇದ್ದು, സംസാരിച്ച ಆಮೆನ್. ആ സീക്രട്ടുകളെല്ലാം ಆ ಸೀಕ್ರೆಟ್ಗಳೆಲ್ಲ പിതാവേ നീ തന്നതൊക്കെ ತಂದೆ ನೀನು ഞാൻ ಹೇಳಿದಲ್ಲ ഇവർക്ക് പറഞ്ഞു ನಾನು കൊടുത്തിരിക്കുന്നു. ಇವರಿಗೆ ಹೇಳಿಕೊಟ್ಟಿದ್ದೀನಿ. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവ് അവസാനം ಕರ್ತನು അവരുടെ ಕೊನೆಯದಾಗಿ കണ്ണുകളെ തുറന്നു. ಅವರ ಕಣ್ಣುಗಳನ್ನು പ്രവാചക ತೆರೆದು പുസ്തകങ്ങൾ ಪ್ರವಾದನ ഓപ്പൺ ആയി ಪುಸ್ತಕದಲ್ಲಿ വരട്ടെ. ಆಮೆನ್. ತೆರೆದು ಬರಲಿ. ന്യായപ്രമാണങ്ങൾ ന്യായപ്രമാണങ്ങൾ റിവീലായി വരട്ടെ. ആമേൻ. റിലീസ് ആക്കി സങ്കീർത്തനങ്ങൾ ബരಲಿ. കീർത്തനಗಳು തുറക്കപ്പെടട്ടെ. ആമേൻ. തെരയപ്പെടಲಿ. അതിനകത്തുള്ള എന്റെ പാറയായവൻ, ആമേൻ. എന്റെ ശൈലമായവൻ, ശരീരവാദം, എന്റെ വീണ്ടെടുപ്പുകാരനായവൻ, ഹല്ലേലൂയ. എന്റെ രക്ഷിതാവായവൻ, ನನ್ನ എന്റെ രക്ഷകനായ ദൈവമായവൻ ನನ್ನ ದೇವರಾയ അതിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. അതിനൊന്ന് ഇന്ന് പ്രകടമാക്കി പകൽക്കാലം സഭയെ നീ ക്രിസ്തുവിനെ കാണുക. നീ ക്രിസ്തുവിനെ വചനമായവൻ വാക്യമായി ജഡമായി ജഡമായി മനുഷ്യാവതാരമെടുത്ത് ആമേൻ. വന്നതിനെ കാണുക. ഉറബല ശബല രഗനെ വിടുതൽ സംഭവിക്കട്ടെ. ಹಾಗೆ ಸಂಭವಿಸಲಿ. ಅಧರಗಡದು ಬರಾಜಗಲ್ಪರಿದಾಲಗನಗರ ವಿಶ್ವಾಸ ಅಧರೇರ ಬಲೇರಿ ಬಲ್ಖಡಬಾಲಗನಗರ ವಿಶ್ವಾಸ ഉറബൽ ഖനാദി ಆಮೆನ್. ಜೀಸಸ್ ಅರ್ಥಲ್ ಚೂಡರಗ ഹല്ലേലൂയ. ಉಡಕೆ ಬಹಾಸಿ ഹല്ലേലൂയ. ಅದರಚ್ಚು ಬಲ್ಕಡ ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಬಲಗರ ಬಲ್ Praise the Lord. ಆಮೆನ್. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ആമെൻ. Praise the Lord. ഹല്ലേലൂയ. ഉറബഖാനിയൽ ഖനാസിയാര യേശുവേ. അർത്ഥൽ ചൂടരക ഹല്ലേലൂയ. 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 അനുഗ്രഹത്തിന്റെ കരങ്ങളെ നീട്ടണേ. വിടിവിക്കുന്ന കരത്തെ നീട്ടണമേ. സൗഖ്യമാക്കുന്ന ഭുജത്തെ നീട്ടണമേ. വചനത്തെ അയക്കണമേ. വിടിവിക്കണമേ. 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 ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തണമേ. റിവീൽ ചെയ്യണമേ. മഹത്വം വെളിപ്പെട്ടു വരട്ടെ. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ಆಮೆನ್. ದೇವರ ಮಹಿಮೆಯನ್ನು ಪ್ರಕಟವಾಗಿ ಬರಲಿ. ಸೌಖ್ಯವನ್ನು ಉಂಟಾಗಲಿ. ಅರ್ಥಲ್ ಚೂಡರ ಬಲಘಾರ್ ವ್ಯಶ್ವಸಿಹೇದಿ ಕಚ್ಚಸ್ ಅದಹಂದಲಾದಗಲ್ ಪರಿದಾರಗಲ್ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം 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 ആമേൻ. സ്തോത്രം. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ മേശയിലേക്ക് നമുക്ക് കടന്നു വരാം. ಕರ್ತನ ಮೇಜೆಗೆ ನಾವು ಬರೋಣ. 1 കൊരിന്ത്യർ ലേഖനം